ഇതാദ്യം. ഡൽഹി നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ. പ്രത്യേക സമ്മേളനം ഓപ്പറേഷൻ താമരയുടെ പശ്ചാത്തലത്തിൽ. ബിജെപിയുടെ അട്ടിമറി നീക്കം കേജ്രിവാൾ സഭയിൽ ഉന്നയിക്കും. കരീം ബെൻസെമ യുവേഫ പ്ലെയർ ഓഫ് ദ ഇയർ. പുരസ്കാരത്തിന് അർഹമാക്കിയത് റയലിനായി നടത്തിയ മിന്നും പ്രകടനം. ബാഴ്സയുടെ അലക്സിയ പുട്ടിയസ് വനിതാ താരം. വിശദമായ റിപ്പോർട്ടിലേക്കാണ്. തലശ്ശേരിയിൽ നിന്നും കാണാതായ വ്യവസായികളായ ദമ്പതികളെ കണ്ടെത്തി. കോയമ്പത്തൂരിൽ നിന്നാണ് രാജ് കബീറിനെയും ഭാര്യ ശ്രീവിദ്യയെയും കണ്ടെത്തിയത്. ഇവരെ 10:30 തലശ്ശേരിയിലെത്തിക്കും. വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, എന്തായാലും ദമ്പതികളെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? വളരെ ആശ്വാസം നൽകുന്ന വിവരമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ രാജ് കബീറിൻ്റെ സഹോദരൻ്റെ വീട്ടിലാണുള്ളത്. ശ്രീ രാജേന്ദ്രൻ തായാട്ട്. അദ്ദേഹവും തികഞ്ഞ സന്തോഷത്തിലാണ്. കാരണം കുറച്ച് ദിവസങ്ങളായി കുടുംബം വല്ലാത്ത മാനസിക സംഘർഷം നേരിടുക. പിന്നെ ഇവരെ കാണാനില്ല എന്നറിഞ്ഞതോടുകൂടി ആകെ തകർന്നൊരവസ്ഥയിരുന്നു. അവിടെ നിന്നൊക്കെ വലിയൊരു ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് വരുന്നത്. ഒരുപാട് എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയെന്ന് വല്ലതും പറഞ്ഞോ? അതിൻ്റെ ഒരു ന്യൂസ് കിട്ടിയില്ല. ചാനൽ അറിയുന്ന വിവരങ്ങൾ മാത്രമല്ല. പോലീസിനെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. എന്നറിയോ, ഒരുപാട് പിരിമുറുക്കുണ്ടായിരുന്നു. ഇത്രയും ദിവസമായിട്ട് പരമാവധി പിരിമുറുക്കുണ്ടായിരുന്നു. ആ പിരിമുറുക്കുന്ന ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമുണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള എന്ത് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനപ്പുറം ഈ പോയിരിക്കുന്ന കാണാതായിരിക്കുന്ന രണ്ടുപേരെ തിരിച്ചു കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച് ഒരുപാട് എനിക്ക് ന്യൂസ് 18 പോലുള്ള ചാനൽ, ഇപ്പം ഞാൻ ന്യൂസ് 18 4-5ാമത്തെ പ്രാവശ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന ഈ ചാനലൊക്കെ കാണിക്കുന്ന ശുഷ്കാന്തിയില്ലേ, അതൊരുപാട് എത്ര അഭിനന്ദിച്ചാലും മനസ്സിലാവാത്ത ഒരുപാട് ചാനൽ. മലയാളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാം മറ്റുള്ള മീഡിയാസും എല്ലാം ഒരുപാട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തലശ്ശേരി MLA എടുത്തു പറയേണ്ടതാണ്. തലശ്ശേരി MLA ഇത് തുടങ്ങിയത് മുതൽ ഇതിനെല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും മണിക്കൂറുകൾ ഇടപെട്ടിട്ട് നിയമസഭ നടക്കുന്നതിനിടയിലും അദ്ദേഹം എന്നോട് തന്നെ ആശ്വാസവാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേടിക്കേണ്ട, അവരെ കണ്ടുകിട്ടും, പോലീസ് ആക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് IG-യുടെ ബന്ധപ്പെട്ടതിന് ശേഷം IG-യാണ് ഇത് നേരിട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ KP മോഹൻ MLA, പാനൂർ കൂത്തുപറമ്പ് MLA KP മോഹൻ, അദ്ദേഹം ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും ഒരുമിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. തലശ്ശേരി നിയമസഭ ഭരിക്കുന്നത് LDF ആണ്. പക്ഷേ അതിൻ്റെ ഘടകങ്ങളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഞങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ ഇത് പൂട്ടിക്കാനും ഈ സ്ഥാപനം പൂട്ടിക്കാനും ഒക്കെ ചെയ്തത് അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വമല്ല, അവിടെയുള്ള ഒരു ചെറിയ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു പ്രസ്ഥാനം ഏതെങ്കിലും പ്രസ്ഥാനം പൂട്ടിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാവില്ലേ, അതെല്ലാറ്റിലും ഉണ്ടാവും. അവരുടെ ചെറിയ ഒരു കുബുദ്ധി ആയിരിക്കാം മേ ബി ഇങ്ങനെ നടക്കാൻ കാരണം തോന്നുന്നു. വളരെ രീതിയിലുള്ള ഒരു പീഡനം ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് സത്യമാണ്. ഇതൊരു വനിതാ സംരംഭകയാണ് ഇത് മുന്നിൽ നിന്ന് നടത്തുന്നത്. കേരളം പോലൊരു സംസ്ഥാനം വനിതാ സംരംഭകരെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അദ്ദേഹം ഭർത്താവിൻ്റെ സഹായത്തോടു കൂടി ശ്രീവിദ്യ ഇത് ചെയ്യുന്നു, ശ്രീദിവ്യ. അപ്പം അവരെ സഹായിക്കുന്നതിന് പകരം മറിച്ചൊരു നിലപാടാണ് ഉണ്ടായത്. അതാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭ രാജീവൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള വ്യവസായ വകുപ്പ് ഒരുപാട് വ്യവസായങ്ങൾക്ക് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും പ്രോത്സാഹനം നൽകുന്ന ഒരു കാലഘട്ടമായത്. അങ്ങനെ ആ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ലോക്കൽ ബോഡി, ഒരു നഗരസഭ ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള മുന്നോട്ട് പോക്കിനെ അത് എത്രമാത്രം വിഘടിതമായി നിൽക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതൊരു വനിതാ സംരംഭകയാണ്. ശ്രീദിവ്യയുടെ പേരിലാണ് ഈ പ്രസ്ഥാനമുള്ളത്. അപ്പം ഈ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ സംതിങ് നടന്നിട്ടുണ്ട്. അതിന് കൃത്യമായി പറയേണ്ടത് അദ്ദേഹം രാജ് കബീറാണ്. അത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മാത്രം പറയുന്നത്. അപ്പം അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ വളരെ ഭീകരമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹം ഇവിടുന്ന് എബ്സ്കോണ്ട് ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത്രയും മനക്കരുത്തുള്ള ഒരു ഈ ക്യാരക്ടറാണ് ഈ കബീർ. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മകനും ഒരു സംരംഭകനാണ്. അദ്ദേഹത്തിന് അതെ, ഇദ്ദേഹത്തിൻ്റെ മകനാണ് അവൻ്റെ ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹം നടത്തുന്നതാണ് ഈ പേപ്പർ ബാഗ് യൂണിറ്റ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല യുവസംരംഭകനുള്ള മിനിസ്റ്ററുടെ, നമ്മുടെ രാജു സാറിൻ്റെ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും നല്ല യുവസംരംഭകനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈ യൂണിറ്റിന് വേണ്ടിയാണ്. ഒരു 4 ലക്ഷം രൂപയുടെ അവാർഡ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അർത്ഥത്തിലും വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങി അങ്ങനെ ആളുകൾക്ക് ജോലി കൊടുക്കണമെന്നൊക്കെ താല്പര്യമുള്ളൊരു കുടുംബം തന്നെയാണ് അദ്ദേഹത്തിന്. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം തന്നെയാണ്. അച്ഛൻ എന്ന് പറയുന്നത് അറിയാം, തായട്ട ശങ്കരനെയും അത് കേത്തായട്ടനെയും ഉള്ള
ഒരു പരമ്പരയാണ്. അതിൻ്റെ ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന കണ്ണിയാണ് ഞങ്ങൾ. ഇതിൻ്റെ താഴെയാണ് കണ്ണിയാണ് ഈ വ്യവസായം തുടങ്ങിയിരിക്കുന്ന ഈ ദേവത എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ സമൂഹവുമായിട്ട് ഏറെ ബന്ധമുള്ള, സമൂഹത്തെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ വ്യവസായം വളരണമെന്ന് ആഗ്രഹിക്കുന്ന, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിന് ഇത്തരം ഒരു വല്ലാത്തൊരു ഇത് ആദ്യം ഞാനൊക്കെ ഈ സാധനങ്ങളൊക്കെ ചാനലിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിരുന്നു. ചാനലിൽ നിന്നൊക്കെ ഞാൻ ഒളിച്ചു വെച്ചിരുന്ന സാധനം എന്തുകൊണ്ടെന്ന് വെച്ചാൽ കെ തായേട്ടൻ്റെയും അതുപോലെ തായേട്ട ശങ്കരൻ്റെയും അടക്കമുള്ളൊരു ഫാമിലിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വല്ലാത്തൊരു ഇത് അറിയണ്ട എന്ന രീതിയിൽ, അറിയണ്ട, അത് നാണക്കേടുന്ന രീതിയിലാണ്. പക്ഷേ ഇത് പുറത്ത് പറയാത്ത രീതിയിൽ ഇവരിവിടുന്ന് നാട് വിട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയെ നോക്കി എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളൊരവസ്ഥയില്ല. അതുകൊണ്ടാണ് ഞാൻ ചാനലിൽ വന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നത്. ആദ്യം ചാനലിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പലരും ചാനലുകാർ ചോദിച്ചു നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ അത് ഈ ഒറ്റ കാരണം കൂടിയുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് തോന്നിയപ്പോൾ ഒരുപാട് ഭയം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കുടുംബം ഒരുപാട് എത്ര ദിവസമായിട്ട് നീറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിനൊക്കെ ഒരു പരിസമാപ്തി വന്നിരിക്കുന്നു. കാര്യങ്ങൾ ശുഭമായി അവസാനിപ്പിച്ചു. ഇനി ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ഈ സ്ഥാപനം തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയണം. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഞാൻ നേരെ സൂചിപ്പിച്ചത് ഒരാൾ കാരണം എനിക്ക് മുല്ലപ്പള്ളി രാമേന്ദ്രൻ, അദ്ദേഹം ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ചാണ്. അതുപോലെ പിന്നെ നമ്മുടെ പേരാവൂർ MLA സണ്ണി ജോസഫ്, അദ്ദേഹം ഒരുപാട് വിളിച്ചതാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു സംരംഭകനും ഇതുപോലത്തെ ഒരു ദുരനുഭവം ഉണ്ടാവരുത്. സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സർക്കാർ ഇതിന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയോ കക്ഷികൾ അല്ലെങ്കിൽ ഏതൊക്കെയോ ജീവികൾ തന്നെ പറയാം ഞാൻ, ജീവികൾ ഇഴഞ്ഞു കയറിയിട്ട് അത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കിയിട്ട് കേരളത്തിലെ വ്യവസായം പുരോഗമിക്കണം. ഇതുപോലെ വനിതാ സംരംഭകർ വരണം, അതുപോലെ യുവ സംരംഭകർ വരണം. കേരളം ഇനിയും നന്നായിട്ട് നല്ല വ്യവസായം ഒരു പുഷ്ടിയുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറണം. തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ എല്ലാ ഗവേണിംഗ് ബോഡീസും സഹകരിച്ചുകൊണ്ട് നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ദയവേത് ഇങ്ങനത്തെ ഒരു ദുരനുഭവം മറ്റാർക്കും ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി, എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത്തരമൊരു ദുരനുഭവം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ശ്രീ രാജേന്ദ്രൻ തായാട്ട് പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം ഈ വനിതാ സംരംഭകർക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ കൂടി ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ സുമേഷ് മോറാഴോടൊപ്പമാണ് ഞാനുള്ളത്. ഇതാണ് ഇവിടുന്ന് നൽകാനുള്ള വിവരം. ഏറ്റവും തീർച്ചയായും എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. തലശ്ശേരിയിൽ നിന്നും കാണാതായ വ്യവസായികളായ ദമ്പതികളെ കോയമ്പത്തൂരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നുവെന്ന ആശ്വാസകരമായ വാർത്ത. ഇപ്പോൾ സംരംഭകരിൽ ഒരാളുടെ സഹോദരനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഇവരെ 10 കൂടി തന്നെ നാട്ടിലെത്തിക്കുമെന്ന റിപ്പോർട്ടാണ് മനു ഭരത് തലശ്ശേരിയിൽ നിന്നും പങ്കുവയ്ക്കുന്നത്. മറ്റു വാർത്തയിലേക്കാണ്. പാലക്കാട് യാക്കരപ്പുഴയിൽ യുവാവിനെ കൊന്നു തള്ളിയ സംഭവത്തിൽ 6 പേർ കസ്റ്റഡിയിൽ. ഇതിൽ ഋഷികേശിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സുവീഷിന് സുഹൃത്തുക്കളുടെ ഭീഷണിയുണ്ടായിരുന്നതായി അമ്മ വിജി പറഞ്ഞു. കാർ വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നതായും ഋഷികേശ് അടക്കമുള്ളവർ മകനെ നേരത്തെ മർദ്ദിച്ചിട്ടുണ്ട് എന്നും വിജി പറഞ്ഞു. വീട്ടിൽ നിന്ന് 19 തീയതിയാണ് പോയത്. എന്നിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു? കടയ്ക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോയി. ഒരു 6 മണിയാകുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ കലിമണ്ട എത്തുന്നുണ്ട്, വണ്ടി കംപ്ലൈൻ്റ് ആണ്, നേരാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണെന്ന് അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് വരേണ്ടി വന്നപ്പോൾ ശരി വീട്ടിലേക്ക് അവൻ്റെ അനിയനും അന്ന് പാലക്കാട് ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ ബസ്സിലാണ് വന്നത്. അപ്പം ശരി ഞാൻ വരുന്നുണ്ട് പറഞ്ഞു, വാന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഒരു 10 മണിയാകുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ 6 പേർ കസ്റ്റഡിയിലുണ്ട്. അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ അമ്മ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. മകന് സുഹൃത്തുക്കളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് അമ്മ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം. ഈ പിടിയിലായവരെല്ലാം സുഹൃത്തുക്കളാണോ? എങ്ങനെയാണ് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? രഞ്ജിനി, ഈ കേസിൽ ഇപ്പോൾ തിരുവാലത്തൂർ സ്വദേശി ഋഷികേശ് ഉൾപ്പെടെ 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതിൽ 6 പേരും കൊല്ലപ്പെട്ട സുവീഷിന്റെ സുഹൃത്തുക്കളാണ് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 19-നായിരുന്നു സുവീഷിനെ കാണാതായത്. പിന്നീട് കുടുംബാംഗങ്ങൾ പരാതി നൽകുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിനിടെ സുവീഷിന്റെ ഫോൺ സേലത്ത് നിന്നും കണ്ടെത്തി. ഈ ഫോണിൽ
കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്തുക്കളെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കൊലപാതകം വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടി മൃതദേഹം പാലക്കാട് മെഡിക്കൽ കോളേജിന് പുറവശത്തുള്ള യാക്കരപ്പുഴയ്ക്ക് സമീപത്തു നിന്നും കണ്ടെത്തി. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നു. എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച് പോലീസ് ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് പറയുന്നത്. കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെയുള്ള ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക സൂചന. എന്തായാലും ഈ 6 പേരിൽ നിന്നും ചോദ്യം ചെയ്യുകയാണ്. പ്രസാദ്, ഈ 6 പേർ മാത്രമാണോ ഉള്ളത്, അതോ കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ? അങ്ങനെ പോലീസ് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? നിലവിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. 6 പേരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ജൂലൈ 19-ാം തീയതി സുവീഷിനെ പാലക്കാട് നഗരത്തിൽ നിന്ന് തന്നെ അവിടെ ഇവർ ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയും പിന്നീട് അടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം യാക്കരപ്പുഴയിൽ കല്ലുകെട്ടി പുഴയിൽ താത്തി എന്നതാണ് ഈ പ്രതികൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അങ്ങനെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള അവിടെ ആളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ മൃതദേഹം ഇവർ പുഴയിൽ താത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടെ തന്നെ ഈ പ്രതി ഋഷികേശ് പോലീസിന് മൃതദേഹം കാണിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റാനുള്ള മൃതദേഹം പൂർണ്ണമായും അഴുകിയ നിലയിലാണ് ഉള്ളത്. പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ മറ്റ് ആളുകളെ ചോദ്യം ചെയ്തു വരിക. ശരി, പ്രസാദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയും പരാജയപ്പെട്ടതോടെ വിഴിഞ്ഞം തുറമുഖത്തിന് എതിരെ ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കും. തുറമുഖ കവാടത്തിന് മുന്നിലെ സമരം 11ാം ദിവസത്തിലേക്ക് കടന്നു. പള്ളിത്തുറ, കൊച്ചുതുറ, തുമ്പ, സെയിന്റ് ഡൊമിനിക്, വെട്ടുകാട് ഫൊറോനകളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇന്ന് സമരവേദിയിലെത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധക്കാർ തുറമുഖത്തിന്റെ പദ്ധതി പ്രദേശത്ത് കടന്നുകയറിയിരുന്നു. KCYM-ന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി പന്തം കൊളുത്തി പ്രകടനം നടത്തി. മുഖ്യമന്ത്രിയുമായി ഇനിയും ചർച്ചകൾ നടത്തുമെന്ന് ലത്തീൻ അതിരൂപത തിരുവനന്തപുരം വികാരി ജനറൽ യുജിൻ പെരേര പറഞ്ഞു. തുറമുഖത്തിന് അധിക സുരക്ഷ വേണമെന്ന് അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടതോടെ കൂടുതൽ പോലീസിനെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. സമരത്തിനെതിരെ വിഴിഞ്ഞം പ്രാദേശിക കൂട്ടായ്മയുടെ ബഹുജന കൺവെൻഷൻ ഇന്ന് വൈകിട്ട് ചേരും. വിഴിഞ്ഞം സമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിറോ മലബാർ സഭ സിനഡ്. സമരത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ടവരുടെ നടപടി അപലപനീയമെന്ന് സിനഡ് കുറ്റപ്പെടുത്തി. ഫയൽ തീർപ്പിന്റെ പേരിൽ ഞായറാഴ്ചകളിൽ പ്രവൃത്തി ദിനങ്ങളാക്കുന്നത് സർക്കാർ പുനഃപരിശോധിക്കണമെന്നും സിനഡ് ആവശ്യപ്പെട്ടു. വൻകിട കമ്പനികൾക്കു വേണ്ടി തീരവാസികൾ കുടിയൊഴിപ്പിക്കപ്പെടുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ ഇടപെടൽ നടത്തണം. പദ്ധതി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടും അത് പരിഗണിച്ചില്ലെന്നും സിനഡിന്റെ വാർത്താക്കുറിപ്പ് കുറ്റപ്പെടുത്തുന്നു. ബഫർ സോൺ വിഷയത്തിൽ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന് സംഭവിച്ച വീഴ്ചകളിൽ ദുഃഖമുണ്ട്. ഈ വിഷയത്തിലും സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ തിരുത്തേണ്ടതാണ്. ഫയൽ തീർപ്പിന്റെ പേരിൽ ഞായറാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കുന്നത് പുനഃപരിശോധിക്കണം. ക്രൈസ്തവരുടെ ഞായറാഴ്ച ആചരണത്തെ സർക്കാർ പരിഗണിക്കേണ്ടതാണ്. മത്സര പരീക്ഷകൾ ഞായറാഴ്ചകളിൽ ക്രമീകരിക്കുന്നത് ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ നീക്കമാണെന്നും ഇത് തിരിച്ചറിയാൻ സർക്കാരിന് ആർജവത്വം ഉണ്ടാകണമെന്നും സഭാ അധ്യക്ഷൻ കൂടിയായ കർദിനാൾ ജോർജ് ആലഞ്ചേരി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. വിഴിഞ്ഞം തുറമുഖത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിൽ നിന്നും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പും തുറമുഖ നിർമ്മാണ കമ്പനിയും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. കൂടാതെ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യമുണ്ട്. 2015-ൽ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതി അന്തിമഘട്ടത്തിലാണ്. അതിനിടയിൽ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം നിർമ്മാണ തൊഴിലാളികളുടെ ജീവന് ഭീഷണിയാകുന്നു. അതീവ സുരക്ഷാ മേഖലയായ തുറമുഖ നിർമ്മാണ സൈറ്റിലേക്ക് കടന്ന സമരക്കാർ കരാർ കമ്പനിക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കി. സമരം അക്രമാസക്തമായ സാഹചര്യത്തിൽ പോലീസും അധികാരികളും നിഷ്ക്രിയത്വം പാലിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. സംരക്ഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല എന്നും അദാനി ഗ്രൂപ്പും കരാർ കമ്പനിയും നൽകിയ ഹർജികളിൽ പറയുന്നു. തൃശൂരിൽ അമ്മയെ വിഷം നൽകി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ മകൾ ഇന്ദുലേഖയെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ആസൂത്രിതമായ പദ്ധതികൾ തയ്യാറാക്കിയാണ് പ്രതി കൊല നടത്തിയത്. ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. കുന്നംകുളം കീഴൂർ സ്വദേശിനി രുക്മിണിയെ എലിവിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മകൾ ഇന്ദുലേഖയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പലതവണ കൊലയ്ക്ക് ശ്രമം നടത്തിയിരുന്നെന്ന്
ഇവർ പോലീസിനോട് സമ്മതിച്ചു. പാരസിറ്റമോൾ ഗുളിക അധികമായി കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞുകേട്ട അറിവുവെച്ച് കുന്നംകുളത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഒട്ടേറെ ഗുളികകൾ വാങ്ങി അരച്ചു പൊടിയാക്കി അച്ഛനും അമ്മയ്ക്കും ഭക്ഷണത്തിൽ കലർത്തിക്കൊടുത്തു. പക്ഷേ കയ്പ് അനുഭവപ്പെട്ടതിനാൽ രണ്ടുപേരും അത് കഴിച്ചില്ല. പിന്നീട് പാറ്റയെയും ഉറുമ്പിനെയും തുരത്താൻ ഉപയോഗിക്കുന്ന വെള്ള നിറത്തിലുള്ള ചോക്കു ചുരണ്ടി ചായയിൽ കലർത്തി അച്ഛന് നൽകി. രുചി മോശമായതിനാൽ അദ്ദേഹം അത് കഴിച്ചില്ല. പിന്നീടുള്ള ശ്രമത്തിലാണ് അമ്മ മരിച്ചതെന്ന് ഇന്ദുലേഖ സമ്മതിച്ചു. നിരന്തരം ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും താൻ നിരപരാധിയാണെന്നാണ് ഇന്ദുലേഖ ആദ്യം പറഞ്ഞത്. എന്നാൽ ഫോൺ വാങ്ങി സെർച്ച് ഹിസ്റ്ററി തെരഞ്ഞപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇന്ദുലേഖ ഗൂഗിളിൽ കൂടുതൽ തിരഞ്ഞത് ഡേഞ്ചർ പോയ്സൺ എന്ന വാക്കാണ്. ഒരാളെ എങ്ങനെ വിഷം കൊടുത്തു കൊല്ലാം, ഇഞ്ചിഞ്ചായി കൊല്ലാം, എലിവിഷം അകത്തു ചെന്നാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്നിങ്ങനെ ഇന്റർനെറ്റിലൂടെ വിപുലമായ പഠനം തന്നെ ഇവർ നടത്തി. +2 വരെ മാത്രം പഠിച്ച ഇന്ദുലേഖ കൊലയ്ക്ക് കാണിച്ചിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ പോലീസിനെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. ചോദ്യം ചെയ്യൽ കടുത്തതോടെ പിടിച്ചു നിൽക്കാനാവാതെ ഇന്ദുലേഖ കുറ്റം സമ്മതിച്ചു. സ്വത്ത് എഴുതിത്തരാൻ പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല എന്നും തുടർന്ന് കൊല നടത്തിയത് താനാണെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. എലിവിഷത്തിന്റെ ബാക്കി തെളിവെടുപ്പിൽ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. സാധാരണ ഒരു മരണമായി തീർന്നു പോകാവുന്ന കേസാണ് സമർത്ഥമായ അന്വേഷണത്തിലൂടെ പോലീസ് തെളിയിച്ചത്. ന്യൂസ് 18 തൃശൂർ. കൊച്ചിയിൽ വീണ്ടും ATM തട്ടിപ്പ്. ATM മെഷീനിൽ കൃത്രിമം നടത്തി പണം തട്ടിയെടുത്തു. ജില്ലയിൽ 11 ATMകളിലാണ് തട്ടിപ്പ് നടന്നത്. വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, വീണ്ടും ഒരു ATM തട്ടിപ്പ് കൊച്ചിയിൽ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇത് ഒരേ ബാങ്കിന്റെ ATM കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പാണോ അതോ വിവിധ ബാങ്കുകളുടെ ATMകൾ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പാണോ കൊച്ചിയിൽ നടന്നത്? രഞ്ജിനെ, ഓരോ ബാങ്കിന്റെ ATMകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയില് ഏതാണ്ട് 11ഓളം ATMകൾ ഇതേ ബാങ്കിന്റെ തന്നെ കേന്ദ്രീകരിച്ച് പണം പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പ്രീമിയർ കവലയിലെ ബാങ്കിന്റെ ATMിൽ നിന്നുള്ള പണം മോഷണമാണ്. പണം ഈ രീതിയിൽ തട്ടിയെടുത്തതായാണ് ശ്രദ്ധിക്കപ്പെടുന്നതും ആദ്യമായിട്ട് പരാതി വരുന്നതും അവിടെയാണ്. തുടർന്ന് ഇവിടെ നടത്തിയ പരിശോധനയിലും നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിലും CCTV ദൃശ്യങ്ങളിലുമാണ് ഇത് തട്ടിപ്പ് എങ്ങനെയെന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ഇതിൽ അകത്ത് കടക്കുന്ന ആൾ ഒരു പ്രത്യേക ഉപകരണം വഴി പണം പുറത്തേക്ക് വരുന്നത് തടയുകയും പിന്നീട് ആള് ഇവിടെ നിന്ന് പോയിക്കഴി പണം കിട്ടാതെ പോവുകയും ചെയ്യുമ്പോൾ പിന്നീട് അതിനകത്ത് കയറി പണം എടുക്കുന്ന രീതിയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ചെറിയ തുകകൾ എന്നുള്ള രീതിയിലുള്ള പണമാണ് കൂടുതലായി ഈ പ്രീമിയർ ജംഗ്ഷനിലെ കളമശ്ശേരിയിലെ കവലയിൽ നിന്ന് ATMകളിൽ നിന്നും പണം പോയതായി കണ്ടിട്ടുള്ളത്. അവിടുന്ന് ഏതാണ്ട് 25,000-ഓളം രൂപയാണ് ആകെ 7 പേരിൽ നിന്ന് ഈ രീതിയിൽ അവിടെ പണം ATMിൽ നിന്ന് മാത്രം തട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇതേ ബാങ്കിന്റെ തന്നെ വിവിധ ATMകൾ ജില്ലയിലെ 11 ATMകളിൽ ഈ രീതിയിൽ തന്നെ പണം കവർന്നിട്ടുണ്ട്. അത് ഒരാൾ തന്നെയാണോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട്. അതുകൊണ്ട് അവിടങ്ങളിലുള്ള ATMകളുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അതോ ഒരു തട്ടിപ്പ് സംഘം ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ പ്രവർത്തിച്ചതാണോ അതോ ഒരാൾ മാത്രമായിട്ട് ഇത് കേന്ദ്രീകരിച്ച് 11 കേന്ദ്രങ്ങളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നതാണ് പോലീസ് പരിശോധിച്ച് വരുന്നത്. ഏതായാലും ഈ പ്രതിയെക്കുറിച്ചുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കളമശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. ഈ നാളുകൾക്ക് ശേഷമാണ് നേരത്തെയും ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ ചില തട്ടിപ്പുകൾ ATM കേന്ദ്രീകരിച്ച് തന്നെ നടന്നിരുന്നു. അത് എറണാകുളം ജില്ലയിൽ തന്നെ പല ബാങ്കുകളുടെ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. അതിൽ പ്രതികൾ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ രീതിയിൽ പണം ATMിൽ നിന്ന് എല്ലാ നടപടികളും പൂർത്തിയാകുമ്പോൾ അത് പുറത്തേക്ക് വരുന്നത് തടയുന്ന രീതിയിലുള്ള സംവിധാനം ചെയ്തിട്ട് പിന്നീട് ആൾ അതിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും പിന്നീട് ചെന്ന് ഇത് മാറ്റി പണം എടുക്കുന്ന രീതിയിലാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ആ രീതിയിലാണ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഒരു വ്യാപകമായ രീതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും വിഷയത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊച്ചിയിൽ വീണ്ടും ATM തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നു. ഒരേ ബാങ്കിന്റെ ATM കാർഡുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ തട്ടിപ്പുണ്ടായത്. 11 ATMകളിലാണ് തട്ടിപ്പ് നടന്നതെന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ പാലക്കാട് CPI ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനും മത്സരം. KP സുരേഷ് രാജ്, പാലോട് മണികണ്ഠൻ എന്നിവരായിരുന്നു മത്സരരംഗത്ത്. സുരേഷ് രാജ് വിജയിച്ചു. ജില്ലാ കൌൺസിലിലേക്കും വോട്ടെടുപ്പ് നടന്നിരുന്നു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് അലങ്കാരപദമൊന്നുമല്ല. നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ പദവികളുണ്ട്. അത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പദവികൾ മാത്രമാണ്. അതൊരു അലങ്കാരമായിട്ടൊന്നും നമ്മൾ കൊണ്ടു നടക്കാറില്ല. ഇതൊരു പുതിയ പദവിയായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് പാലക്കാട് ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു അനുഭവമുള്ളതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം ഈ സമയത്ത് ചൂണ്ടിക്കാണിക്കാനില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യവും കേരളവും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും അതിനുവേണ്ടി ജനങ്ങളെ അണിനിരത്താനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതലയേൽക്കുമ്പോൾ നമുക്ക് നിർവഹിക്കാനുള്ളത്. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനടക്കം മത്സരം നടക്കേണ്ട സാഹചര്യം എന്താണ്? കൂടുതൽ വിശദാംശങ്ങൾ. രഞ്ജിനി, 45 കൗൺസിലിലേക്ക് ശക്തമായ മത്സരം നടന്നിരുന്നു. അതിനുശേഷം ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിൽ ഔദ്യോഗിക വിഭാഗം KP സുരേഷ് രാജിന്റെ പേരാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ എതിർവിഭാഗം മണികണ്ഠൻ പാലോടിനെയും സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് ആണ് ഭൂരിപക്ഷം KP സുരേഷ് രാജിനായിരുന്നു ഈ ഔദ്യോഗിക വിഭാഗത്തിൽ. 45 കൗൺസിലിൽ 28 പേർ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം ബാക്കി 17 പേർ എതിർപക്ഷത്തുമാണ് ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ 5 നോമിനേറ്റഡ് അംഗങ്ങൾ കൂടി കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും KP സുരേഷ് രാജ് 4ാം തവണയാണ് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പാർട്ടിയുടെ പ്രത്യേക ഇളവ് കണക്കിലെടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ 4ാം തവണയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിച്ചിട്ടുള്ളത്. ശക്തമായ മത്സരം കൗൺസിലിലേക്ക് ഉൾപ്പെടെ നടന്നു എന്നുള്ളതാണ്. ഇതിൽ നേരത്തെ തന്നെ ഇന്നലെ വൈകിട്ട് നടന്ന വോട്ടെടുപ്പ് പൂർത്തിയായത് ഇന്ന് പുലർച്ചെ 2 മണിക്കാണ്. പിന്നീട് 5 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിച്ചു. 8:30 വോട്ടെണ്ണൽ നടപടികളെല്ലാം തന്നെ അവസാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജിനെ തെരഞ്ഞെടുത്തു. ശരി, പ്രസാദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റക്കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂനനാളാ. പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുന്നേ.
സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം. പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം. കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും പൂലനാള. ചരിത്ര നിയോഗവുമായി താഹിറ യുഎയിൽ നിന്നും നാട്ടിലെത്തി. 2 വർഷം മുൻപ് കോവിഡ് ബാധിച്ചു മരിച്ച കന്യാകുമാരി സ്വദേശി രാജ്കുമാർ തങ്കപ്പന്റെ ചിതാഭസ്മവുമായാണ് കോഴിക്കോട് സ്വദേശി താഹിറ കല്ലുമുറിക്കൽ എത്തിയത്. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ താഹിറ ഉച്ചയോടെ കന്യാകുമാരിയിലെത്തി ചിതാഭസ്മം കൈമാറും. ആദ്യമായാണ് യുഎയിൽ മരിച്ചയാളുടെ ചിതാഭസ്മം നാട്ടിലെത്തിക്കുന്നത്. 2020 മെയ്യിലാണ് കന്യാകുമാരി സ്വദേശി രാജ്കുമാർ തങ്കപ്പൻ യുഎഇയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഏറ്റെടുക്കാൻ ആരുമില്ലാതെ മൃതദേഹം യുഎഇയിൽ തന്നെ സംസ്കരിച്ചു. രാജ്കുമാറിന്റെ ചിതാഭസ്മം ഏറ്റുവാങ്ങിയത് സുഹൃത്തായ കോട്ടയം സ്വദേശി സിജോ പോൾ. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നാട്ടിൽ വരാൻ സിജോയ്ക്ക് കഴിഞ്ഞില്ല. സ്വന്തം താമസ സ്ഥലത്ത് സിജോ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചു. അമ്മയെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ട രാജ്കുമാറിന്റെ മക്കൾ അച്ഛൻ്റെ ചിതാഭസ്മമെങ്കിലും ഏറ്റുവാങ്ങണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതറിഞ്ഞാണ് യുഎഇയിൽ ആരോഗ്യ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന താഹിറ ഈ ദൗത്യം ഏറ്റെടുത്തത്. എല്ലാവർക്കും ഒരു പ്രശ്നം, ഇതെങ്ങനെ കൊണ്ടുപോകും, ബാക്കി പേപ്പർ വർക്കുകൾ ഇതിന് ഒരുപാടുണ്ട്. കാരണം 2 വർഷമായല്ലോ. ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ആണ് എന്നെ പിന്നെ അവനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ കുടുംബത്തിനും ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഏറെ സങ്കീർണമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് ഒടുവിൽ താഹിറ ചിതാഭസ്മവുമായി കന്യാകുമാരിയിലേക്ക് തിരിച്ചത്. ലുലു ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മേധാവി വി നന്ദകുമാർ ഇതിനുള്ള ചെലവ് വഹിച്ചു. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തയാളുടെ ചിതാഭസ്മവുമായി താഹിറ എത്തുമ്പോൾ കന്യാകുമാരിയിൽ കാത്തിരിക്കുകയാണ് രാജ്കുമാറിന്റെ പ്രിയപ്പെട്ടവർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതിൽ സംതൃപ്തിയുണ്ടെന്ന് രാജ്കുമാർ തങ്കപ്പന്റെ മകൻ അഗ്ലീൻ രാഹുൽ ന്യൂസ് 18നോട്. യുഎയിൽ ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ തയ്യാറായ താഹിറയുടേത് വലിയ സഹായമെന്നും അഗ്ലീൻ രാഹുൽ ന്യൂസ് 18നോട് പറഞ്ഞു. ரெண்டாயிரத்தி 20 துபாய்க்கு வேலைக்கு போன அப்பா அங்கேருந்து தவறிட்டார் கொரோனானால். அப்போ அங்கேருந்து எங்களால் இங்கே பாடி கொண்டு வர முடியல. கொரோனா ஸ்டேஜ்னால அங்கேருந்து கொடுக்கவும் இல்லை. இப்போ அங்கே வச்சு எல்லாமே பண்ணிட்டாங்க. அப்போ எங்களுக்கு இங்கே இருந்து நான் பண்ண வேண்டியது அங்கே சிஜோபால்னு ஒருத்தர் அங்கே இருந்து பண்ணார். அப்பா ஒரு அநாத ஆசிரமத்தில் படித்த அதே இதில் அவர் படித்த ஒரு ஆள் தான் இந்த சிஜோபாலுங்கிறவர். இப்போ அவர் அங்கேருந்து பண்ணிவிட்டு அவரால் இங்கே வர முடியாத சுச்சுவேஷன், அதனால் சாம்பலை இங்கே கொண்டு வரவும் முடியல. அப்போது 2 வருஷம் ஆனதுனால எங்களுக்கும் அப்பாவும் பார்க்க முடியல, சாம்பலாச்சும் இங்கே வரணும்னு நினச்சிட்டு இருந்தோம். அப்போ இங்கே தெரிஞ்சவங்க கிட்ட எல்லாம் பேசி சோசியல் மீடியாவில் இதை பற்றி போட்டப்போ இங்கே கேரளாவை சேர்ந்த தாகிரான்னு ஒரு அக்கா அங்கே வேலை பார்த்துட்டு இருந்தாங்க. அவங்க சோசியல் ஒர்க்கரும். அதனால அவங்கள காண்டாக்ட் பண்ணி ஆஷை வாங்கிட்டு அடுத்து இப்போ இங்கே கொண்டு வந்துட்டுருக்காங்க. இன்றைக்கி மத்தியானத்துக்குள்ளே கொண்டு வந்துடுன்னு சொல்லியிருக்காங்க. அப்புறம் இங்கே அம்மாவோட கலர் இருக்குது, அதுக்கு பக்கத்துலேயே அப்பாவோட ஆஷ் வச்சு கலரை கட்டலான்னு சொல்லிட்டு பார்த்துட்டு இருந்தோம். இது எங்களுக்கு ஒரு பெரிய உதவி. இப்போ இருக்க இந்த நிலைமையில் யாருமே இது பண்ண மாட்டாங்க. அது இந்த கொரோனாவில் இருந்ததுனாலேயே அங்கே வச்சிருக்க கூட நிறைய பேர் பயப்பட்டாங்க. ஆனால் இவங்க தைரியமாக எடுத்துகிட்டு வரேன்னு சொன்னது எங்களுக்கு ரொம்ப சந்தோஷமாக இருக்குது. കന്യാകുമാരിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി സജയനാണ് ചേരുന്നത്. സജയൻ, ആദ്യമായാണ് യുഎയിൽ മരിച്ചയാളുടെ ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ കഴിയുന്നത്. വലിയൊരു കാര്യമാണ് താഹിറയുടെ ചെയ്തു വെക്കുന്നതിൽ. കുടുംബവും സംതൃപ്തി രേഖപ്പെടുത്തുന്നുമുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? എപ്പോഴായിരിക്കും ചിതാഭസ്മം കന്യാകുമാരിയിലെത്തി കുടുംബത്തിന് കൈമാറുക? രഞ്ജിനി, തീർച്ചയായും വളരെ കുടുംബത്തിന് ആശ്വാസം പകരുന്ന ഒരു സംഭവമാണ്. 2020 മെയ് മാസത്തിലാണ് യുഎഇയിൽ രാജ്കുമാർ കോവിഡ് ബാധിച്ച് മരിക്കുകയും തുടർന്ന് രാജ്കുമാറിന്റെ മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായതിനാൽ അവിടെ തന്നെ സംസ്കരിക്കുകയായിരുന്നു. പക്ഷെ രാജ്കുമാറിന്റെ ഭാര്യ, അതായത് ഈ 2 കുട്ടികളുടെയും മാതാവ് 2012 ഒരു അപകടത്തിൽ മരിച്ചിരുന്നു. ഈ രാജ്കുമാറിന്റെ മരണത്തോടെ മാതാവും പിതാവും മരിച്ച 2 കുട്ടികളും തീർത്തും അനാഥരായിരുന്നു. ഇതിനെ തുടർന്ന് ഇവരുടെ സിജോ എന്ന പിതാവിന്റെ സുഹൃത്ത് മുഖാന്തരം ചിതാഭസ്മെങ്കിലും നാട്ടിലെത്തിക്കാൻ വളരെ തീവ്ര ശ്രമം നടത്തി വരികയായിരുന്നു. പല ബന്ധുക്കളും നാട്ടിൽ വരുമ്പോൾ സിജോ എന്ന രാജ്കുമാറിന്റെ സുഹൃത്ത് ചിതാഭസ്മം നാട്ടിൽ മക്കളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി
തീവ്ര ശ്രമം നടത്തിയിരുന്നു. പക്ഷേ എംബസി വഴി പല റെക്കോർഡിക്കലായിട്ടുള്ള പല കാര്യങ്ങളും കൈകാര്യം ഉണ്ടായിരുന്നതിനാൽ ഇത് ആരും തന്നെ കൈയേൽക്കാൻ തയ്യാറായില്ല. ഈ അവസ്ഥയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ 2 കുട്ടികളുടെയും ചിതാഭസ്മം എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും പോസ്റ്റ് ചെയ്യുകയും അത് കോഴിക്കോട്ടുകാരി സാമൂഹ്യ പ്രവർത്തകയുമായ താഹിറ കാണാനിടയാവുകയും തുടർന്ന് താഹിറ ഇപ്പോൾ എംബസി മുഖാന്തരം നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് 12 മണിയോടെ കുട്ടികൾക്ക് തങ്ങളുടെ പിതാവിന്റെ ചിതാഭസ്മം കൈമാറാനുള്ള സമയം 12 മണിയാണ്. അവർ ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് റോഡ് മാർഗം കാർ മുഖാന്തരം കന്യാകുമാരി ജില്ലയിലെ അരുമനയ്ക്ക് സമീപം കുഴിച്ചലിലാണ് രാജ്കുമാറിന്റെ ഭവനം. അവിടെ എത്തി കുട്ടികൾക്ക് കൈമാറുകയും അതിനെ തുടർന്ന് നേരത്തെ തന്നെ മാതാവ് മരിച്ചതിനാൽ മാതാവിന് സമീപത്ത് തന്നെ ചിതാഭസ്മം കിട്ടുമെന്ന പ്രതീക്ഷയോടെ കുട്ടികൾ പിതാവിനും കല്ലറ തീർത്ത് ചിതാഭസ്മം കിട്ടിയ അവിടെ തന്നെ മരണാനന്തര ചടങ്ങുകളും ചിതാഭസ്മം അവിടെ സൂക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്ത് തയ്യാറെടുപ്പിലായിരുന്നു. ഇപ്പോൾ താഹിറയുടെ ഈ പ്രവൃത്തി വളരെ സന്തോഷവും സംതൃപ്തിയുമാണ് ആ 2 കുട്ടികൾക്കും നൽകുന്നത്. 20ഉം 22ഉം വയസ്സായ കുട്ടികളാണ്. മരിക്കുമ്പോൾ രാജ്കുമാറിന് 44 വയസ്സും മകൾക്ക് റെക്സി മുക്തിൻ റെക്സി 20 വയസ്സും അക്ലീൻ രാഹുൽ 20 വയസ്സും 18 വയസ്സുമായിരുന്നു. ഇപ്പോൾ 22ഉം 20ഉം വയസ്സായ കുട്ടികളാണ്. ഇവർ മുഴുവൻ തയ്യാറെടുപ്പുകളോടെയും ഏതാനും മണിക്കൂറുകൾക്കും 12 മണിയോടെ. ശരി, എന്തായാലും രാജ്കുമാറിന്റെ ചിതാഭസ്മം 12 മണിയോടുകൂടി താഹിറ കന്യാകുമാരിയിലെത്തി കുടുംബത്തിന് കൈമാറും. കുടുംബം വലിയ ഒരു സംതൃപ്തിയും ആശ്വാസവുമാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്. കണ്ണൂർ കേരള സർവകലാശാലകൾക്കെതിരെ ചാൻസലറായ ഗവർണറുടെ നടപടി വൈകാതെ ഉണ്ടായേക്കും. കണ്ണൂർ സർവകലാശാല VC ഗോപിനാഥ് രവീന്ദ്രനെതിരെ കടുത്ത നടപടിക്കാണ് രാജ്ഭവൻ തയ്യാറെടുക്കുന്നത്. ചാൻസലർക്കെതിരെ പ്രമേയം പാസാക്കിയ കേരള സർവകലാശാല സെനറ്റിനെതിരെയും നടപടിയുണ്ടാകും. ഗവർണറോട് ഇനി സമവായ പാത വേണ്ടെന്നാണ് സർക്കാരിന്റെയും CPM-ന്റെയും നിലപാട്. സ്കൂളുകളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒഴിവാക്കിയതിൽ അധ്യാപകർക്ക് ആശങ്ക വേണ്ട എന്ന് വിദ്യാഭ്യാസ വകുപ്പ്. അധ്യാപകരുടെ തസ്തിക നഷ്ടമുണ്ടാകുന്ന സാഹചര്യം ഉടലെടുത്താൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. അതേസമയം വിഷയത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആവശ്യം. വിദ്യാർത്ഥികൾ കുറവായതിനെ തുടർന്ന് ജോലി നഷ്ടമാകാൻ സാധ്യതയുള്ള അധ്യാപകരെ സംരക്ഷിക്കാനാണ് 1997-ൽ 1:40 എന്ന അനുപാതം നിശ്ചയിച്ചത്. അതുവരെ നിലവിലുണ്ടായിരുന്നത് 1:45 എന്ന അനുപാതമായിരുന്നു. ഈ മാസം ആദ്യം തസ്തിക നിർണയം സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ ഉത്തരവിലാണ് 1:40 എന്ന അനുപാതം ഇനി തുടരേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയത്. സർക്കാർ സ്കൂൾ അധ്യാപകർക്ക് തസ്തിക കുറയുന്നതനുസരിച്ച് സ്ഥലം മാറ്റം നൽകി പ്രശ്നം പരിഹരിക്കാമെങ്കിലും സർക്കാർ തീരുമാനം ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത് എയ്ഡഡ് സ്കൂൾ അധ്യാപകരെയാണ്. ഈ ഘട്ടത്തിലാണ് ഹൈസ്കൂളിൽ ഉൾപ്പെടെ തസ്തിക നഷ്ടപ്പെടുന്ന അധ്യാപകരുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയത്. ഇക്കാര്യത്തിൽ അധ്യാപകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം വിഷയത്തിൽ സർക്കാർ വ്യക്തത വരുത്താൻ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആവശ്യം. എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണമാണ് ലക്ഷ്യമെങ്കിൽ, പൊതുവിദ്യാഭ്യാസത്തിന്റെ ശാക്തീകരണമാണ് ലക്ഷ്യമെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം ഒരു തീരുമാനമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഇപ്പോൾ കഴിഞ്ഞു, ഫിക്സേഷൻ സമയം കഴിഞ്ഞു, 20 ഫിക്സേഷൻ കഴിഞ്ഞു. അധ്യാപകർ അങ്കലാപ്പിലാണ്, വിദ്യാർത്ഥികളും ഞാൻ പറയുന്ന വിദ്യാഭ്യാസ മേഖലയാകെ അങ്കലാപ്പിലാണ്. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ 1:40 ഉത്തരവ് പുനഃസ്ഥാപിക്കണം എന്ന് KPST ആവശ്യപ്പെടുകയാണ്. 1:40 എന്ന അനുപാതം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് അധ്യാപക സംഘടനകളുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ഹൈക്കോടതി ഉത്തരവിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം കരുവാരക്കുണ്ട് അരിമണലിലെ ബദൽ സ്കൂളിന് ഉച്ചഭക്ഷണത്തിന് സർക്കാർ സഹായം ലഭിക്കുന്നില്ല. 100-ലേറെ കുട്ടികൾ പഠിക്കുന്ന MGLC സ്കൂളിന് ഉച്ചഭക്ഷണത്തിനുള്ള അരിയോ പോഷകാഹാരങ്ങളോ സർക്കാർ നൽകുന്നില്ല. സ്കൂൾ ഭാരവാഹികളും PTA-യും ചേർന്നാണ് ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നത്. സർക്കാർ അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ച അരിമണലിലെ ഈ ബദൽ സ്കൂൾ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയുണ്ടായിരുന്ന അധ്യാപകരെ സർക്കാർ ജൂൺ 1 മുൻപ് തന്നെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റി നിയമിച്ചിരുന്നു. പിന്നീട് PTA-യുടെ നേതൃത്വത്തിൽ പുതിയ 6 അധ്യാപകരെ നിയമിച്ചാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. സർക്കാർ സഹായം നിലച്ചതോടെ ഇവരുടെ ശമ്പളവും ഉച്ചഭക്ഷണ ചെലവുമൊക്കെ നാട്ടുകാർ പിരിവെടുത്താണ് നടത്തുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർക്കാർ അരി തരുന്നില്ല, ഭക്ഷണങ്ങളൊന്നും തരുന്നില്ല, സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നില്ല.
ഇതൊക്കെ നാട്ടുകാർ പിരിവെടുത്തിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ സ്റ്റേ കൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ കണ്ണ് തുറന്ന് സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് ഇതൊരു LP ആക്കി ഉയർത്തണം എന്നുള്ള ആവശ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ സർക്കാരിന് എതിരായിട്ടോ അല്ലെങ്കിൽ സർക്കാരിന് ബദലായിട്ട് വേറെ സംവിധാനമോ അല്ല ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മുൻപ് പ്രീ പ്രൈമറി അടക്കം 160-ൽ പരം കുട്ടികൾ പഠിച്ചിരുന്ന ഈ സ്ഥാപനം LP സ്കൂളാക്കി ഉയർത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നതിനിടെയാണ് ബദൽ സ്കൂളുകളെല്ലാം നിർത്തലാക്കാൻ സർക്കാർ ഉത്തരവിട്ടത്. ജില്ലയിൽ ഇതടക്കം 6 ബദൽ സ്കൂളുകളാണ് ഇപ്പോൾ കോടതി സ്റ്റേയുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്നത്. കോടതി ഉത്തരവനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാൻ അവകാശമുണ്ടെന്നും ഇവർ പറയുന്നു. പഞ്ചായത്ത് ഏകദേശം 78 ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടാണ് ഈ ബിൽഡിംഗ് ഞങ്ങൾക്ക് പണിത് തന്നത്. അപ്പോൾ ഈ എല്ലാവരുടെയും ബുദ്ധിമുട്ടൊക്കെ ഇതാക്കിയിട്ടാണ് ഞങ്ങൾ ഈ സ്കൂൾ ഇവിടെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇതൊരു LP സ്കൂളാക്കി നിലനിർത്തി സർക്കാർ തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതേസമയം സ്ഥാപനത്തിൽ ഇപ്പോൾ സർക്കാർ നോമിനികളായി ആരുമില്ലാത്തതിനാൽ ഉച്ചഭക്ഷണ ഫണ്ട് കൈമാറാൻ സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. 2003-ൽ മദ്രസ കെട്ടിടത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന് 1/2 കോടിയിലധികം രൂപ മുടക്കി നാട്ടുകാർ വാങ്ങിയ സ്ഥലത്ത് 1 കോടിയോളം രൂപ ചെലവിട്ട് പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് ഇരുനില കെട്ടിടം പണിതത്. ഇവിടെയുള്ള കുട്ടികൾക്ക് തൊട്ടടുത്ത നീലാഞ്ചേരി സ്കൂളിലെത്താൻ 3 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ബദൽ സ്കൂൾ നിലനിർത്താൻ നാടൊന്നാകെ പോരാടുകയാണ് ഇവിടെ. ന്യൂസ് 18 മലപ്പുറം. മരുന്ന് കമ്പനികളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അന്തിമ പരിശോധന നടത്താതെ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ ഉപയോഗിച്ച KMSCL നടപടി വിവാദമാകുന്നു. പേവിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ വാക്സിൻ സ്റ്റോക്കില്ലാതെ വന്നതോടെയാണ് അന്തിമ പരിശോധന പോലും നടത്താതെ മരുന്ന് വാങ്ങിക്കൂട്ടിയത്. പേവിഷബാധ തടയുന്നതിനുള്ള ഇക്വൻ ആന്റി റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ വാക്സിനാണ് അന്തിമ പരിശോധന നടത്താതെ കേരളത്തിൽ ഉപയോഗിച്ചത്. കേന്ദ്ര മരുന്ന് പരിശോധനാ വിഭാഗമായ CDLന്റെ അന്തിമ പരിശോധന നടത്തിയ ശേഷമേ വാക്സിൻ നൽകാറുള്ളൂ. എന്നാൽ പേവിഷബാധ കേസുകൾ വർദ്ധിച്ചതോടെ പരിശോധന നടത്താതെ KMSCL വാക്സിൻ വാങ്ങിക്കൂട്ടുകയായിരുന്നു. ഫലപ്രദമാണോ എന്നും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനാകുമോ എന്നും അന്തിമ പരിശോധന നടത്തേണ്ടത് CDL ആണ്. അന്തിമ പരിശോധന നടത്താതെ മരുന്ന് വിതരണം ചെയ്താലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടാകില്ലെന്ന് മരുന്ന് കമ്പനികൾ KMSCLന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പേവിഷബാധയ്ക്കുള്ള കുത്തിവെപ്പെടുത്തിട്ടും ആളുകൾ മരിച്ച വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലാവുന്നത്. ഇതിനൊക്കെ ഒരു കാരണം ചിലപ്പോൾ ഈ വാക്സിനിന്റെ പ്രശ്നമായിരിക്കാം. കൃത്യമായ പരിശോധനയില്ലാതെ ഇപ്പോൾ നമ്മുടെ ഡ്രഗ് കൺട്രോളർ തന്നെ പറഞ്ഞു, ഉത്തരവാദിത്തം ഏൽക്കാൻ സാധിക്കില്ല, അത് കൊടുക്കാൻ പറ്റില്ല, എത്രത്തോളം ഫലപ്രദമാകുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മുടെ കോർപ്പറേഷൻ അത് തന്നെ നിർബന്ധിച്ചെടുപ്പിച്ച് പരിശോധനകളില്ലാതെ കൊടുത്തത് ഗുരുതരമായ ലംഘനമാണ്, മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേന്ദ്ര ലാബായ CDLന്റെ അന്തിമ അനുമതിയില്ലാതെ വാക്സിൻ വിതരണം ചെയ്തത് ചട്ടവിരുദ്ധമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മരുന്നുൽപാദനം കഴിഞ്ഞ ശേഷം പരിശോധനകൾ പൂർത്തിയാക്കി 40 ദിവസങ്ങൾ പിന്നിട്ടാണ് വിതരണത്തിനെത്തുക. വൈകി ടെൻഡർ നൽകിയ കേരള ആരോഗ്യവകുപ്പ് വാക്സിൻ പെട്ടെന്ന് ലഭ്യമാക്കാനാണ് അന്തിമ പരിശോധന ഒഴിവാക്കിയത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 70ന്റെ നിറവിൽ. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 3 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് തുടക്കമാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ചരിത്രം കേരളത്തിലെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കൂടി ചരിത്രമാണ്. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് 1951-ൽ മെഡിക്കൽ കോളേജ് നാടിന് സമർപ്പിച്ചത്. 52-ൽ ക്ലാസുകൾ ആരംഭിച്ചു. പിന്നീടങ്ങോട്ട് ആദ്യ നഴ്സിംഗ് കോളേജ്, ആദ്യ ദന്തൽ കോളേജ്, ഫാർമസി കോളേജ്, ക്യാൻസർ സെന്റർ തുടങ്ങി എല്ലാം ഒരു വളപ്പിൽ പ്രവർത്തനം തുടങ്ങി. കേരളത്തിലെ ആരോഗ്യമേഖലയിലെ എല്ലാ തുടക്കവും അങ്ങനെ ഇവിടെ നിന്നായി. എഴുപത് വർഷത്തിൽ രാജ്യത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി ആരോഗ്യരംഗത്തെ ഒരു കൂട്ടം വിദഗ്ധരെ സംഭാവന ചെയ്യാൻ മെഡിക്കൽ കോളേജിന് കഴിഞ്ഞു. ഇംഗ്ലണ്ടിൽ പോലും ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 1500ഓളം ഡോക്ടർമാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ നാഷണൽ ഹെൽത്ത് സർവീസിൽ. എനിക്ക് തോന്നുന്നില്ല വേറെ ഇംഗ്ലണ്ടിന് വെളിയിലുള്ള ഒരു സിംഗിൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും ഇത്രയും ഡോക്ടർമാർ അവിടെ UK വർക്ക് ചെയ്യത്തില്ല. അമേരിക്കയിൽ ഇതിൻ്റെ ഇരട്ടി കാണും.
ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാലും അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചൊരു നേഴ്സോ ആദ്യം അറിയാം. ഇവിടുത്തെ നേഴ്സിംഗ് കോളേജിലാണ് ആദ്യം BSc നേഴ്സിംഗ് കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു എല്ലാ മെഡിക്കൽ കോളേജിൻ്റെയും മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണേൽ പറയാം. 3 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്നത്. നാളെ വൈറസ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ വിദഗ്ധരായ ഡോക്ടർമാർ നയിക്കുന്ന ചർച്ചകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് 1951 നിന്ന് 70 വർഷം പിന്നിട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇന്ന് കേരളത്തിലെ എന്നല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ മികച്ച ആശുപത്രികളിൽ ഒന്നായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാറിക്കഴിഞ്ഞു. 10,000-ലധികം പേരാണ് പ്രതിദിനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ആശ്രയിക്കുന്നത്. 70 വർഷം പിന്നിടിന്റെ ആഘോഷങ്ങൾക്കൊപ്പം ഇനിയും ഒരുപാട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നോട്ടു പോകാനുണ്ട്. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ആം ആദ്മി പാർട്ടി BJP പോര് തുടരുന്നതിനിടെ ഡൽഹി നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഡൽഹി സർക്കാരിനെ അട്ടിമറിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന ആരോപണം മുൻനിർത്തിയാണ് ആം ആദ്മി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ ഈ വിഷയം സഭയിൽ ഉന്നയിക്കും. MLA-മാർക്ക് പണം വാഗ്ദാനം ചെയ്ത് ഓപ്പറേഷൻ താമര നടപ്പാക്കാനുള്ള BJP നീക്കം തകർത്തെന്ന് ആം ആദ്മി അവകാശപ്പെട്ടിരുന്നു. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്കെതിരായ മദ്യനയ അഴിമതി ആരോപണത്തിൽ നിയമസഭാ സമ്മേളനം പ്രക്ഷുബ്ധമായേക്കും. ജാർഖണ്ഡിൽ നിയമപോരാട്ടത്തിനൊരുങ്ങി മഹാസഖ്യ സർക്കാർ. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കിയാൽ ഉടൻ കോടതിയെ സമീപിക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് JMM ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ സ്വന്തം പേരിൽ ഖനനാനുമതി നേടിയ കേസിലാണ് ഹേമന്ത് സോറിനെതിരെ നടപടിക്ക് സാധ്യത. സോറിന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണറെ അറിയിച്ചു കഴിഞ്ഞു. ഗവർണർ രമേശ് ഭായിസ് വിഷയത്തിൽ ഇന്ന് തീരുമാനമെടുത്തേക്കും. കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നീളാൻ സാധ്യതയെന്ന റിപ്പോർട്ട്. ഈ മാസം 28-ന് ചേരുന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും. പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഓഗസ്റ്റ് 21-ന് തുടങ്ങി. സെപ്റ്റംബർ 20-ന് പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്ന തരത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരുന്നത്. ഇത് ഏതാനും ആഴ്ചകൾ കൂടി നീളുമെന്നാണ് പുതിയ റിപ്പോർട്ട്. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കും. അതേസമയം രാഹുൽ ഗാന്ധി പ്രസിഡന്റ് പദവി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി നേതാക്കൾ രംഗത്തെത്തി. ഇക്കാര്യത്തിലും യോഗത്തിൽ തീരുമാനമായേക്കും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് NV രമണ ഇന്ന് വിരമിക്കും. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ മുഖ്യ ന്യായാധിപനായി 1.5 വർഷത്തെ സേവനത്തിന് ശേഷമാണ് പടിയിറക്കം. കഴിഞ്ഞ ദിവസം ED കേസിലെ വിധി പുനഃപരിശോധിക്കാനും ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ മോചിപ്പിച്ചതിനെതിരെയും നോട്ടീസ് നൽകി. പെഹാസസ് റിപ്പോർട്ട് ആശങ്കയുണ്ടാക്കുന്നതായും NV രമണ നിരീക്ഷിച്ചു. രാജ്യത്തെ 49ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് UU ലളിത് നാളെ ചുമതലയേൽക്കും. നവംബർ 8 വരെയാണ് ജസ്റ്റിസ് UU ലളിത് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിക്കുക. ഇടവേള. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലനാള. പേടികളെ പോകൂ മനസ്സുകളിൽ
ചാർത്തിടുമേ. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം. പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം. കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും പൂലനാള. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ സാജൻ ഫ്രാൻസിസ് അന്തരിച്ചു. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ CF തോമസിന്റെ സഹോദരനാണ്. ഭൂരഹിതരായ പട്ടികവർഗക്കാരില്ലാത്ത ജില്ലയായി മാറാൻ തലസ്ഥാനം. ചെറ്റച്ചലിലെ ഭൂസമരം കൂടി ഒത്തുതീർപ്പായതോടെയാണ് ഇതിന് വഴി തുറന്നത്. 20 വർഷമായി തുടർന്നു വന്ന തിരുവനന്തപുരം ചെറ്റച്ചലിലെ ഭൂസമരം അവസാനിച്ചതോടെ അപൂർവ നേട്ടത്തിനൊരുങ്ങുകയാണ് തലസ്ഥാനം. ചെറ്റച്ചലിൽ സമരത്തിലായിരുന്ന 33 കുടുംബങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കൈവശരേഖ കൈമാറി. ഇതോടെ ആഗസ്റ്റ് മാസം വരെ തലസ്ഥാന ജില്ലയിൽ അപേക്ഷ നൽകിയ പട്ടികവർഗക്കാർക്ക് മുഴുവൻ ഭൂമി നൽകി കഴിയും. ഭൂപ്രശ്നങ്ങളിൽ ശരിയായ ഇടപെടൽ നടത്തി അർഹരായവരെ ഭൂമിക്ക് അവകാശികളാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചുള്ള ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ ഇനി ഒട്ടും തന്നെ അമാന്തം പാടില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 1 വർഷമാകുമ്പോഴേക്കും ഇനിയുള്ള അപേക്ഷകളെല്ലാം പരിശോധിച്ച് സമയബന്ധിതമായി നമുക്കവർക്ക് അവരുടെ കൈവശ രേഖ കൊടുക്കാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടിയുള്ള നടപടികൾ 14 ജില്ലകളിലും ആരംഭിച്ചു. നമ്മുടെ തിരുവനന്തപുരം ജില്ല അതിൽ ഒന്നാമതായി മാറണം. നമ്മുടെ കളക്ടർ നേതൃത്വത്തിൽ ഇനി ഏകദേശം കുറച്ചധികം ഉണ്ട്, 1000-ലധികം ആളുകൾ കൂടി ഇനിയും കൈവശ രേഖ കൊടുക്കാനുണ്ട്. അത് നമുക്ക് 5-6 മാസം കഴിയും. ഇതിലുള്ള അപേക്ഷകളെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട്. ആ അപേക്ഷകളെല്ലാം സോർട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട 2003-ലാണ് ആദിവാസി ക്ഷേമസഭയുടെ നേതൃത്വത്തിൽ ചെറ്റച്ചലിൽ സമരം ആരംഭിച്ചത്. എന്നാൽ നിയമപ്രശ്നം മൂലം ഭൂമി വിട്ടു നൽകാനാവില്ല എന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. തുടർന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് സമരക്കാർക്ക് ഭൂമി വിട്ടു നൽകാൻ തീരുമാനിച്ചത്.
ചെറ്റച്ചൽ സമരം അവസാനിച്ചതോടെ ഭൂസമരങ്ങളില്ലാത്ത ജില്ലയായി തിരുവനന്തപുരം മാറും. ന്യൂസ് 18 തിരുവനന്തപുരം. തുമ്പയും മുക്കൂറ്റിയും കമ്മലുപൂവും എല്ലാം മുറ്റത്തെ പൂക്കളങ്ങളിൽ നിന്നില്ലാതായി തുടങ്ങിയിട്ട് നാളേറെയായി. ഇക്കാലത്തും പഴമയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ആലപ്പുഴയിലെ സുനിൽ എന്ന കർഷകൻ. ഒപ്പം നാട്ടുപൂക്കളുടെ വ്യാവസായിക പ്രാധാന്യവും അദ്ദേഹം മനസ്സിലാക്കി തരുന്നു. തുമ്പപ്പൂവും തൂശനിലയുമെല്ലാം മലയാളിയുടെ ഓണസങ്കല്പങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. എന്നാൽ നാട്ടുപൂക്കളായ തുമ്പയും മുക്കുറ്റിയുമൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ലഭ്യമല്ലാതായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓണവിപണി ലക്ഷ്യമാക്കി തുമ്പ തന്നെ കൃഷി ചെയ്തിരിക്കുകയാണ് ആലപ്പുഴ ചേർത്തലയിലെ കർഷകനായ സുനിൽ. പതിവ് ശൈലിയിൽ ബന്ദിയും വാടാമല്ലിയും ഒക്കെ തോട്ടത്തിലുണ്ടെങ്കിലും വടക്കൻ കേരളത്തിൽ ഓണത്തപ്പൻ ഒരുക്കുന്നതിൽ തുമ്പപ്പൂവിനുള്ള പ്രാധാന്യം മനസ്സിലാക്കിയാണ് കൃഷി. നാട്ടിൻപുറത്തു നിന്ന് ശേഖരിച്ച തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. നട്ട് 30 ദിവസത്തിനുള്ളിൽ തുമ്പക്കുടം രൂപപ്പെട്ട് പൂക്കൾ വരും. ഉത്രാടത്തിന് തൊട്ടു മുമ്പാണ് വിൽപ്പന. 100 ഗ്രാം തുമ്പക്കുടത്തിന് 100 രൂപ വരെ ലഭിക്കും. കഴിഞ്ഞ ഓണക്കാലത്ത് എറണാകുളത്തുള്ളൊരു സുഹൃത്ത് നമ്മുടെ തുമ്പപ്പൂ തിരക്കിക്കൊണ്ട് ഇവിടെ വന്നു. ആ സമയത്ത് നമുക്ക് തുമ്പപ്പൂ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് തുമ്പപ്പൂ പറിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നി നാടൻ പൂക്കളുടെ ഒരു ശേഖരണം ഉണ്ടായാൽ ഈ ഓണത്തിന് പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതനുസരിച്ച് നമ്മൾ തുമ്പപ്പൂ ഉൾപ്പെടെ നാടൻ പൂക്കളുടെ ഒരു ശേഖരണം ഇവിടെ ഉണ്ടാക്കി. വാടാമല്ലിയുടെ 3 കളർ ഉണ്ട്, അതുപോലെ ബന്ദിയുടെ 2 കളറുണ്ട്, അതുപോലെ ജമന്തി ഉണ്ട്. അങ്ങനെ മൊത്തം 7 കളർ പൂക്കളാണ് ഇപ്പോൾ നമ്മളിവിടെ വിരിയിച്ചിട്ടുള്ളത്. 5 കളർ പൂക്കളുടെ ഒരു കിറ്റ് 500 രൂപയ്ക്ക് അത്തപ്പൂക്കളം ഇടുന്ന ഓരോരുത്തർക്കും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മളിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഒറ്റ ചെടിയിൽ നിന്നും 30 മുതൽ 50 വരെ തുമ്പക്കുടം ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു. തുമ്പയോടൊപ്പം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഇനം വാടാമല്ലി പൂക്കളും സുനിലിന്റെ തോട്ടത്തിലുണ്ട്. കഴിഞ്ഞ തവണ തുമ്പയ്ക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ ആവശ്യമാണ് ഇത്തവണ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിയിലേക്ക് നയിച്ചത്. ന്യൂസ് 18 ആലപ്പുഴ. സ്പോർട്സ്. യുവേഫ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം കരീം ബെൻസെമയ്ക്ക്. കഴിഞ്ഞ സീസണിൽ 15 ഗോളുകൾ നേടിയിരുന്നു. മികച്ച വനിതാ താരമായി ബാഴ്സലോണയുടെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് നാളെ തുടക്കം. UAE ആതിഥ്യമരുളുന്ന ടൂർണമെന്റിലെ ഉദ്ഘാടന മത്സരം ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ്. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച പാകിസ്ഥാനെതിരെ നടക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലനാള.
പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പി പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം കുഞ്ഞാ. നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് India's pride, my pride. VKC Pride. Celebrate hard work. തലശ്ശേരിയിൽ കാണാതായ സംരംഭക ദമ്പതികളെ കണ്ടെത്തി. രാജ്കുമാറും ശ്രീദിവ്യയും കോയമ്പത്തൂരിൽ. ഇരുവരെയും ഉടൻ നാട്ടിലെത്തിക്കും. മറ്റാർക്കും ഈ ദുരവസ്ഥ ഉണ്ടാകരുതെന്ന് സഹോദരൻ ന്യൂസ് 18നോട്. ഉണ്ടാവാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ ലോക്കൽ ബോഡീസിൻ്റെ കാര്യത്തിൽ നിന്നും. അതായത് എല്ലാ രാഷ്ട്രീയക്കാരും ഇതുപോലുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ട് നാട് നന്നാക്കാനുള്ള ഒരു നല്ല പ്രവർത്തനം ഉണ്ടാവട്ടെ. പാലക്കാട് യുവാവിനെ പുഴയിൽ കൊന്നുതള്ളിയ കേസിൽ 6 പേർ പിടിയിൽ. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സുവീഷിന് ഭീഷണിയുണ്ടായിരുന്നുവെന്ന് അമ്മ. CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ചേരിതിരിഞ്ഞ് മത്സരം. കൗൺസിലിന് പിന്നാലെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ്. KP സുരേഷ് രാജ് ജില്ലാ സെക്രട്ടറി. പിന്നോട്ടിൽ നിന്ന് വിഴിഞ്ഞം പ്രക്ഷോഭകർ. സമരം 11ാം ദിവസം. ശക്തമാക്കാൻ ലത്തീൻ സഭ. സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള അദാനി ഗ്രൂപ്പിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. അന്തിമ പരിശോധന നടത്താതെ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ വാങ്ങി. കേരള മെഡിക്കൽ കോർപ്പറേഷൻ നടപടി വിവാദത്തിൽ. ഉപയോഗിച്ചത് കേന്ദ്ര മരുന്ന് പരിശോധനാ വിഭാഗത്തിന്റെ അന്തിമാനുമതിയില്ലാതെ. ചരിത്രനിയോഗവുമായി താഹിറ നാട്ടിലെത്തി. രാജ്കുമാർ തങ്കപ്പന്റെ ചിതാഭസ്മം ഇന്ന് കന്യാകുമാരിയിലെത്തി കൈമാറും. UAE-യിൽ നിന്ന് ചിതാഭസ്മം നാട്ടിലെത്തിക്കുന്നത് ഇതാദ്യം. ഡൽഹി നിയമസഭാ സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കം. പ്രത്യേക സമ്മേളനം ഓപ്പറേഷൻ താമരയുടെ പശ്ചാത്തലത്തിൽ. BJPയുടെ അട്ടിമറി നീക്കം കെജ്രിവാൾ സഭയിൽ ഉന്നയിക്കും. കരീം ബെൻസേമ യുവേഫ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമാക്കിയത് റയലിനായി നടത്തിയ മിന്നും പ്രകടനം. ബാഴ്സയുടെ അലക്സിയ പുട്ടിയസ് വനിതാ താരം.
ചരിത്ര നിയോഗവുമായി താഹിറ യുഎഇയിൽ നിന്ന് നാട്ടിലെത്തി. 2 വർഷം മുൻപ് കോവിഡ് ബാധിച്ച് മരിച്ച കന്യാകുമാരി സ്വദേശി രാജ്കുമാർ തങ്കപ്പന്റെ ചിതാഭസ്മവുമായാണ് കോഴിക്കോട് സ്വദേശി താഹിറ കല്ലുമുറിക്കൽ എത്തിയത്. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ താഹിറ ഉച്ചയോടെ കന്യാകുമാരിയിലെത്തി ചിതാഭസ്മം കൈമാറും. ആദ്യമായാണ് യുഎഇയിൽ മരിച്ചയാളുടെ ചിതാഭസ്മം നാട്ടിലെത്തിക്കുന്നത്. 2020 മെയ്യിലാണ് കന്യാകുമാരി സ്വദേശി രാജ്കുമാർ തങ്കപ്പൻ യുഎഇയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഏറ്റെടുക്കാൻ ആരുമില്ലാതെ മൃതദേഹം യുഎഇയിൽ തന്നെ സംസ്കരിച്ചു. രാജ്കുമാറിന്റെ ചിതാഭസ്മം ഏറ്റുവാങ്ങിയത് സുഹൃത്തായ കോട്ടയം സ്വദേശി സിജോ പോൾ. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നാട്ടിൽ വരാൻ സിജോയ്ക്ക് കഴിഞ്ഞില്ല. സ്വന്തം താമസ സ്ഥലത്ത് സിജോ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചു. അമ്മയെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ട രാജ്കുമാറിന്റെ മക്കൾ അച്ഛൻ്റെ ചിതാഭസ്മമെങ്കിലും ഏറ്റുവാങ്ങണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതറിഞ്ഞാണ് യുഎഇയിൽ ആരോഗ്യ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന താഹിറ ഈ ദൗത്യം ഏറ്റെടുത്തത്. എല്ലാവർക്കും ഒരു പ്രശ്നം, ഇതെങ്ങനെ കൊണ്ടുപോകും, ബാക്കി പേപ്പർ വർക്കുകൾ ഇതിന് ഒരുപാടുണ്ട്. കാരണം 2 വർഷമായല്ലോ. ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ആണ് എന്നെ പിന്നെ അവനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ കുടുംബത്തിനും ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഏറെ സങ്കീർണമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് ഒടുവിൽ താഹിറ ചിതാഭസ്മവുമായി കന്യാകുമാരിയിലേക്ക് തിരിച്ചത്. ലുലു ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മേധാവി വി നന്ദകുമാർ ഇതിനുള്ള ചെലവ് വഹിച്ചു. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തയാളുടെ ചിതാഭസ്മവുമായി താഹിറ എത്തുമ്പോൾ കന്യാകുമാരിയിൽ കാത്തിരിക്കുകയാണ് രാജ്കുമാറിന്റെ പ്രിയപ്പെട്ടവർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. താഹിറ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. അല്പസമയത്തിനകം കന്യാകുമാരിയിലേക്ക് അവർ തിരിക്കും. SS ശരൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരൺ, വലിയ ദൗത്യമാണ് അവർ ഏറ്റെടുത്തത്. അത് സഫലീകരണത്തിലേക്ക് എത്തുന്ന സാഹചര്യവും അല്പസമയത്തിനകം സംഭവിക്കും. അവരോട് സംസാരിക്കാൻ സാധിച്ചോ? ഈ മിഷനുമായി ബന്ധപ്പെട്ട് അവർ പങ്കുവെക്കുന്ന ആത്മവിശ്വാസം, അവരുടെ ഒരു ഈ പറഞ്ഞതുപോലെയുള്ള ലക്ഷ്യപൂർത്തീകരണത്തിലുള്ള സംതൃപ്തി, അതൊക്കെ എന്താണ്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ദൗത്യമാണ് താഹിറ ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും താഹിറ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. മരിച്ച കന്യാകുമാരി സ്വദേശി രാജ്കുമാറിന്റെ ചിതാഭസ്മവുമായിട്ടാണ് താഹിറ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് യാത്ര തിരിക്കും. അവിടെ എത്തിയാണ് ഈ മരിച്ച രാജ്കുമാറിന്റെ മക്കൾക്ക് ചിതാഭസ്മം കൈമാറുക. ഏതായാലും ആ വലിയ ദൗത്യം ഏറ്റെടുത്ത താഹിറ ഇപ്പോൾ ന്യൂസ് 18-നൊപ്പം ചേരുകയാണ്. അതായത് ഇത്തരത്തിലൊരു ദൗത്യത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? മരിച്ച രാജ്കുമാറിൻ്റെ മകൾ വഴിയാണ് ചിതാഭസ്മം അവിടെ സൂക്ഷിച്ച വിവരം ഞാൻ അറിയുന്നത്. അപ്പം അവർ തന്ന നമ്പർ പ്രകാരം സിജോ പോൾ എന്ന വ്യക്തിയെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞു എന്നും എന്തുകൊണ്ടാണ് ചിതാഭസ്മം അവിടെ അവരുടെ കൂടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നും അത് നാട്ടിലെത്തിക്കാനുള്ള പേപ്പർ വർക്കുകളുടെ ബുദ്ധിമുട്ട് എന്താണെന്നും അവരിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ അവിടുത്തെ ഒരു ഗവൺമെൻറ് അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ്, ആരോഗ്യ പ്രവർത്തകയാണ്. കോവിഡ് സമയത്ത് ഏഷ്യൻ കൺട്രീസിൻ്റെ കെയർ കോർഡിനേറ്റർ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുമായിട്ടും വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അന്ന് കോവിഡൊക്കെ വന്ന് മരിച്ച ആളുകളുടെ ഡെഡ് ബോഡി എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു ധാരണയും, അതിനോടൊപ്പം ആ സമയത്താണ് ആദ്യമായിട്ടൊരു സാമൂഹ്യ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നതും. കാരണം കോവിഡാണല്ലോ നമ്മളെ ഒരു മനുഷ്യൻ എന്താവണം അല്ലെങ്കിൽ എന്താവരുത് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു കാലം കൂടിയാണെന്നാണ് ഞാനിപ്പോഴും ഇനിയും വിശ്വസിക്കാനും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഈ ഡെത്ത് പ്രൊസീജിയർ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന ഫോർമാലിറ്റീസ് എന്താണെന്ന് എനിക്കൊരു റഫ്ലി ഒരു ഐഡിയ ഉണ്ട്. പിന്നെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന പേപ്പേഴ്സ് എല്ലാം റിവ്യൂ ചെയ്തു. അതിൽ മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സും പിന്നീട് ഇന്ത്യൻ കോൺസുലേറ്റ്, ഇവരുടെ ഡെത്ത് രജിസ്റ്റർ ചെയ്തത് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലായിരുന്നു. അവിടെ അപ്രോച്ച് ചെയ്തപ്പോൾ ബാക്കി മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലായി. അതിനിടയ്ക്ക് ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു. കാരണം ചില സമയങ്ങളിൽ ചില അതോറിറ്റി അവരുടെ മാനേജ്മെൻറ്റ് ചേഞ്ച് ആവും. അപ്പോൾ ഇവരെ ക്രിമേറ്റ് ചെയ്ത ക്രിമിറ്റോറിയത്തിൻ്റെ മാനേജ്മെൻറ്റ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടൊരു നിമിഷം. കാരണം അവിടുന്ന് ഒഫീഷ്യലി ഇന്ന ആളുടെ മൃതദേഹം ഇന്ന സമയത്ത് ക്രിമേറ്റ് ചെയ്തു എന്ന് അവിടുന്ന് സൈൻ ആൻഡ് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളൊരു പേപ്പർ കിട്ടണം. അത് മാത്രമേ ഉള്ളൂ കോൺസുലേറ്റ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് അവരുടെ മാനേജ്മെൻറ്റ് മാറിയത് കാരണം അവർക്ക് ഓൾഡ് ഡോക്യുമെൻറ്റ്സ് റീഇഷ്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നീട് കാണാൻ ഇതൊരു സെൻസേഷൻ ആക്കണം എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ
ആ രീതിയിലല്ല ഞങ്ങൾ ആദ്യം ഇതിനെ അപ്രോച്ച് ചെയ്തത്. ഏതെങ്കിലും ഒരാൾ ദുബായിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ടേക്ക് വരുമ്പോൾ ഈ ന്യൂസ് കണ്ടിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് അവരെ കൊണ്ട് നമ്മളിത് കൊണ്ടു കൊടുപ്പിക്കുക എന്നായിരുന്നു. കാരണം എനിക്കും ലീവൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, സിജോയ്ക്ക് തീരെ ലീവ് കിട്ടാനും ചാൻസ് കുറവായിരുന്നു. അങ്ങനെ അതിലോട്ട് നിൽക്കുമ്പോഴാണ് സിജോയ്ക്ക് ബുദ്ധിമുട്ട്. ആരും പിന്നെ മുന്നോട്ടേക്ക് വന്നില്ല. കാരണം നമ്മളുടെ പാസ്പോർട്ട് പോയിട്ട് നമ്മൾ തന്നെ ഫിസിക്കലി പ്രസൻ്റ് ആവേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് എല്ലാവർക്കും എല്ലാ സമയത്തും ലീവ് കിട്ടിക്കൊള്ളണം എന്നില്ല. അതിൽ മുന്നോട്ടേക്ക് ഇറങ്ങി ചോദിച്ച സമയത്ത് എനിക്ക് അങ്ങനെ പോകേണ്ട സമയത്തൊക്കെ എനിക്ക് ലീവ് കിട്ടി. കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, ഫിസിക്കലി പോകേണ്ട സ്ഥലങ്ങളിൽ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവസാനം ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങളായിരുന്നു. അതെ, ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു മാസത്തോളമായി ഞങ്ങളിതിൻ്റെ പിറകിലായിട്ട്. ഇന്ന് നമുക്കൊരു യാത്ര എപ്പോഴും, ഞങ്ങളൊക്കെ പ്രവാസിയാണ്, 10-15 വർഷമായി. എപ്പോഴും നാട്ടിലോട്ടേക്കുള്ള സ്റ്റാറ്റസ് ഇടുമ്പോൾ ഫീലിംഗ് ഹാപ്പി അല്ലെങ്കിൽ എക്സൈറ്റഡ് എന്നുള്ള ഒരു സ്റ്റാറ്റസാണ് ഏതൊരു പ്രവാസിയും തിരിച്ച് കുടുംബത്തിലോട്ടേക്ക് പോകുമ്പോൾ. ഈ യാത്രയിൽ മാത്രം നമുക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ചുള്ള ഒരു ഫീൽ ചെയ്തൊരു യാത്ര. കാരണം സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനാണല്ലോ, അല്ലെങ്കിൽ ഉപ്പ അതാണ്. ആ ഉപ്പയായിട്ട് തിരിച്ചു വരുന്നത് ഒരിക്കലും നമുക്കൊരു ഭസ്മമായിട്ട് തിരിച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഈവൺ എനിക്ക് വരെ. ഇപ്പം ഞാനിപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. എന്തായിരിക്കും അവിടുത്തെ ആക്സെപ്റ്റൻസ് എന്ന് നമുക്കറിയാം. ഇത് ആദ്യമായിട്ടായിരിക്കുമല്ലോ ഒരാളുടെ ചിതാഭസ്മം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ചിതാഭസ്മം അല്ല, കൊണ്ടുവന്നിട്ടുണ്ടാവും മുന്നേ. പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സൂക്ഷിച്ച് പേപ്പേഴ്സുകൾ മിസ്സായ അങ്ങനത്തെ ഒരു കുറേ ഡിഫിക്കൽട്ട് പ്രൊസീജിയറിൽ കൂടെ കടന്നു പോയിട്ട് ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ചിതാഭസ്മം എത്തുന്നത് ആദ്യമായിട്ടായിരിക്കും. സാധാരണ സ്വന്തമായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആയിരിക്കും ഇത് കൊണ്ടുവരിക. പക്ഷേ ഇതിപ്പോൾ നിയോഗം എന്നിലൂടെയും സിജോയിലൂടെയൊക്കെയാണ്. ഞങ്ങളാരും ഇതുവരെ പരസ്പരം കണ്ടിട്ടോ അറിയാത്തോ ആളുകളാണ്. ഏതായാലും തികച്ചും മഹനീയമായ പ്രവർത്തനങ്ങളാണ് ഈ സിജോയുടെയും താഹിറയുടെയും ഭാഗത്തു നിന്നുണ്ടായെന്ന് തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം 2 വർഷത്തോളം സുഹൃത്തായ രാജ്കുമാറിന്റെ ചിതാഭസ്മം സിജോ സൂക്ഷിക്കുന്നു. അതിനുശേഷമാണ് അത് താഹിറയ്ക്ക് കൈമാറിയിരിക്കുന്നത്. താഹിറ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി കന്യാകുമാരിയിലെത്തി രാജ്കുമാറിന്റെ മക്കൾക്കിത് കൈമാറുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ചിതാഭസ്മം കൈമാറുമ്പോൾ വൈകാരികമായ, നമുക്കറിയാം ഇപ്പോൾ താഹിറ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ യുഎയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി എത്തുന്ന ഒരാൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ വൈകാരികമായ ഒരു ബന്ധം കൂടി വന്നിരിക്കുകയാണ്. സ്വാഭാവികം ചിതാഭസ്മവുമായിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മക്കളെ ഏൽപ്പിക്കുന്നു എന്നുള്ള 10 മടങ്ങ് സന്തോഷവും താഹിറയുടെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. രഞ്ജിത്ത്, ഇതാണ്, അതായത് ഉച്ചയോടുകൂടി കന്യാകുമാരിയിൽ താഹിറ എത്തും. അവിടെ വെച്ച് രാജ്കുമാറിന്റെ മക്കൾക്ക് ചിതാഭസ്മം കൈമാറും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേപ്പർ വർക്കുകൾ വേണ്ടി വന്നു ശരൺ. ഇത് നേരത്തെ പലതവണ ഒരുപക്ഷെ ചിതാഭസ്മം കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ പേപ്പറുകൾ നഷ്ടപ്പെടുന്നു, ഇത്രകാലം കാത്തിരിക്കേണ്ടി വരുന്നു. ഈ താഹിറ ഇത് വിവരം മനസ്സിലാക്കുന്നു, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ സഹായവും സ്വാഭാവികമായും അവർക്ക് ലഭിച്ചു കാണുമല്ലോ. ഇന്ത്യൻ എംബസി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ചില വ്യവസായ പ്രമുഖരുമൊക്കെ അവരെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു ചരിത്ര ദൗത്യം അത് പൂർത്തിയാക്കുമ്പോൾ അവർ പങ്കുവെക്കുന്ന വികാരം അത് പലതരത്തിലാണ്. അത് കുറച്ചുകൂടി അവരോട് അവരിൽ നിന്ന് നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒട്ടേറെ പേരുടെ സഹായം ലഭ്യമായ ശേഷമാണ് താഹിറയ്ക്ക് ഈ ചിതാഭസ്മം ലഭിക്കുന്നത്. അതിനുശേഷമാണ് താഹിറ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരുപാട് പ്രോസസ്സ്, 1 മാസം നീണ്ടു നിന്ന പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇതിനിടയിൽ സഹായിക്കാൻ ഒരുപാട് പേർ എത്തിയിട്ടുണ്ടാവും. അവരെ കുറിച്ചൊന്ന് പറയാം. ഒരുപാട് സംഘടനകൾ. കാരണം ഞാൻ കോവിഡ് സമയത്ത് അലൈനിലായിരുന്നു. അലൈനിലാണ് എൻ്റെ വർക്ക് പ്ലേസ്, അബുദാബി എമിറേറ്റിൽ. ആ സമയത്ത് എനിക്ക് അലൈനിലുള്ള ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ, അതിൽ എടുത്തു പറയേണ്ട ആൾ ഒന്ന് സമദിക്ക എന്ന് പറയും. അലൈൻ KMCCയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സംഘടനയാണ് അത്. അലൈനിൽ എന്ത് മരണം നടന്നു കഴിഞ്ഞാലും അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് സമദിക്ക. അപ്പോൾ എനിക്കറിയാം പേപ്പർ വർക്കുകൾ ഒരുപാട് ഈസി ആവാൻ സമദിക്കാൻ്റെ ഒരു അഡ്വൈസ് എനിക്കെപ്പോഴും കിട്ടുമെന്നുള്ള. പിന്നെ ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററിൻ്റെ പ്രസിഡന്റ് മുബാറക് മുസ്തഫ സാറ്, ഇവർ വഴിയാണ് എനിക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് ദുബായിൽ പിന്നെ ഇന്ന ആളെടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്നതുപോലെ നമുക്ക് ഹെൽപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞു തന്ന കുറച്ച് വ്യക്തികൾ. പിന്നെ ഇന്ത്യൻ കോൺസുലേറ്റിലെ 1 മിസ്റ്റർ ഫെബിൻ, ഇത് അവിടെ എത്തി കോൺസുലേറ്റിൽ എത്തിയിട്ട്
സ്വാഭാവികമായും എൻ്റെ അട്ടയറും ഞാനൊരു ചിതാഭസ്മവുമായിട്ട് ചെല്ലുമ്പോൾ ഒരുപാട് പേർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ മരിച്ച ആൾ എനിക്കും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ള. അപ്പം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സ്റ്റോറികളൊന്നും ഇല്ല. അയാൾ എനിക്ക് ഫാമിലി ഫ്രണ്ട് അല്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ കൊളീഗല്ല. പക്ഷേ ഇത് ഒന്നിൽ നിന്ന് മുതൽ സ്റ്റോറി എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നാണെങ്കിൽ പോലും, എൻ്റെ പരിചയത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും. കാരണം ഞാനിപ്പോൾ ഇന്നലെ ജോലിയിൽ നിന്ന് കുറച്ച് നേരത്തെ പോയിട്ട് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചിലവും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലവൊക്കെ ഏറ്റെടുത്തു ആരായിരുന്നു ഏറ്റെടുത്തു? അല്ല, ചിലവ് ഇതിൻ്റെ പേപ്പർ വർക്കുകൾക്ക് പോകേണ്ട ചിലവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെയാണ്. കാരണം ആരോടാണ് നമ്മൾ ചോദിക്കുക? ഇവിടെ അച്ഛനും ഇല്ല അമ്മ ഇല്ലാണ്ട് ജീവിക്കുന്ന കുട്ടികളോടോ? പിന്നെ സാധാരണ ഒരു ബ്ലൂ കോളർ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സിജോ. അപ്പോൾ പിന്നെ അവരെയൊക്കെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെയാണ് ആ ചിലവ് ഏറ്റെടുക്കാൻ അർഹിക്കുന്നത് എനിക്ക് തോന്നി. ഞാൻ ഇറങ്ങി തിരിച്ചല്ലോ, അപ്പോൾ പിന്നെ എനിക്കത് ഏറ്റെടുക്കാൻ തോന്നി, ഞാൻ ചെയ്തു. പക്ഷേ ട്രാവലിങ്ങിന് എന്നെ ലുലു ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്തു. ഈ മാതൃഭൂമി ന്യൂസിൽ അവർ ചെയ്തൊരു സ്റ്റോറി ബേസ് ചെയ്തിട്ട് പിന്നെ ട്രാവലിങ്ങിന് അവരെനിക്ക് സപ്പോർട്ട് ചെയ്തു. അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ ചിലവും ട്രാവലിങ്ങും അതെല്ലാം പറ്റുവാണെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാലറി എനിക്ക് മന്ത്ലി വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ. അതിനെല്ലാം അപ്പുറം ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ സമൂഹത്തിന്റെ ആകെ വലിയ പിന്തുണ കിട്ടുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം അല്ലേ ഈ കാലഘട്ടത്തിൽ? അത് നിങ്ങൾ ഇവിടെ ഇരുന്ന് നമ്മൾ ചിലപ്പം FB ഒക്കെ നോക്കുമ്പോൾ പഠിച്ചോണ്ടേ നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഞാൻ കണ്ടിരുന്ന ഹിന്ദു സുഹൃത്തോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സുഹൃത്തോ എന്നെ ഇനിയിപ്പോൾ വല്ല തീവ്രവാദിയാക്കുമോ, അല്ലെങ്കിൽ എന്നെ ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ പേരിൽ എന്താ പറയുക എന്ന് ചിന്തിക്കുന്ന ഒരു ഭീതി ഒരുപാട് പേരിലുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ ആ ഭീതി എന്നോട് പങ്കുവെക്കുക കൂടെ ചെയ്തിട്ടുണ്ട്. താഹി, ഇതൊരു ചിതാഭസ്മമാണ്, അതിൻ്റെ പവിത്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇത് പറയുമ്പോഴും പല ആളുകളും എന്നോട് പറയുമ്പോഴും ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ? ഒരിക്കൽ പോലും കാണാത്ത ഒരു വ്യക്തിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചത് ഒരു ക്രിസ്ത്യാനിയാണ് അല്ലേ? അവൻ അതിൻ്റെ പവിത്രതയോട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണനയിലാണ് ആ ചിതാഭസ്മം അവിടെ സൂക്ഷിച്ചത്. അത് ഞാൻ ഏറ്റെടുക്കുമ്പോഴും ഈ റെക്സി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മോളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കല്ലറയിൽ ഒരു കല്ല് വെച്ചിട്ട് ഇവിടെ അച്ഛൻ ഉറങ്ങുന്നു എന്ന് വിചാരിക്കുമ്പോൾ ആ മോളെ എനിക്കൊരു അനിയത്തിനെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അവിടെ ഞാൻ എൻ്റെ മതമോ ഞാൻ എൻ്റെ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ഈ ചിതാഭസ്മം ഞാൻ തൊട്ടാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഫീലിങ്സ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ആ കുട്ടിക്കും ആ കുടുംബത്തിനും അതിനെ കൊണ്ട് കിട്ടുന്ന സമാധാനം, അത് ഞാനെന്നുള്ള വ്യക്തിനെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പടച്ചോൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പൂർത്തീകരിക്കണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ എനിക്ക് ചിതാഭസ്മം ഇവിടേക്ക് കൊണ്ടുവരാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മക്കളെ അറിയിച്ചപ്പോൾ അവരുടെ ഒരു വികാര പ്രകടനം എങ്ങനെ? ഓഫ് കോഴ്സ് അത് കരയിലല്ലാണ്ട് വേറെ എന്താ അവരെന്നോട് പറയാ? അക്ക എന്ന് കൂപ്പിടണം, എൻ്റെ തമിഴിൽ പറഞ്ഞു. അക്ക എന്ന് പറയുമ്പോൾ സിസ്റ്ററാണ്, അങ്ങനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരേ അച്ഛനും അമ്മയ്ക്കും ജനിക്കണം എന്നില്ല എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് ആ കുട്ടി എന്നോട് സംസാരിച്ചത്. ഭയങ്കര ഇമോഷണലായിരുന്നു ഈവൻ എനിക്കും. അത് തന്നെയാണ്. പിന്നെ നമ്മൾ പ്രവാസികളിൽ ഹിന്ദു ഇല്ല, മുസ്ലിമും ഇല്ല, ക്രിസ്ത്യാനും ഇല്ല, ആരും ഇല്ല. ഞങ്ങളെല്ലാവരും ഒരു റൂമിലും ഒരു വർക്ക് പ്ലേസിലും നിങ്ങൾ ഇവിടെ കാണുന്ന അല്ലെങ്കിൽ FBയിലോ മറ്റ് പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ കാണുന്ന ഒരു ഡിസ്ക്രിമിനേഷനും ഞങ്ങൾക്ക് അവിടെ ഇല്ല. ഇനി തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ചിന്തകളൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കും വന്ന മെസ്സേജസും എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എനിക്ക് വന്ന മെസ്സേജസൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഈ സമൂഹത്തിനോട് പറയാനുള്ളത്, എൻ്റെ മരിച്ചു കഴിഞ്ഞാൽ മണൽത്തരീൻ്റെ പോലും കട്ടയില്ലാത്ത ആഷസാണ് നമ്മളൊക്കെ. ഇവിടെ നിൻ്റെ ജാതിയോ നിൻ്റെ മതമോ നിൻ്റെ പണമോ അല്ലെങ്കിൽ നിൻ്റെ പ്രശസ്തിക്കോ ഒന്നും ഒരു വാല്യൂ ഇല്ല. ജീവിക്കുമ്പോൾ ജീവിച്ചിരുന്നിരുന്നു എന്നുള്ളതിന് നല്ലൊരു തെളിവായിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ താഹിറ അല്ലെങ്കിൽ സിജോ അങ്ങനത്തെയൊക്കെ വ്യക്തികളും അതുപോലെ നിങ്ങളും ജീവിച്ചിരുന്നിരുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവിടെ നീ ഹിന്ദു ആയിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ എൻ്റെ മതത്തെ ഉയർത്തിക്കൊണ്ട് മാത്രം ജീവിച്ചു എന്ന് ചിന്തിക്കാണ്ട് ഞാൻ മനുഷ്യനായിട്ട് ജീവിച്ചു എന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു സന്ദേശം കൂടി അതിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്തൊരു കാര്യത്തിന് അൽഹംദുലില്ലാഹ് എനിക്കൊരു നല്ല ഫീലുണ്ട്.
ഏതായാലും താഹിറ ഏറ്റെടുത്ത ആ വലിയ ദൗത്യം അത് വിജയത്തിലേക്ക് അതിന്റെ വലിയ സന്തോഷമാണ് താഹിറയുടെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ കടമ്പകളായിരുന്നു താഹിറയ്ക്ക് മുന്നിലുണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മാസത്തോളം നീണ്ടു നിന്ന ആ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് താഹിറ രാജ്കുമാറിന്റെ ചിതാഭസ്മവുമായിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് താഹിറ ഇവിടേക്ക് എത്തിയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ കന്യാകുമാരിയിലേക്ക് പോയി അവിടെ വെച്ചാണ് രാജ്കുമാറിന്റെ മക്കൾക്ക് ചിതാഭസ്മം കൈമാറുകയും ചെയ്യുക. ഏതായാലും വിശദീകരിക്കുകയായിരുന്നു ന്യൂസ് 18നോട് എങ്ങനെയാണ് കഴിഞ്ഞ കുറേ നാളുകൾ താഹിറ ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയായിരുന്നു. ഒപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണ അതാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെ ഒരു ദൗത്യം താഹിറ ഏറ്റെടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറമുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണ ഇതിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കൂടിയാണ് താഹിറ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് 18നൊപ്പം ചേർന്നതും അവരുടെ ഈ ദൗത്യത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചതും ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതിൽ സംതൃപ്തിയുണ്ടെന്ന് രാജ്കുമാർ തങ്കപ്പന്റെ മകൻ അക്ലീൻ രാഹുൽ ന്യൂസ് 18നോട് പറഞ്ഞു. UAEയിൽ ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ തയ്യാറായ താഹിറയുടേത് വലിയ സഹായമെന്നും അക്ലീൻ രാഹുൽ ന്യൂസ് 18നോട് പറഞ്ഞു. 2020 துபாய்க்கு வேலைக்கு போன அப்பா அங்கேருந்து தவறிட்டார் கொரோனானால. அப்போ அங்கேருந்து எங்களால் இங்கே பாடி கொண்டு வர முடியல. கொரோனா ஸ்டேஜ்னால அங்கேருந்து கொடுக்கவும் இல்லை. இப்போ அங்கே வச்சு எல்லாமே பண்ணிட்டாங்க. அப்போ எங்களுக்கு இங்கே இருந்து நான் பண்ண வேண்டியது அங்கே சிஜோபால்னு ஒருத்தர் அங்கே இருந்து பண்ணார். அப்பா ஒரு அநாத ஆசிரமத்தில் படித்த அதே இதில் அவர் படித்த ஒரு ஆள் தான் இந்த சிஜோபாலுங்கிறவர். இப்போ அவர் அங்கேருந்து பண்ணிவிட்டு அவரால் இங்கே வர முடியாத சுச்சுவேஷன். அதனால் சாம்பலை இங்கே கொண்டு வரவும் முடியல. அப்போது 2 வருஷம் ஆனதுனால எங்களுக்கும் அப்பாவும் பார்க்க முடியல, சாம்பலாச்சு இங்கே வரணும்னு நினச்சிட்டு இருந்தோம். அப்போ இங்கே தெரிஞ்சவங்க கிட்ட எல்லாம் பேசி சோசியல் மீடியாவில் இதை பற்றி போட்டப்போ இங்கே கேரளாவை சேர்ந்த தாகிரான்னு ஒரு அக்கா அங்கே வேலை பார்த்துட்டு இருந்தாங்க. அவங்க சோசியல் ஒர்க்கரும். அதனால அவங்கள காண்டாக்ட் பண்ணி ஆஷை வாங்கிட்டு அடுத்து இப்போ இங்கே கொண்டு வந்துட்டுருக்காங்க. இன்றைக்கி மத்தியானத்துக்குள்ளே கொண்டு வந்துடுன்னு சொல்லியிருக்காங்க. அப்புறம் இங்கே அம்மாவோட கலரை இருக்குது, அதுக்கு பக்கத்துலேயே அப்பாவோட ஆஷ் வச்சு கலரை கட்டலான்னு சொல்லிட்டு பார்த்துட்டு இருந்தோம். இது எங்களுக்கு ஒரு பெரிய உதவி. இப்போ இருக்க இந்த நிலைமையில் யாருமே இது பண்ண மாட்டாங்க. அது இந்த கொரோனாவில் இருந்ததுனாலேயே அங்கே வச்சிருக்க கூட நிறைய பேர் பயப்பட்டாங்க. ஆனால் இவங்க தைரியமாக எடுத்துகிட்டு வரேன்னு சொன்னது எங்களுக்கு ரொம்ப சந்தோஷமாக இருக்குது. കന്യാകുമാരിയിൽ നിന്ന് സജയൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സജയൻ, 2 വർഷത്തെ ആ കുട്ടികളുടെ കാത്തിരിപ്പ് അത് അവസാനിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ തങ്ങളുടെ പിതാവിൻ്റെ ചിതാഭസ്മം നാട്ടിലെത്തുന്നു. വൈകാരികമായ നിമിഷങ്ങളായിരിക്കും അല്ലേ, അവിടെ അവർ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും. അതായത് 2020 മെയ് മാസത്തിലാണ് രാജ്കുമാർ ദുബായിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരിക്കുകയും അന്നത്തെ സാഹചര്യത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ പറ്റാതെ അവിടെ തന്നെ സംസ്കരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് തന്നെ 2012 ഈ കുട്ടികളുടെ രാജ്കുമാറിന്റെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ്. ഇപ്പോൾ അവർക്ക് 22ഉം 18ഉം വയസ്സ്. ഇവരുടെ മാതാവ് 2012 നേരത്തെ തന്നെ ഒരു അപകടത്തിൽ മരിക്കുകയായിരുന്നു, ലതാ പുഷ്പം. തുടർന്ന് രാജ്കുമാർ മരിച്ചതോടെ തീർത്തും അനാഥരായ ഈ കുട്ടികൾ ബുക്ലിൻ റെക്സി, അക്ലീൻ രാഹുൽ ഇവർ തീർത്തും അനാഥരായിരുന്നു. ഇവർ അച്ഛന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചിതാഭസ്മമെങ്കിലും നാട്ടിലെത്തിക്കണമെന്ന് ഇവരുടെ ആഗ്രഹമുണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടി പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇവരുടെ മാതാവിന്റെ സമീപത്ത് തന്നെ പിതാവിനും കല്ലറ കെട്ടി ചിതാഭസ്മം തങ്ങൾക്ക് കൈമാറി കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ മരണാനന്തര ചടങ്ങുകൾ ചെയ്ത ചിതാഭസ്മം അവിടെ സൂക്ഷിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അച്ഛന്റെ സുഹൃത്തും ഇതേപോലെ അനാഥത്വം എന്തെന്ന് പറഞ്ഞ അനാഥ ആശ്രമത്തിൽ വളർന്ന സിജോ എന്ന ഒരു സുഹൃത്ത് മുഖാന്തരം ഇവർ തീവ്രമായി ബന്ധപ്പെടുകയും പലതവണ ബന്ധപ്പെടുകയും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ചിതാഭസ്മം വാങ്ങി സിജോ സൂക്ഷിക്കുകയായിരുന്നു. തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്യായിരുന്നു. ഈ കുട്ടികളുടെ അച്ഛന്റെ ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ കുട്ടികൾ അവിടെ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം താഹിറ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് ചിതാഭസ്മവുമായി പുറപ്പെടും. അതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. സജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.
ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും പൂലനാള പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുന്നേ സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും പൂലനാള കോയമ്പത്തൂരിൽ നിന്ന് കണ്ടെത്തിയ വ്യവസായികളായ ദമ്പതികളെ അല്പസമയത്തിനകം തലശ്ശേരിയിലെത്തിക്കും. പാനൂർ ചമ്പാട് സ്വദേശിയായ രാജ് കബീർ, ഭാര്യ ശ്രീ ദിവ്യ എന്നിവരെ ഇന്ന് രാവിലെയാണ് കോയമ്പത്തൂരിൽ നിന്ന് കണ്ടെത്തിയത്. തലശ്ശേരിയിൽ ഇവർ നടത്തിയിരുന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ നഗരസഭ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കത്തെഴുതി വെച്ച ശേഷം ഇവർ നാട് വിട്ടത്. ഇപ്പോൾ ഇവരുമായുള്ള ട്രെയിൻ തീവണ്ടി തലശ്ശേരിയിലെത്തി എന്നാണ് മനസ്സിലാകുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇവർ കോയമ്പത്തൂരിലുണ്ട് എന്ന തരത്തിൽ പോലീസിന് സൂചനകൾ ലഭ്യമായിരുന്നു. കാരണം ഇവരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചു, ATMൽ നിന്ന് പണം എടുക്കുന്ന അടക്കം പരിശോധിച്ചു. അങ്ങനെ പോലീസ് സൈബർ ടീമിൻ്റെ സഹായത്തോടെ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷമാണ് ഇവർ കോയമ്പത്തൂരിലുണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇവർ സംരംഭകരെ രണ്ടുപേരെയും ഇപ്പോൾ നാട്ടിലെത്തിച്ചു
എന്നാണ് മനസ്സിലാക്കുന്നത്. നഗരസഭയുടെ നഗരസഭയുടെ വിഷയാറിൽ നമ്മൾ ചെയർപേഴ്സൺ ഇന്നലെ പ്രതികരിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ? രാത്രി പ്രതികരിച്ചത് അത് തന്നെ ഉത്തരം, അതാണ് ഉത്തരം. ഒരു നിയമവും ഞാൻ ലംഘിച്ചില്ല. അങ്ങനെയാണ് ഹൈക്കോടതി ഹൈക്കോടതി വിധി നല്ല കോടതിയിലേക്ക് അവർ പോവുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താ സംഭവിച്ചത് ആൾക്കാർ വരണം, പത്രക്കാർ വന്ന് നോക്കണം, എന്നിട്ട് നമുക്ക് അത് ബാക്കി ഇനി എന്ത് ചെയ്യാനാണ് പരിപാടി? പ്രതീക്ഷിച്ചൊരു പിന്തുണ ഈ ഒരു വ്യവസായി എന്ന നിലയിൽ കിട്ടിയിട്ടുണ്ടോ? രാജീവ് സാർ വല്ലാണ്ട് സഹായിച്ചു. നിങ്ങൾ എടുക്കാറാക്കണ്ട. ഇങ്ങോട്ട് കൈ വിളിക്കണം. വണ്ടി വരുന്നുണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ തിരിഞ്ഞു കിടക്കല്ല, തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമുണ്ടോ? ഭയം മാറിയിട്ടില്ല. ഗൂഢശ്രമമാണ്. നിങ്ങളൊന്ന് മാറി അത് നമ്മൾ ഇന്നലെ ഏഷ്യാനെറ്റിന്റെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഗൂഢശ്രമമാണെന്നാണ് അവർ ആരോപിക്കുന്നത്. ഗൂഢശ്രമമാണ്. ഭയം ഇനി മാറിയിട്ടില്ല. ഭയം മാറിയിട്ടില്ല. ഇന്നലെ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തന്നെ എന്നെ ഭാര്യ കാണുന്നില്ല. ഇന്നലെ നമ്മൾ കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഒരു പോലീസ് വ്യവസായ മന്ത്രിയിൽ നിന്നൊരു അനുകൂല നീക്കം ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും വ്യവസായ മന്ത്രിയാണ് സഹായിച്ചത്. വ്യവസായ മന്ത്രി മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. വ്യവസായ മന്ത്രിയുടെ മകന് എന്റെ മകന് ഞാൻ മകന് കാത്തു നിൽക്കുന്ന സമയത്താണ് നഗരസഭ ദൂരമായിട്ട് എന്റെ മകന് നമ്മളിപ്പോ മനം എടുക്കാൻ ഇവിടുന്ന് പോയതാണ്. നഗരസഭ ഒരു തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സമരം സ്വീകരിച്ചില്ല. ഒഴിവാക്കി മതി. ഒരു ദയവീയ ഒരു കാര്യം ഓടില്ല ഇല്ല കണ്ടുകൂടിയും കോടതിയിൽ ഹാജരാക്കണം എന്നതാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കളുടെ പരാതിയും രജിസ്റ്റർ ചെയ്തുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അതുകൊണ്ട് നേരെ മനോഭരത വിവരങ്ങൾ നൽകും. മനു, ഏതായാലും ഇവർ നാട്ടിലെത്തി കഴിഞ്ഞു. മാധ്യമങ്ങളോട് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവർ പറഞ്ഞു വെച്ചത്? ഇപ്പോഴും നഗരസഭയ്ക്കെതിരെ തന്നെയാണോ അവരുടെ ആരോപണം? വലിയ പീഡനം എന്ന നിലയ്ക്ക് തന്നെയുള്ള വണ്ടി എടുത്തോ. മനു, എന്താണ് ഇവർ തിരിച്ചെത്തിയപ്പോൾ ഇവരുടെ പ്രതികരണം, ആദ്യ പ്രതികരണം എന്താണ്? പ്രതികരണം ഇനിയും തങ്ങൾക്കിത് തുടർന്ന് നടത്താൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. തങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് നഗരസഭയുടെ വിശദീകരണം കേട്ട് ഞെട്ടുകയാണ്, തകർന്നിരിക്കുകയാണ് തങ്ങൾ. ഇനിയും തങ്ങളുടെ സ്ഥാപനം നടത്താൻ കഴിയുമെന്ന വിശ്വാസം ഇല്ല. അവർ ഒന്നിനു പുറകെ ഒന്നായി ഇനിയും പുതിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കും.
ഈ പ്രതികരണം, നഗരസഭയുടെ പ്രതികരണം കേൾക്കുമ്പോഴേക്കും താൻ പോലീസിന്റെ അറസ്റ്റിലായി കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി താണ്ടാൻ തനിക്ക് കഴിയില്ലായിരുന്നു എന്നാണ് രാജ് കബീർ പറയുന്നത്. ഇനിയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏതായാലും രാജ് കബീറിനെ പോലീസ് ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തെ ഇനി കൊണ്ടുപോയി മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് കോടതിയിൽ ഹാജരാക്കും. തുടർന്നായിരിക്കും ഇദ്ദേഹത്തിനെ ബന്ധുക്കൾക്കൊപ്പം പോകാൻ അനുവദിക്കുക. പക്ഷെ ആ വ്യവസായി എന്ന നിലയിൽ രാജ്കുമാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ തുടരുന്നു. എന്താണ് ഇനി ഈ സ്ഥാപനത്തിന്റെ ഭാവി എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ കൂടി എനിക്കുണ്ട് എന്ന് രാജ്കുമാർ പറയുന്നു. ഇത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായ ഒരു പെരുമാറ്റമാണ് തനിക്ക് നേരെ ഉണ്ടായത് എന്ന് രാജ്കുമാർ പറയുന്നു. ഇത് നേരത്തെ തന്നെ അദ്ദേഹം തന്റെ വാട്സപ്പ് സന്ദേശത്തിലും വ്യക്തമാക്കിയിരുന്നതാണ്. ഈ സന്ദേശത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ശക്തമായി ആവർത്തിക്കുകയാണ് രാജ്കുമാർ ചെയ്തത്. ഈ രാജ് കബീറിനെ മാത്രമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ശ്രീദിവ്യ അവരും ഉണ്ടായിരുന്നോ? ഒപ്പം അവരെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കുമോ മറ്റു നടപടികൾ? അതെ, അവരെയും തോന്നുന്നു. അപ്പൊ ഇവർ രണ്ടുപേരെയും ആദ്യം വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കണം. അതിനുശേഷമായിരിക്കും പിന്നീട് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും പിന്നീട് ബന്ധുക്കൾക്കൊപ്പം പോകാനായി അനുവദിക്കുക. ഏതായാലും രാജ് കബീറും ശ്രീദിവ്യയും ഒരു 24 മണിക്കൂർ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി എന്നുള്ളതാണ്. ഇവരെ ഇപ്പോൾ കോടതിയിൽ കൊണ്ടുപോയ ശേഷം അത്തരത്തിൽ അവരെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് എത്തിയാണ് കോയമ്പത്തൂരിൽ നിന്ന് അവരെ ഇവിടെ എത്തിച്ചത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലനാളാ. പേടികളെ പോകൂ മനസ്സുകളിൽ ചിന്നപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുന്നേ.
കുസൃതിയും നന്മതട്ടി തേടും ഊടകാള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണ ഇന്ന് വിരമിക്കും. വിരമിക്കൽ ദിവസത്തെ കോടതി നടപടികൾ സുപ്രീം കോടതി ലൈവ് സ്ട്രീമിംഗ് ചെയ്യുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലൈവ് സ്ട്രീമിംഗ്. Following questions may be answered as under whether the provisions of the IBC would prevail over the Customs Act, and if so, to what extent. The IBC would prevail over the Customs Act to the extent that once moratorium is imposed in terms of Section 14 or 35(5) of the IBC, as the case may be, the respondent authority only has a limited jurisdiction to assess, determine the quantum of customs duty and other levies. The respondent authorities does not have the power to initiate recovery of dues by means of sale, confiscation as provided under the Customs Act. B. Whether the respondent could claim title over the goods and issue notices to sell the goods in terms of the Customs Act and the liquidation process has been initiated. Answer negative. On the above discussions, the following are the conclusions. Once moratorium imposed in terms of Section 14 or 35(3)(5) of IBC, as the case may be, the respondent authority only has a limited jurisdiction to assess, determine the quantum of customs duty and other levies. The respondent authority does not have the power to initiate recovery of dues by means of sale, confiscation as provided under the Customs Act. 2. After such assessment, the respondent authority has to submit its claim concerning customs duty, operational debt, in terms of the procedure laid down in strict compliance of the time periods prescribed under the IBC before adjudicating the authority. In any case, the IRP, RP liquidator can immediately secure goods from the respondent authority to be dealt with appropriately in terms of IBC. Resultantly, we allow the appeal and set aside the impugned order and judgment of the NCLAT. Immensely. സുപ്രീം കോടതിയുടെ നടപടികൾ തത്സമയ സംപ്രേഷണം. ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി നടപടികൾ തത്സമയ സംപ്രേഷണം, അതിന്റെ ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. In this case, there were 2 points for consideration was whether respondent to the liquidator was justified in discontinuing the second Swiss challenge process for sale of part of the assets to the corporate debtor, where the appellant was declared as an anchor bidder and opting for a private sale process through direct negotiations in respect of the composite assets of the corporate debtor. If so, was the enclave justified in directing the respondent to the liquidator to restart the entire process of private sale after issuing an open notice to prospective buyers instead of confining the process to those parties who had participated in the process? We have analyzed the entire statement and obvious of the IBC and the enactment in Chapter 3 of which deals with the liquidation process right from the stage of initiation of liquidation till the stage of dissolution of the corporate debtor, and have concluded that the impugned judgment passed by enclave to the extent that it has modified the order dated 16th August 21 passed by NCLT and directed restraining of private sale process is squashed and set aside. In our opinion, the private sale process of the corporate assets of the corporate debtor should be taken further by the respondent to the liquidator without losing any further time and be concluded at the earliest. All the eligible readers who have made earnest money deposits would be entitled to participate in the negotiations to be conducted by the liquidator for privately selling the consolidated assets to the corporate debtor. The process of negotiations that are commenced on 24th August 21 shall be taken to a logical end and brought to a closure within 4 weeks from the date of passing of this. സുപ്രീം കോടതി ലൈവ് സ്ട്രീമിംഗ്, അത് ഈ നടപടികൾ ലൈവ് സ്ട്രീമിംഗ് സംപ്രേഷണം, അതാണ് കണ്ടത്. അത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സുപ്രീം കോടതി പോകുന്നത്. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.
സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും ഓണനാള പേടികളെ പോകൂ മനസ്സുകളിൽ ചിന്നപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം. പാലക്കാട് യാക്കരപ്പുഴയിൽ യുവാവിനെ കൊന്നുതള്ളിയ സംഭവത്തിൽ 6 പേർ കസ്റ്റഡിയിൽ. ഇതിൽ കൃഷിയേച്ചിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സുവീഷിന് സുഹൃത്തുക്കളുടെ ഭീഷണി ഉണ്ടായിരുന്നതായി അമ്മ വിജി പറഞ്ഞു. കാർ വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നതായും ഹൃഷികേശ് അടക്കമുള്ളവർ മകനെ നേരത്തെ മർദ്ദിച്ചിട്ടുണ്ടെന്നും വിജി പറഞ്ഞു. കൊച്ചിയിൽ വീണ്ടും ATM തട്ടിപ്പ്. ATM മെഷീനിൽ കൃത്രിമം നടത്തി പണം തട്ടിയെടുത്തു. ജില്ലയിൽ 11 ATMകളിലാണ് തട്ടിപ്പ് നടന്നത്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഈ ദൃശ്യങ്ങളിൽ ചില ദൃശ്യങ്ങൾ കാണാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളാണോ തട്ടിപ്പിന് പിന്നിൽ? ഏത് തരത്തിലാണ് തട്ടിപ്പ് ഇവർ നടത്തിയത്? രഞ്ജിത്ത്, നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നത്. ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഈ തട്ടിപ്പ് അതിന് നേതൃത്വം നൽകിയതെന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഒരു പ്രത്യേക ബാങ്കിന്റെ ATM തന്നെയാണ് തുടർച്ചയായിട്ട് ഇവരെ തട്ടിപ്പിനെ വിധേയമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ കസ്റ്റമേഴ്സിന്റെ പരാതിയെ തുടർന്നാണ് പിന്നീട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇത് ഒരു നിയമപരമായ ഒരു പരാതിയായിട്ട് നൽകുന്നത്. അതിനുശേഷമാണ് പോലീസ് അന്വേഷണം നടത്തി ഈ CCTV ദൃശ്യങ്ങൾ കണ്ടെടുക്കുകയും സംശയാസ്പദമായ രീതിയിലുള്ള ഈ ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കുമ്പോഴാണ് ഇതാണ് തട്ടിപ്പ് നടത്തിയതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇത് പ്രകാരം പോലീസ് പറയുന്നത് പണം കിട്ടാതെ, പിൻവലിച്ച പണം കിട്ടാതെ ഇടപാടുകാർ മടങ്ങുമ്പോൾ
ആ അവസരത്തിൽ ഇയാൾ അകത്ത് കയറുകയും പണം എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പണം പുറത്തേക്ക് വരുന്നത് തടഞ്ഞിരുന്നു എന്നതാണ് അന്വേഷിക്കുന്നത്. അതിലെ ഈ ATM മെഷീനിൽ കൃത്രിമം നടത്തിയാണ് ഈ പണം തട്ടിയെടുത്തത് എന്നാണ്. അതായത് പണം പിൻവലിക്കാൻ ചെല്ലുമ്പോൾ ഈ പണം പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് ഈ സമീപത്ത് കാത്തു നിൽക്കുന്ന ആൾ വീണ്ടും അതിനകത്ത് കയറി ഈ പിൻവലിച്ച പണം ഇയാൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു. ഇത് ATM ഒരു പ്രത്യേക ഉപകരണം ഘടിപ്പിച്ചുകൊണ്ട് പണം പുറത്തേക്ക് വരുന്നത് തടയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്ന ഒരു ഭാഷ്യം. പോലീസ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് മനസ്സിലായിരിക്കുന്നതും അത് തന്നെയാണ്. ഇത്തരത്തിലും നിരവധി ഇടപാടുകാർക്ക് ഇതിൽ പണം നഷ്ടമായതായിട്ട് വിവരമുണ്ട്. ജില്ലയിൽ ഏതാണ്ട് 11ഓളം ATMകളിൽ ഈ രീതിയിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ പ്രത്യേക ബാങ്കിന്റെ തന്നെ ATMകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ കണക്കാക്കിയിട്ടുള്ളത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഈ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. ഈ ദൃശ്യങ്ങളിലുള്ളവർ സമീപത്ത് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റായവരല്ല എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. രഞ്ജിത്ത്. ശരി ഡാനി. പാലക്കാട് CPI ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനും മത്സരം. KP സുരേഷ് രാജ്, പാലോട് മണികണ്ഠൻ എന്നിവരായിരുന്നു മത്സരരംഗത്ത്. സുരേഷ് രാജ് വിജയിച്ചു. ജില്ലാ കൌൺസിലിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച 4 പേർ ജയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് അലങ്കാരപദമൊന്നുമല്ല. നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ പദവികളുണ്ട്. അത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പദവികൾ മാത്രമാണ്. അതൊരു അലങ്കാരമായിട്ടൊന്നും നമ്മൾ കൊണ്ടു നടക്കാറില്ല. ഇതൊരു പുതിയ പദവിയായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് പാലക്കാട് ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു അനുഭവങ്ങൾ പോലും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം ഈ സമയത്ത് ചൂണ്ടിക്കാണിക്കാനില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യവും കേരളവും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും അതിനുവേണ്ടി ജനങ്ങളെ അണിനിരത്താനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതലയേൽക്കുമ്പോൾ നമുക്ക് നിർവഹിക്കാനുള്ളത്. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയും പരാജയപ്പെട്ടതോടെ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. തുറമുഖ കവാടത്തിന് മുന്നിലെ സമരം 11ാം ദിവസത്തിലേക്ക് കടന്നു. പള്ളിത്തുറ, കൊച്ചുതുറ, തുമ്പ, സെയിന്റ് ഡൊമിനിക്, വെട്ടുകാട് ഫെറോനകളിലെ തൊഴിലാളി കുടുംബങ്ങളാണ് ഇന്ന് സമരവേദിയിലെത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധക്കാർ തുറമുഖത്തിന്റെ പദ്ധതി പ്രദേശത്ത് കടന്നുകയറിയിരുന്നു. KCYMന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി പന്തംകൊളുത്തി പ്രകടനം നടന്നു. മുഖ്യമന്ത്രിയുമായി ഇനിയും ചർച്ചകൾ നടത്തുമെന്ന് ലത്തീൻ അതിരൂപത തിരുവനന്തപുരം വികാരി ജനറൽ യൂജിൻ പെരേര പറഞ്ഞു. തുറമുഖത്തിന് അധിക സുരക്ഷ വേണമെന്ന് അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടതോടെ കൂടുതൽ പോലീസിനെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. സമരത്തിനെതിരെ വിഴിഞ്ഞം പ്രാദേശിക കൂട്ടായ്മയുടെ ബഹുജന കൺവെൻഷൻ ഇന്ന് വൈകിട്ട് ചേരും. വിഴിഞ്ഞം സമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിറോ മലബാർ സഭാ സിനഡ്. സമരത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ടവരുടെ നടപടി അപലപനീയമെന്ന് സിനഡ് കുറ്റപ്പെടുത്തി. ഫയൽ തീർപ്പിന്റെ പേരിൽ ഞായറാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കുന്നത് സർക്കാർ പുനഃപരിശോധിക്കണമെന്നും സിനഡ് ആവശ്യപ്പെട്ടു. വൻകിട കമ്പനികൾക്ക് വേണ്ടി തീരവാസികൾ കുടിയൊഴിപ്പിക്കപ്പെടുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ ഇടപെടൽ നടത്തണം. പദ്ധതി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടും അത് പരിഗണിച്ചില്ലെന്നും സിനഡിന്റെ വാർത്താക്കുറിപ്പ് കുറ്റപ്പെടുത്തുന്നു. ബഫർ സോൺ വിഷയത്തിൽ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന് സംഭവിച്ച വീഴ്ചകളിൽ ദുഃഖമുണ്ട്. ഈ വിഷയത്തിലും സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ തിരുത്തേണ്ടതാണ്. ഫയൽ തീർപ്പിന്റെ പേരിൽ ഞായറാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കുന്നത് പുനഃപരിശോധിക്കണം. ക്രൈസ്തവരുടെ ഞായറാഴ്ച ആചരണത്തെ സർക്കാർ പരിഗണിക്കേണ്ടതാണ്. മത്സര പരീക്ഷകൾ ഞായറാഴ്ചകളിൽ ക്രമീകരിക്കുന്നത് ചില നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ നീക്കമാണെന്നും ഇത് തിരിച്ചറിയാൻ സർക്കാരിന് ആർജവത്വം ഉണ്ടാകണമെന്നും സഭാ അധ്യക്ഷൻ കൂടിയായ കർദിനാൾ ജോർജ് ആലഞ്ചേരി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. വിഴിഞ്ഞം തുറമുഖത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിൽ നിന്നും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പും തുറമുഖ നിർമ്മാണ കമ്പനിയും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. കൂടാതെ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകണമെന്നും ആവശ്യമുണ്ട്. മറ്റു ചില വാർത്തകളിലേക്ക്. കായിക വാർത്തകൾ. UEFA പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം കരീം ബെൻസേമ. ചാമ്പ്യൻസ് ലീഗിൽ മാത്രം കഴിഞ്ഞ സീസണിൽ 45
റഷ്യയിലെ അർഖാൻ ഗ്ലസക് നോർത്തേൺ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കായിക രംഗത്തെ സംഭാവനകൾക്ക് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയനെ സുഹൃത്തുക്കളും സഹതാരങ്ങളും ആദരിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് കൈമാറി. ഡോക്ടർ ജസ്റ്റിൻ രാജ്, സെൽവരാജ്, മുൻ ഇന്ത്യൻ താരം VP ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് റൂം ലൈവ് തുടരും. ഇടവേളയ്ക്ക് ശേഷം. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റക്കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും പൂലനാള. പേടികളെ പോകൂ മനസ്സുകളിൽ ചിന്നപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുന്നേ. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റക്കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും പൂലനാള.
ആടിപ്പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും പൂലനാളാ. ആടിപ്പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഗവർണറുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖം അല്പസമയത്തിനകം ന്യൂസ് 8-ലൂടെ നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ എഡിറ്റർ പ്രദീപ് പിള്ള നടന്ന അഭിമുഖത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്ഭവനിൽ അല്പസമയത്തിനകം ഗവർണർ കൂടി എത്തുന്നതോടുകൂടി വിശദമായ അഭിമുഖത്തിലേക്ക് കടക്കും. കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള വിഷയങ്ങളും ഏറ്റുമുട്ടലുകളും സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അതുമാത്രമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ന്യൂസ് 8-ന് മാത്രമായി ഗവർണർ അനുവദിച്ച പ്രത്യേക അഭിമുഖമാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് India's pride, my pride. VKC Pride. Celebrate hard work. ഗവർണർ എന്തു പറയുന്നുവെന്ന് കാതോർത്ത കേരള രാഷ്ട്രീയം. ന്യൂസ് 8-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖം അല്പസമയത്തിനകം. തലശ്ശേരിയിൽ നിന്ന് കാണാതായ സംരംഭക ദമ്പതികളെ തിരികെ എത്തിച്ചു. കണ്ടെത്തിയത് കോയമ്പത്തൂരിൽ നിന്ന്. ഇപ്പോഴും ആശങ്ക മാറിയിട്ടില്ലെന്ന് രാജ് കബീറും ശ്രീവിദ്യയും. CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയത രൂക്ഷം. ജില്ലാ കൌൺസിലിലേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും നടന്നത് വാശിയേറിയ മത്സരം. പാനലിന് പുറത്തുനിന്ന് മത്സരിച്ച 4 പേർക്ക് ചെയ്യാം. KP സുരേഷ് ജില്ലാ സെക്രട്ടറി.
പാലക്കാട്ട് യുവാവിനെ പുഴയിൽ കൊന്നുതള്ളിയ കേസിൽ 6 പേർ പിടിയിൽ. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സുവീഷിന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന അമ്മ. പിന്നോട്ടില്ലെന്ന വിഴിഞ്ഞം സമരക്കാർ. സമരം 11ാം ദിവസം. ശക്തമാക്കാനിലെത്തി സഭ. സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള അദാനി ഗ്രൂപ്പിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ചരിത്ര നിയോഗവുമായി താഹിറ നാട്ടിലെത്തി. രാജ്കുമാർ തങ്കപ്പന്റെ ചിതാഭസ്മം കന്യാകുമാരിയിലെത്തി കൈമാറും. ദൌത്യം ഏറ്റെടുക്കാനായതിൽ സന്തോഷമെന്ന് താഹിറ. നന്ദി പറഞ്ഞ രാജ്കുമാറിന്റെ മകൻ. ഡൽഹി നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പ്രത്യേക സമ്മേളനം ഓപ്പറേഷൻ താമരയുടെ പശ്ചാത്തലത്തിൽ. ബിജെപിയുടെ അട്ടിമറി നീക്കം കേജ്രിവാൾ സഭയിൽ ഉന്നയിക്കും. കരീം ബെൻസേമ യുഎഫ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമാക്കിയത് റയലിനായി നടത്തിയ മിന്നും പ്രകടനം. മാഴ്സയുടെ അലക്സിയ പുട്ടിൻസ് വനിതാ താരം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരളം കാത്തിരിക്കുന്ന ആ അഭിമുഖം അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ രാജ്ഭവനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖം അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തും. അതുവരെ ബാക്കി വാർത്തകളിലേക്ക്. തലശ്ശേരിയിൽ നിന്ന് നാടുവിട്ട വ്യവസായ ദമ്പതികൾ തിരിച്ചെത്തി. നാടുവിട്ടത് നഗരസഭയുടെ ക്രൂരത മൂലമാണെന്ന് അവർ പറഞ്ഞു. തലശ്ശേരിയിൽ ഇവർ നടത്തിയിരുന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ നഗരസഭ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് നാടുവിട്ടത്. ഇന്ന് രാവിലെയാണ് ഇരുവരും കോയമ്പത്തൂരിൽ നിന്ന് കണ്ടെത്തിയത്. മനുപരത്താണ് ചേരുന്നത്. മനു, അവർ വന്നു, അവർ സംസാരിക്കും, നമ്മൾ കേട്ടു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇനിവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം, പിന്നീട് കോടതിയിൽ ഹാജരാക്കണം തുടങ്ങിയ നടപടിക്രമങ്ങളാണ് പോലീസിന് മുന്നിലുള്ളത്. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവരെ ബന്ധുക്കളോടൊപ്പം പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. കാരണം ഇങ്ങനെ ഒരാളെ കാണാനില്ല എന്നൊരു പരാതി പോലീസിന് ലഭിച്ച സാഹചര്യത്തിൽ അതിന്റെ തുടർ നടപടികൾ ക്രമപ്രകാരം നടക്കും എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അവരെ ഇപ്പോൾ പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് ഈ ട്രെയിൻ ഇറങ്ങിയ ശേഷവും വളരെ പരിഭ്രമിച്ചു തന്നെയാണ് രാജ് കബീർ ഉണ്ടായിരുന്നത്. നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്റെ സ്ഥാപനം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന ആശങ്ക തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം കോടതിയിൽ നിന്ന് ഈ അനുകൂല ഉത്തരവ് ഉണ്ടായിട്ട് പോലും തനിക്ക് തുറക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ തന്നെ വീണ്ടും ഇത് പൂട്ടിക്കുമെന്നൊക്കെയുള്ള തരത്തിലുള്ള ഭീഷണിയാണ് അവിടുന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായത്. വ്യവസായ മന്ത്രി തനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അത് ഇവിടുത്തെ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥനെ തന്റെ സ്ഥാപനം തുറന്നു കൊടുക്കാൻ വേണ്ടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. ഈ തദ്ദേശ സ്ഥാപനം ആണത് പൂട്ടിക്കാനായി മുൻകൈയെടുത്ത് നടക്കുകയും ചെയ്തത്. 4.5 ലക്ഷം രൂപ പിഴയടപ്പിക്കുക, പിന്നീട് അത് ഘട്ടം ഘട്ടമായി പൂട്ടിക്കുക എന്നൊരു നിലപാടാണ് അവർക്കുണ്ടായിരുന്നതെന്ന് രാജ്കുമാർ പറയുന്നു. അപ്പൊ ഈ രാജ് കബീറിന്റെ ഈ ഒരു സംശയം ഇനിയും ഇവർ ഇത് പൂട്ടിക്കാനുള്ള ശ്രമം തുടരും എന്നതാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസത്തെ നഗരസഭയുടെ പ്രതികരണം കണ്ട് അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ ദിവസം നഗരസഭയുടെ പ്രതികരണം കണ്ടപ്പോൾ ഇത് തനിക്ക് ഇനി താൻ കുറച്ചുകൂടി മുമ്പേ കണ്ടിരുന്നെങ്കിൽ പിന്നീട് ഉണ്ടാകുമായിരുന്നില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നഗരസഭ ഇത് തങ്ങൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, ഇത് കയ്യേറ്റമാണ് എന്ന തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പരാതി പറയുന്നത്. അങ്ങനെ ഒരു ആശങ്കയാണ് തനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ താനിപ്പോൾ ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ ഏതായാലും തന്നെ പോലീസ് അപ്പോഴേക്കും തന്നെ കണ്ടെത്തുകയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിർബന്ധിക്കുകയും ചെയ്തു. വളരെ വളരെ വൈകാരികമായാണ് രാജ്കുമാർ തീവണ്ടി ഇറങ്ങിയതിനു ശേഷം സംസാരിച്ചത്. ഏതായാലും അദ്ദേഹം ഒരു വ്യവസായ മന്ത്രി സഹായിച്ചു എന്ന് പറയുകയുണ്ടായി അല്ലേ? വ്യവസായ മന്ത്രി ഇദ്ദേഹത്തെ സഹായിച്ചു. കാരണം രാജ്കുമാറിന്റെ മകൻ ദേവദത്ത് ഒരു പേപ്പർ മേക്കിംഗ് യൂണിറ്റ് നടത്തി. അപ്പൊ ഈ യുവ സംരംഭകർക്കുള്ള ഒരു അംഗീകാരം എന്ന നിലയിൽ അദ്ദേഹത്തെ വ്യവസായ മന്ത്രി ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ആ നിലയിലാണ് ആ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം വ്യവസായ മന്ത്രിയുമായി സംസാരിച്ചത്. ഇത് ഇവിടുത്തെ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ കാര്യം വ്യവസായ മന്ത്രി പറയുകയും അവരിതിനു വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തെങ്കിലും
നഗരസഭ വളരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവർ കോടതിയിലേക്ക് പോയി. അപ്പൊ ഇതൊക്കെ സാധാരണഗതിയിൽ എളുപ്പമല്ല. ഒരു വ്യവസായ സ്ഥാപനം നടത്തുന്ന ആൾ ഇങ്ങനെ കോടതിയിലേക്ക് പോയി നീതി ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. കാരണം ഇതൊക്കെ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ അതിന് വരുന്ന ഭാരിച്ച പണച്ചെലവും ഒക്കെ ഈ വ്യവസായി തന്നെ വഹിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം നഗരസഭയ്ക്കോ മറ്റോ ഒക്കെ അവർക്ക് സർക്കാരിന്റെ അഭിഭാഷകരുണ്ട്. അപ്പൊ ഈ വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അതിജീവിക്കുക എന്നത് വലിയ ഭാരിച്ച ചെലവാണ്. ആ ചെലവിനോടൊപ്പം സമയം നഷ്ടമാണ്. സ്ഥാപനം പൂട്ടിക്കിടക്കുന്നതോടുകൂടി തൊഴിലാളികൾ പുറത്തു മേലുന്ന സമ്മർദ്ദം വരും. അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും. ഈ റോ മെറ്റീരിയലുകൾ അവിടെ നശിക്കും. ആളുകളിൽ നിന്ന് പണം വാങ്ങിച്ച് ഏറ്റെടുത്ത കരാർ ജോലികൾ ചെയ്യാൻ കഴിയാതെ വരും. അതൊരു മാസം ഒരു വ്യവസായ സ്ഥാപനം പൂട്ടിയിടുന്നതോടുകൂടി ആ സ്ഥാപനം തകരുന്നു എന്നതിന്റെ ദൃശ്യങ്ങളാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ആകെയുള്ളത് ഇവർക്ക് അനുവദിച്ച സ്ഥലത്ത്, ഇവർക്ക് അനുവദിച്ച കെട്ടിടത്തിൽ, നഗരസഭയുടെ കെട്ടിടത്തിൽ മുന്നിൽ ഒരു ഷീറ്റ് ഇട്ടു എന്നത് മാത്രമാണ്. അത് നമ്മുടെ ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിന്റെ മുന്നിലും അത്തരത്തിലൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPM ഒരു താൽക്കാലിക വേദി കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കും. അപ്പൊ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനു വേണ്ട നിയമ നടപടികൾ CPM തന്നെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഒരു സ്ഥാപനം പൂട്ടി സീല് വെക്കുക എന്നത് വ്യാവസായിക കേരളം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. അത് 10-12 തൊഴിലാളികളുടെ കുടുംബങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ രാജ് കബീറിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. മാത്രമല്ല ഇതൊരു വനിതാ സംരംഭമാണ്. രാജ് കബീറിന്റെ ഭാര്യ ശ്രീ ദിവ്യയാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ. അപ്പൊ അവരെ സഹായിക്കുകയായിട്ടാണ് ഈ രാജ് കബീറിന് രംഗത്ത് വരുന്നത്. അപ്പൊ ഒരു വനിതാ സംരംഭകയോട് ഇതാണ് സമീപനമെങ്കിൽ എന്തായിരിക്കും സാധാരണ? അതും ഇദ്ദേഹം ഒരു സാധാരണ ആരെയും പരിചയമില്ലാത്തൊരു വ്യവസായി അങ്ങനെയല്ല. ഇദ്ദേഹത്തിന് നമുക്ക് തായാട്ട് ശങ്കരന്റെ ഒരു പാരമ്പര്യമൊക്കെ കേരളത്തിന് അറിയുന്നതാണ്. K. തായാട്ട് എന്ന സാഹിത്യകാരനെ കേരളത്തിന് അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയൊക്കെ കേരളം അറിയുന്ന ഒരു കുടുംബമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾക്കൊക്കെ അറിയുന്ന ഒരു കുടുംബമാണ്. അത്തരത്തിലുള്ള ഒരാൾക്കാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വ്യവസായം നടത്തുന്നു, മകൻ മറ്റൊരു വ്യവസായം നടത്തുന്നു. അപ്പൊ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടാൻ കഴിയുന്ന സംരംഭക മനസ്സുള്ള ഒരു കുടുംബത്തിന് നേരെയാണ് ഈ തദ്ദേശ സ്ഥാപനത്തിന്റെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയും അതിനോടൊപ്പം നിൽക്കുന്ന പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരിക്കുന്നവരുടെ കെടുകാര്യസ്ഥതയുമാണ് ഇതിനേക്ക് വഴിവെക്കുന്നത്. അപ്പൊ ഈ പ്രാദേശിക സ്ഥാപനങ്ങളിലുള്ള ഭരണസമിതിയിലുള്ള ആളുകൾ ഈ ഉദ്യോഗസ്ഥ ധാർഷ്ട്യത്തിനെ അതുപോലെ വഴിവെച്ചു കൊടുക്കരുത്. വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആ അഭിമുഖത്തിലേക്ക് ഗവർണർ രാജ്ഭവനിൽ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ എഡിറ്റർ പ്രദീപ് പിള്ള നടന്ന അഭിമുഖത്തിലേക്ക്. നമസ്കാരം. രാജ്ഭവന്റെ ചില്ലുമേടയിൽ ഒതുങ്ങിയിരിക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന, നിലപാടുകൾ ഉറക്കെ പറയുന്ന, മുന്നിൽ കൊണ്ടുവരുന്ന കടലാസുകളിലെല്ലാം ഒപ്പുവെക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ ഗവർണർ പദവിയുടെ 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം അദ്ദേഹം ചേരുകയാണ് രാജ്ഭവനിൽ നിന്ന്. സർ, നമസ്കാരം. നമസ്കാരം. Thank you very much for finding time to talk to us. Thank you. From Aligarh Muslim University to universities in Kerala. Yes. You have been Honorary Secretary and President of Aligarh Muslim University in 72-73 and then 73-74. Almost 4 decades later, you are right in the middle of activities and affairs of universities in Kerala, right from Kannur to Kerala University. What do you have to say about the affairs, the state of affairs? You know, I am totally convinced, and it is not just my belief. I have been articulating it since long time, more so since I assumed the role of the Chancellor in Kerala, but even earlier, mind you, that like every individual, every society, every country and nation has also its genius, something very distinctive about it, which determines its identity. India's identity has always been promotion of education and wisdom. Since the times when the countries which are described today as developed countries, their renaissance had not started.
the Arab historians in 10th and 11th century, when Middle East was rife with academic activities, and which is called the golden period, not the period of military conquest, but the period when they were translating Indian Sanskrit text into Arabic and the Latin and the Greek text into Arabic. That is known as the golden period. The historians of that first historian, Arab historian, Tabri, and later Ibn Asir, Ibn Kasir, Ibn Khaldun, everybody has written that there are only 5 civilizations in the world. The Iranian civilization is known for its majesty, splendor. Romans for their beauty and chivalry. Chinese for their craftsmanship and obedience to the rulers. Turks for their bravery. And India is the only civilization which is known for promotion of knowledge and wisdom. I firmly believe that unless we ourselves are convinced that this is our real genius, and we need to. Why I have this fascination for Kerala? I love Kerala. Why? Because when I was a young student and I went to participate in an intervarsity meet on the occasion of the birth centenary of Mahatma Gandhi in 1969 to Almora, the venue of that intervarsity meet was a college. Naturally, the principal of that college was the chairman of the reception committee. And people from all over India, they participated in that varsity meet. There, this principal, in his welcome speech, he said, I can say with pride that Almora is the only district of UP which compares favorably with Kerala. And that is the day when Kerala, my mind conjured up images of Kerala society where the masses are educated. I still feel that the education system in Kerala, particularly the school education, even Niti Aayog admits, it is one of the best in the country. But the status of the universities is worrisome not only for me. Professor C.N.R. Rao, the topmost scientist of the country, he wrote a letter to my predecessor. The letter is with me. He says that it is such a surprise that a state which has such a robust school system, the bright students who are produced by these schools, they do not want to stay in Kerala. They migrate to other states. Professor Panikar in his article has lamented the same fact. There are so many other people. The recent example, the Indian students who were forced to come back from Ukraine, the highest number was that of Kerala students. Kerala, there is, as far as people are concerned, they realize the value of education. And if we look back at our cultural history or heritage, the Indian thought leaders, they had visualized, they had envisioned an India which will have teachers of such eminence and erudition that they will attract students from all over the world, and these students will come to India not to learn about India, to learn about their own culture. Etad desha parshu tasya sakashad agraj anmana swam swam charitram shikcheram prithviyam sarvam anava. And the Indian brilliance, Indian erudition, Indian learning, Indian wisdom, we will have such teachers where people from all over the world will be attracted to come to India and pursue knowledge. They will study their own culture through Indian teachers. That is what I want India.
In fact, I have been repeatedly saying, I'm member of the National Committee on this Amrit Kal, and I am there emphasizing with all strength, I believe in the argument of power. I believe I do not believe in the argument of power. I believe in the power of argument. I believe in the power of argument, therefore I am doing my best to make people realize that even what Swami Vivekananda has said, that purpose of life is not pursuit of happiness, it is pursuit of knowledge. And what is the pursuit of knowledge? To find unity amidst diversity. So even that thing can be realized only when we become again a storehouse of knowledge. Now you are convinced that the present state of affairs, as you have told repeatedly many times, is due to politicization of the administration of the universities and political interference? I will give you, don't ask me why I should use my own words. In last 1 or 2 years' time, not in one university, more than one university, examination papers of the last year, they have been repeated. Instead of examination paper, answer books were supplied to these students. The systems failed, and 3 years later, the university is asking me to give them permission to withdraw the degree. I said, what fault they had? So now we are faced with all these problems. There are allegations of favoritism, of nepotism, so many allegations. Yet, when the government decides to bring a bill into the House, it deals only with the appointment of the Vice Chancellor. It does not deal with any of the academic problems which university faces. Here, the real problem is, we are not interested in raising the academic levels. We are interested in having vice chancellors who are so pliable that they will appoint, and I am making it plain and clear, so that they can be used to appoint various positions in the university, not just academic, various positions in the university, some relative of this powerful man, some relative of this powerful man. And universities are not meant for that. I met this group of students in Delhi, Kerala students who are in Delhi, and I asked them that you are so bright and you are studying in the National Institute, why don't you come back to Kerala? They said, sir, if nothing else, one simple factor, you find the solution. If we get admission into a course of 5 years duration, there is no way we can complete it in less than 6.5 years. So if for nothing else, at least to save 1.5 years, we migrate from Kerala to other places. So much violence in the campuses, so much political leaders using constituency. I mean, I have no problem. I am not against politics. I am not against that. But I told these student leaders who came here to meet me, I said, instead of being pawn in the hands of the political leaders, you should be in a position where you can influence the policies and the policy. I am not against political awareness. They have every right. In fact, I suggested, and I don't want to name anybody, but I suggested at the highest level, I suggested to the leader of opposition, I said, by all means, create units in the universities, but give them a roadmap. In 1 year time, you will organize so many debates. Right. In 1 year time, you will organize so many essay contests, so many elocution contests. It is no more there, but in Aligarh till my time, only a candidate who has gold medal, either academic gold medal, or we organize used to organize, that thing is still there, but it is not being done, very prestigious debate competition. Right.
essay writing competition, and there were series of debates, 6 judges. Only when you secured more than 66% marks, you were entitled to receive the gold medal in the convocation, not in an ordinary function, in the convocation. I was so keen because I had this political bug in me. So I was keen that I'm going to fight the election. So in the first year itself, when I was a student of not in the university I went after high school. Okay. It was a central university, therefore they used to have, the central universities used to have pre-university. Right. And then, so it was not my first year in Aligarh, then I did pre-medical, then because my age was short, I could not appear in the competitive test. Then with permission of my father, my family, I shifted to the liberal arts side. I won the gold medal when I was a student of BA first year. Okay. Why? Because I'm not praising myself, no. I was keen because I wanted to fight the election. So in order to fight the election, I had to establish my academic credentials. I won, in the first year, I won essay writing contest and later other medals. So I suggested at the highest level, I said, establish these conventions. Form your youth wings or student wing there, but give them a roadmap. Don't use them just for raising slogans, Zindabad, Murdabad, for this leader or that leader, but you must help them to have a platform where they can develop their personality. They can develop their communication skills. Unfortunately, nobody listens. Now, it has been described, rather cliched though, that it has been a love-hate relationship between Kerala governor and Kerala government. When the principal opposition party, the UDF and the BJP were criticizing the first Pinarayi government about the way they were handling the COVID situation, you were the one who stood out by praising it, praising the health minister, supporting her activities and said, no, government and the health minister are in the right path. Somewhere again it went wrong. During the CA agitations and the special assembly session and the resolution that you moved CA came first. CA came first. In spite of that, you had... So that only proves one thing, that there is, I decide things on merit. On CA, you said your very clear opinion that you not just my, no, CA you should look like this. I am representing the President of India in Kerala. I have taken an oath to preserve, protect and defend the Constitution and the law. A law which has been signed by a bill which has been signed by Honorable President, and it has become law. If I differ with it, I should resign. Otherwise, what is my duty? To toe the line of the state government or to toe the line of some political parties? No. I have earlier, my record is clear that if I have a different viewpoint, then I will resign from the board. Even today I feel there was no occasion for me to differ with that. And in fact, I have pleaded with lot of people that the hated people in Kerala do not realize the impact of partition and how it has distorted our mindsets in northern India. Right. I have pleaded with folded hands with so many people. Please realize, your first concern should be how to root out this bad blood, how to root out this hatred. These people who were left behind in Pakistan, they were also freedom fighters. They were also contributing. And now their status has become, after 1956, when they declared Pakistan to be an Islamic state, their status became worse than their status during British time.
What crime they have committed? I pleaded with them with the folded hands. Please realize this situation. This is an occasion when, by expressing sympathy for them and recognizing the right which was promised to them by Mahatma Gandhi, Pandit Jawaharlal Nehru, Dr. Rajendra Prasad, Maulana Azad, Sardar Patel, every leader, senior leader had promised to them. You are not at fault. It was our failure to stop the partition of the country. You are, as a consequence of that, you may suffer, you are suffering, you may suffer in the future. It will be your right to come to India whenever you decide. And this is not an assurance which I had given. This is an assurance which was given by Mahatma Gandhi, by Pandit Jawaharlal Nehru. So I pleaded with folded hands with people. This is the time when you can work to root out that bad blood, that hatred, which had come as a result of the partition, by expressing sympathy for these people. As far as others are concerned, as this bill recognizes their right, but it does not prevent the government from giving citizenship to those, to others, say some Muslims from Pakistan. They don't want to stay there. This act does not prevent the government to consider their application on merit, and exactly when the CA controversy was on, two very prominent, maybe more, but two very prominent Muslims from Pakistan, they were given citizenship. So it does not prevent the government. The normal provisions are there. This is only to put into law the assurance which was given to them by the leaders of the freedom movement, our national fathers. Please try to understand. But here, I have a different take on this subject. Here, and I warned these leaders, senior leaders, when they came to me. I said, you are displaying the same attitude which was displayed by Shri Rajiv Gandhi in 1986. Where you think that by catering to the sentiments of a section of the society, you will win some political points. But it created such a backlash in northern India that after that, after Shah Banu, the whole politics of northern India changed. Here you can see even other evidence. Kerala is a state which has this history of being matrilineal society. Yes. Women, I feel so happy when I see ordinary women, the confidence which they display, the manner in which they walk on the road, they don't feel insecure. And in a state like Kerala, a young girl, meritorious girl, she has secured some position in the state. She is called onto the stage to receive her award. These students were being honored. And one cleric stands up, he humiliates her publicly, he creates a scene on the stage. If you offend the modesty of a woman or bring her to disrepute, there are 18 laws in our country to protect the women. And nobody even spoke a word against it. I waited for 3 days. Deliberately I waited for 3 days. I wanted to see the reaction of the political leaders. And third day, I was forced, I decided, now I will speak about it. Then only some ministers spoke, some other leaders spoke. You are not concerned about the protection of women? Her only fault that she was born to Muslim parents? She is a meritorious girl, and you are insulting her publicly, and you don't think of invoking any of these 18 laws to book this man who has indulged in this indecent and illegal behavior publicly. So actually that, it is not so much the criticism of the CA. Everybody is welcome. But it is that attitude which bothers me. And I fear that this attitude
might create the same kind of backlash which was created in 1986 in northern India. I am more worried about that. Post all these differences of opinion, then again we saw a lot and of... then COVID came, as you rightly yes, said. Yes. If I had... the entire opposition was criticizing, even BJP was criticizing, that's when you came If out. I had any prejudice or bias against the government, why I will praise them so openly and so loudly? And even today, if you ask me, I will praise whatever teacher, Shrimati Shelja teacher did as health minister. I will still praise that. Now it has come to a state where it seems it's almost an open war. Like, in the space of 1 week, the state secretary of the CPM, Sri Kuriyeri Balakrishnan, has written 2 articles in Deshabhimani. Direct allegations that you are part of a conspiracy to bring down the state government, number 1. Number 2, you're being a tool in the hands of the BJP as well as the Modi administration. 4, you are trying to saffronize the universities because BJP could not make a major headway in terms of state electoral politics. So it has become totally political. It is up to them. I am not making any kind. If they are writing, they only can reply to this situation. My concern is that if non-saffronization or preventing saffronization means that you appoint teachers in the universities who are not even qualified to be summoned for the interview, and you surpass those. I do not know if the man who secured 600, if at all anybody is going to benefit from, if it happens. I do not know, because so far we do not. But I have stayed the appointment. It is right. But finally, if my action is proved to be right, after, because it is only a stay, it has not been annulled. I will hear both the sides. I will hold proper hearing on that. And when final outcome comes, and that is in accordance with the, if it is, I am not saying it can be, because how do I know? It will be only after examining the records in detail. If it is found, prima facie, what has led me to stay the appointment, prima facie appears that the allegation is right. Okay. And if finally it is proved it is right, who is going to benefit? The man who had, this candidate who was, they were proposing to appoint, she had 154 marks in the ranking. She had the research score. She had not research score. She did not have the required teaching experience. And who will benefit from this? The man who had secured 641 marks. And his research and his publications are more than double. But he has been given low marks in the interview. Even on that score, research, he has been given 7 with so many publications, and the one who has only few publications has been given 6 marks. And in other things, this candidate has been given much more than was given to others. A candidate with 340 research, what you said? Research score, who had 340 research, he was given only 3 or 4 marks. So if this irregularity or this illegality comes to an end, who will benefit? Some BJP member? Who will benefit? The man who has secured 641 is not choice of the BJP. And they have seen, people know, when appointment for the Calicut University, you just refer to your own stories and see the papers, that how
how many stories were published from Delhi, from BJP, from RSS. The pressure is to appoint this person. Was that person appointed? I ask you. Be fair in assessment. And not one or two stories, because that matter remained pending for about 2 months. Was that person appointed? No. I cannot, I welcome criticism. Why? Because if criticism is fair, then it will give me an opportunity to mend my ways. I welcome. As dissent is the essence of democracy. I welcome. But if the criticism is totally unfair, and these, just imagine, if I had not stayed, if I had not constituted, I am under constitution or under obligation. It is my duty that I should constitute the selection committee 3 months before the incumbent David's office. Right. We wrote to the Kerala University to nominate their representative. Right. We wrote to UGC, and I appointed my nominee, who will be convener of the committee. Kerala University did not even acknowledge the letter of the Rajbhavan. Okay. At whose instance? You can go to Kerala University and you can know from people. It is not Vice Chancellor who takes the decisions there. It is a small-time lawyer who is a member of the syndicate who has been nominated. He will give instructions to the Vice Chancellor. Everybody knows in Kerala. Go to the Kerala. These Johnnies, they are running the university. Vice Chancellors are sitting there just as facade. What has happened to Kerala? I can't accept this situation. They did not acknowledge the letter of the Rajbhavan. Then they were reminded that by 5th of August you have to send the name necessarily. Then you will be surprised to know if I give you the full detail. They wrote back because they were given final thing. Ultimatum. They said they had not informed us. But now Vice Chancellor in his letter is saying, Mr. So-and-so, who is Vice Chairman of the Planning Commission, was nominated by us, but he has declined. And 4 days before this letter comes to the Rajbhavan, 5 days before, the day I was leaving for Delhi, when I had given instruction to 5 or 6 days before, when I had given instruction to the secretary to remind the Vice Chancellor that if by 5th they do not send the name, we will constitute the committee. That day, the finance minister, I am naming him, finance minister comes to Rajbhavan. Sri K.N. Balagopal? Finance minister, I don't remember exactly. With the request, he is a very nice person. He is a gentleman. And he very politely requested me. Very politely. He was not exceeding, I am not complaining against him. He is a very nice person. Thorough gentleman. And he very politely requested me that if I can consider, for my nominee, if I can consider this man who is Vice Chairman of the Planning Commission. The man whom Finance Minister is proposing to me, I said, can you give me in writing? He was a bit reluctant. I told Secretary to note down, because it is not necessary. If you have come to meet me and you are making a request, I told the Secretary immediately record down that the Finance Minister has made this request and place it before me. When I am constituting the committee, I will definitely give it due consideration. So the man whose name Finance Minister gave to me or requested me very politely, he did not, this is nothing against him. He is a very nice person. The same name, Kerala, how much time it takes for the syndicate to meet? So it means he was only making a statement which was not true. Because suppose I had accepted that day itself what Finance Minister had suggested,
then he would have become my nominee. And Kerala University is saying in their letter on 5th that we had decided to nominate him, but he has declined. What kind of politics you people are playing with me? And then I understood that what is the game. And that day itself, I constituted, if you are not sending your representative, if you do not send your representative, things will not come to a halt. So I said right on the file that as and when Kerala University finally decides to nominate somebody as their nominee, he can join then, but committee will be constituted today itself. If I had not done that, you think this is, then series of articles in papers, governor's powers are going to be curtailed. Governor's powers come by virtue of the provisions of the Constitution. The direction to the governor can come from Honorable President of India. Here they think they can direct the Raj, they can control the Raj Bhavan. I appoint somebody on my staff and they make a secretary to write to the Raj Bhavan. Who is he to give me, who is the government to give me directions? What happened ultimately? They had to remove that officer. He's back? He is back only after that, because I knew even on that day, I just wanted to send a message. I knew even on that day, the officer was innocent. Okay. I knew very well that the officer had nothing to do with it. He was made to write. How can he refuse to write anything which political masters ask him? He's an administrative officer. So ultimately they came to me after 3 months that we are winding already. If you allow, we can again post him. I said, I have no ill will against the man. No grudge? No, absolutely no grudge. In fact, on the day I insisted that he will have to be removed, I had told the Chief Secretary, this man is innocent. Okay. I only want to send a message so that in future nobody crosses the Lakshman Rekha. Nobody in the state has a right to give any direction to me. It should be clear to one and all. My directions to me can come only from Honorable President of India. And my powers are defined by the Constitution. Who are they to curtail my powers? They are my government. My government? Yes. That's how you address it also. Yes. Now, the Kerala University Senate has found time to meet and adopt a resolution condemning first the action of the Chancellor, the Governor, in constituting the Search and Selection Committee, and two, demanding that be withdrawn. Let me first decide with the major issues. I don't want to get into everything. Right. But if anybody deserved to be censured, it was the failure of this Kerala University to send a nominee in time. But this is what happens when you reduce the Vice Chancellor into a puppet and a small-time lawyer controls the university. This is what you can expect. Now, what action can we expect against the Vice Chancellor of the Kannur University? Whatever law provides. I have no personal agenda. But I was, although I had already stayed the appointment, but the case is so patent, open and shut case, that even High Court stayed the order. Yeah. And not only that, 3 months before, or 4 months maybe, 3 months possibly, the Vice Chancellor, why I call this Vice Chancellor, that he has a criminal mindset, why I call him? He habitually breaks the law. He constituted, the provision of the Act is so clear. Vice Chancellor will nominate the members. And he misled the syndicate into exercising that power. Somebody aggrieved. I was not even aware. Somebody aggrieved, went to the High Court, and High Court set aside his order. He, 2019, why 2019 we discuss now, why I mentioned it.
I mentioned it because Irfan Habib came, he started defending. He said, I said, this conspiracy was hatched. I did not even name him. And from Aligarh, he is saying that the academics do not hatch conspiracies. Then academics assault the governor. You could see the video, run the video again. He not only charged towards me, he was sitting on this side. They flouted everything. Governor program, minute to minute program is issued. It is written there, no departure will be allowed. Irfan Habib was allotted 2 minutes. He spoke for more than 30 minutes. I was made to sit there for more than 1.5 hours listening to their speeches, which were highly critical, and all questions were being addressed to me. I had a moral duty. I did not object to that. I did not say you are departing from the approved program. But I had a moral duty to respond to the questions which they had raised. The moment I started speaking, within 3 minutes, Irfan Habib charged towards me. And because ADC came in between, so he torn down the shirt of ADC. It is on the video. Then when ADC did not let him come near me, he went behind the sofa, came from the left side, and then in the video you can see him grappling with the security staff who made him sit in his chair. So if you come to defend this Vice Chancellor, then it becomes clear that Vice Chancellor himself was party to that conspiracy, and he was used by these people to invite me to Kannur. Just one example. Irfan Habib repeatedly said why he had come to our Congress. This Vice Chancellor did not mention even once that he had invited me to come there. Then what I will conclude? Senior people, highly placed, a former secretary of the Education Ministry told me in Delhi that we are surprised what the intelligence in Kerala was doing. We were aware that they have made a plan to assault you. We knew it 3 days before the Congress started. So what shall I presume? I shall presume that he was party to the conspiracy. So that is why I'm saying that he is a habitual offender. One does not expect the Honorable Governor to run to a police station and request the SHO to register an FIR. But Rajbhavan had not informed the state government. It is not question of Rajbhavan. It is this is what I am asking. Yes. This is my question. I won't allow even anybody in Rajbhavan or my ADC to go to the police. It was for them to take in a state where people are arrested for writing Facebook posts. If you go to attend a public meeting, I do not want to name the person whose public meeting. But if in that public meeting you go wearing black shirt, you will be arrested. How many people have been arrested during last few months? That government does not take any notice of the physics, although under section 124 of IPC, it is a cognizable offense. Any attempt to assault or overawe the governor, and only this section covers only the President of India and the governor. Yet, in fact, that was the first sign of the collapse of constitutional machinery. But because it involved me, therefore I did not pursue it. It is clearly in criminal matters, there is no time limit. Keep it in mind. In civil matters, time limit is there. In criminal matters, there is no time limit. So you will arrest people who come wearing black shirts. They are not raising black flags. They just are wearing black shirt. You will arrest them. But when somebody, another example,
About 2 months back, Aligarh Muslim University invited Prime Minister Shri Narendra Modi to address the university community. Irfan Habib and his colleagues, they launched a ferocious campaign against it, against Vice Chancellor, against others. And Narendra Modi should not be allowed to address the university community. He had as strong views on that issue as he had on where he felt that I'm saying things which are inconvenient to them. Why in Aligarh he did not try to assault anybody, try to physically, why he did not do that? Because he knew that in UP, it is not Pinarayi Vijayan who is Chief Minister. It is Mr. Yogi Adityanath who is the Chief Minister. And if he does any physical violence, where he will land, he knew about it. In Kerala, he was absolutely comfortable. In fact, I don't want to name a very senior functionary of the Kerala government here told me, because he said in confidence, therefore I don't want to name. He said, I went to, in Kannur, after the incident, I went to Irfan Habib Sahab and I said, okay, for an academic like you, it does not behove. Then he says, he shouted at me, since how long you know Arif Mohammad Khan? Since he has become governor of your state? I know him since he was a student. And people try to spread these calumnies. He was my teacher. He was never my teacher. In fact, during 6 years when I was in Aligarh, he must have had at least 10 police cases. Because he used to be leader of the 4th class employees. So every month they will ghiraw either this person or that person, and then there was some physical scuffle. And he was, during my time, the year I was, I think, secretary, he had major showdown outside the proctor office in which he was injured. Okay. Under the garb of academic, he is always doing these criminal activities. There is nothing new about it. So this high functionary of the government of Kerala, he told me in this room, he said, he shouted at me, since how long you know? Since he has become governor of your state. I know him since he was a student. If I had allowed him to speak, many of our own people would have changed their opinion. Now, you've called him a person with a criminal mind, yet you signed the order appointing him as VC for another term. I have already said and repeatedly said that after I appointed 2 vice chancellors before Kannur, I did not take into consideration the recommendation either of the government or of any political party. Everybody is aware. Kerala University of Health Sciences and Calicut University. So when they realized that I am going to exercise my own discretion, my own judgment, then Chief Minister personally came to Rajbhavan. And they had also seen that if on one issue I had differed with them, on the issue of COVID management, I had praised them. I was going on merit. He personally came. And he made a point which I found quite reasonable. He said, Kannur is my home district. If you can give weightage to my opinion, I agreed. But after this, I agreed, I gave my word that I will give weightage. You are head of the government, democratically elected. Your opinion must find weightage. Particularly, other places I will go strictly by my judgment. But in the case of Kannur, I will give weightage to your opinion. I agree. But what I had in my mind when I gave my word, what I had in mind is that we had, after the process selection is over, 3 names will come to me
and then I will discuss it with the Chief Minister and give weightage to his opinion. Because 2 days before I had already constituted the selection committee. Already selection committee, not 2 days, possibly a week before. It was after the constitution of selection committee that he came to me. And I found his argument reasonable. Because some accommodation, you can't be very harsh and hard. So some weightage, I agreed. I said, and I gave my word, that I will give weightage to your opinion. Now what happened, 3 days later, call comes from CM office that my legal advisor is coming to see you. He had already named 2 officers, which I do not want to name. He said that if I have to convey any message, they will come to you. If you have to convey anything to me, then they can be contacted in my office so that I come to know about it immediately. Accompanied by these officers, this legal advisor comes to me. And he says that, sir, you have already agreed to accommodate the Chief Minister in this matter, so why go through the selection process? Okay. Under the provision of the Act of the University, this man can be reappointed. Why take so much time then? I said no. This continued for about a week. I said no, this is not right. We must go through the process. When finally 3 names come, then I have promised that I will give weightage to the opinion of the Chief Minister. Then they produced a paper saying, but Advocate General is saying that you can do it. I said, where is the signature of the advocate? That was possibly was my mistake. Instead of saying that who is Advocate General to give me opinion without my asking him to give the opinion, I said, where is the signature of the? No, signature is not there. I said, then why I should accept that this is the opinion of the Advocate General? 2 hours later, phone came. We want to come again. They again came. And they came with the signature of the Advocate General. Now I was in a fix. Because I had asked them, I said, why should I consider it as Advocate General's opinion? Signature is not there. They produced. If you recall, Chief Minister made a statement that Advocate General had, this has at the advice of the Advocate General. The Advocate General had to clarify the situation the same day or the next day, that I had not sent any opinion to the Raj Bhavan. I was asked to give my opinion by the Education Ministry. So unfortunately, they are, without knowing the legal nitty-gritty, statements are made. The Advocate General contradicted the Chief Minister. But I thought that problem with me at that point of time was that I had given my word to Chief Minister. I knew I am doing something wrong. And that was on that day itself that here I will honor the word which I had given to the Chief Minister, but no more I shall function as Chancellor. And I wrote letter to him next day, please you assume the role of the Vice Chancellor. Even if you bring an ordinance, I will sign it immediately. But I don't want to continue in this atmosphere where I had promised to give weightage to your opinion. But I was, suppose the opinion of the Advocate General was not handed over to me, I would have still insisted that let us go through the procedure. But if the highest legal officer of the state is saying no, his procedure can be scuttled, then I will have to start another legal war with, which I wanted to avoid. Okay. Now, there are indications from your staff that you're running out of time, but 2-3 quick questions. Okay. One, will you sign the university amendment bill? I will not reply to any question which is based on speculation. I believe that Assembly has every right to pass
to adopt any measure. They have a right. I have an obligation to scrutinize everything on the basis of what oath I have taken, and that is Constitution, law and its spirit. And just to give you an inkling, because I have read only in the newspapers, but then that copy I have also seen. They are, in this bill it is proposed to make the Higher Education Council chairman as the permanent member of the every selection committee and to be convener. And governor nominee, if this bill becomes law, then governor nominee will not be convener of any selection committee. It will be chairman, Higher Education Council. The UGC regulation clearly says that no member of the selection, no person can be member of selection committee if he has anything to do with the university or any college under it. The chairman of the Higher Education Council is there only to have regular interaction with the universities and the colleges. Supreme Court, Honorable Supreme Court in its ruling has said universities are bound by the UGC regulations. So all these contradictions I will have to take into consideration when this thing comes to me. And today I am not in a position to reply whether I will sign it or not. One more bill is coming, the Lokayukta Amendment Bill, which effectively will make it a referral body. So your take on that? Again, same reply. Let it come to you. Again, same reply. It will be scrutinized, it will be studied purely on constitutional and legal, according to the constitutional and legal requirements. We have a system where the concept or the principle of judicial review we have accepted as a nation. Even parliamentary laws, assembly laws are subject to judicial review. But Constitution has provided a mechanism in the case of states where peer review can be held by the governor. Okay. Two questions on the national front. Sar Tan Se Juda is the new clarion call, which is coming from radical quarters. But surprisingly, some of the mainstream party leaders also seem to be endorsing that. I think the point I made in the beginning itself, the post-partition, and when this question, in some conference in Delhi, this matter came up, I said, the book is there. You can refer to it. There are, and this is after careful, diligent study, there are 26 verses in Quran which say, if somebody says something which is hurtful, then you remove yourself from this. Then you say peace to you and go away from it. Nowhere it is written, but the fact is that when the Muslims were single superpower in the world, they were the empire, the laws in contravention of the provisions of the scripture were written, and in that it is provided. But what surprises me most is that these laws which were written during the period of empire, but it was claimed that this is the divine law. No Muslim countries now has those laws. They do not allow in their educational institutions this law to be taught. But in India, in Deoband, in Nadwa, most of the madrasas, these laws are still being taught. So what do you expect? For me, how I will look at it. Leave aside Islam, Hinduism, Sanatan tradition. Those who defend this caste system, which determines the status of a person on the basis of the birth, they totally ignore the verses of the Gita where the word which has been used is guna and karma. That is the basis of the classification.
There are so many stories in the Upanishads wherein it has been said that even the term Brahmana, in Sanskrit, Bra means expansion. Man means mind and heart. After acquisition of knowledge, great tapasya, period of brahmacharya, when you acquire knowledge, you develop wisdom, then as a result of that, when your mind expands, then you are a Brahmin. You can be Brahmin, I can be Brahmin, anybody, according to that definition. Likewise, some people can find out of context some parts of the verses to justify violence. For me, there is a verse in the Quran which says, La tastavil hasanato sayya. Goodness and evil cannot be equal. Itfa billati hiya ahsan. When somebody does evil to you, repel that evil by doing goodness to him. فَإِذَا الَّذِي بَيْنَكَ وَبَيْنَهُ عَدَاوَةٌ كَأَنَّهُ وَلِيٌّ حَمِيمٌ. And then you will see that this man who was doing evil to you, he becomes your bosom friend. For me, that is the guiding line, and I not only condemn this slogan, but I find those who refuse to speak publicly against it, that they are doing a great disservice, not only to the nation, but also to the community. We've seen Mufti Muhammad Saeed contesting from Muzaffarnagar in the late 80s, I think. Now there is a big controversy in Kashmir saying that non-Kashmiris, the outsiders as they call it, cannot be given the right to vote. Doesn't this take... Why do you talk of, why you just mention what Mufti says? So many Kashmiris have held so many senior positions in government of India. Everywhere, ministers, policy makers. This unfortunately, this mindset of exclusiveness, promotion of separation, somewhere they were encouraged over a period of time by political people who wielded power, who were really who mattered in these matters, and they are not easily, they can't persuade themselves to give up this attitude easily. But with the passage of time, everybody will be reconciled. India is one, and India, God willing, has the capability to maintain its territorial integrity, its emotional unity, while preserving its diversity. നിലപാടുകൾ ഉറച്ച് തന്നെയാണ് ഗവർണർ. വളരെ വ്യക്തമാണ് നിലപാടുകൾ. വാർത്തകൾ ഇനിയും ഉണ്ടാവും രാജ്ഭവനിൽ നിന്ന്. ആ ബില്ലുകൾ ഇങ്ങ് വരട്ടെ, നോക്കിയിട്ട് പറയാം എന്നാണ് നിലപാട്. Thank you so much for finding so much of time amidst your hectic schedule. Namaskaram. Thank you. Namaskar. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റക്കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും ഓണനാളാ. പേടികളെ പോകൂ മനസ്സുകളിൽ, ചിന്നപ്പൂവനിയായി പൊന്നും കതിരുകളെ
പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും പൂലതാള. പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പി പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ന്യൂസ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് അനുവദിച്ച എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ സർവകലാശാലകൾക്ക് അദ്ദേഹം തുറന്നടിച്ചു. സർവകലാശാലകൾ ഭരണത്തിലിരിക്കുന്നവരുടെ സ്വന്തക്കാർക്ക് നിയമനം നൽകാനുള്ള വേദിയാകുന്നുവെന്ന ഗൗരവമുള്ള വിമർശനം ഗവർണർ പ്രധാനമായും ഉന്നയിച്ചു. സർവകലാശാല നിയമനങ്ങളിൽ സ്വജനപക്ഷപാതമെന്നും ഗവർണർ പറഞ്ഞു. പ്രിയ വർഗീസിന് യോഗ്യതയില്ലെന്ന് പ്രഥമദൃഷ്ട്യാ വ്യക്തമാണ്. അധികാരത്തിൽ ഇരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് നിയമനം നൽകുന്നു. താൻ രാഷ്ട്രീയത്തിന് എതിരല്ല, എന്നാൽ രാഷ്ട്രീയ നേതാക്കളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമെന്നും ഗവർണർ ന്യൂസ് 18നോട് വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിരന്തരം നിയമലംഘനം നടത്തിയതുകൊണ്ടാണ് ക്രിമിനൽ എന്ന് വിളിക്കേണ്ടി വന്നതെന്ന് ഗവർണർ പറഞ്ഞു. കണ്ണൂർ വിസിക്കെതിരെ നടപടി കൈക്കൊള്ളും. ചരിത്രകാരൻ ഇർഫാൻ ഹബീബിനെതിരെ നടപടിയെടുക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും ഗവർണർ വ്യക്തമാക്കി. Whatever law provides, I have no personal agenda, but I was, although I had already stayed the appointment, but the case is so patent, open and shut case, that even High Court is stayed.
3 months before, 4 months maybe, 3 months possibly, the Vice Chancellor, why I call this Vice Chancellor, that he has a criminal mindset. Why I call him? He habitually breaks the law. He constituted, the provision of the act is so clear. Vice Chancellor will nominate the members. And he misled the syndicate into exercising that power. Somebody aggrieved. I was not even aware. Somebody aggrieved, went to the High Court, and High Court set aside his order. തന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാരിന് അവകാശമില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ന്യൂസ് 8 പറഞ്ഞു. താൻ രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ദൂതനായി വന്നിരുന്നുവെന്നും ഗവർണർ വെളിപ്പെടുത്തി. As and when Kerala University finally decides to nominate somebody as their nominee, he can join them, but committee will be constituted today itself. If I had not done that, you think this then series of articles in papers, governor's powers are going to be curtailed. Governor's powers come by virtue of the provisions of the Constitution. The direction to the governor can come from Honorable President of India. Here they think they can direct the Rajbhavan, they can control the Rajbhavan. I appoint somebody on my staff and they make a secretary to write to the Rajbhavan. Who is he to give me, who is the government to give me directions? What happened ultimately? They had to remove that officer. He's back? He is back only after that, because I knew even on that day, I just wanted to send a message. I knew even on that day, the officer was innocent. Okay. I knew very well that the officer had nothing to do with it. He was made to write. How can he refuse to write anything which political masters ask him? He's an administrative officer. So ultimately they came to me after 3 months that we are winding already. If you allow, we can again post him. I said, I have no ill will against the man. No grudge? No, absolutely no grudge. In fact, on the day I insisted that he will have to be removed, I had told the Chief Secretary, this man is innocent. I only want to send a message so that in future nobody crosses the Lakshman Rekha. Nobody in the state has a right to give any direction to me. It should be clear to one and all. My directions to me can come only from Honorable President of India. And my powers are defined by the Constitution. Who are they to curtail my powers? They are my government. It is up to them. I am not making any kind. If they are writing, they only can reply to this situation. My concern is that if non-saffronization or preventing saffronization means that you appoint teachers in the universities who are not even qualified to be summoned for the interview. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ളയുമായി സംസാരിക്കുകയായിരുന്നു. സർവകലാശാലകളുടെ നിയമനങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ഗവർണർ. അഴിമതികളുടെ കേന്ദ്രങ്ങളായി സർവകലാശാലകൾ മാറിയിരിക്കുന്നു. സർക്കാരിന്റെ നീക്കം അത് സർക്കാരിനെ വിമർശിക്കുന്നത് കൊണ്ടാണ്. തന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള അവകാശം സർക്കാരിനില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രതിനിധിയായാണ് താൻ ഈ സംസ്ഥാനത്തെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് അതിനുള്ള അവകാശങ്ങൾ ഉണ്ടാവില്ല. അത് അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനെതിരെയും ഗവർണർ ആഞ്ഞടിക്കുകയുണ്ടായി. ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഉമേഷ്, വിമർശനങ്ങൾ ഗവർണർ തുടരുകയാണ്. അത് കുറച്ചുകൂടി ഘടിപ്പിക്കുന്നു. നമുക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെച്ചത്? തീർച്ചയായും രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം നിയമസഭ ലോകായുക്ത പ്രധാന 6 ബില്ലുകൾ പാസ്സാക്കിയതിൽ ഏറ്റവും പ്രധാനം ലോകായുക്ത ബില്ലും സർവകലാശാലയിൽ UVC ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്കുള്ള അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുക എന്നുള്ള ബില്ലുകളുമായിരുന്നു. പക്ഷേ ആ ബില്ലുകൾ ഇനി നിയമമാകണമെങ്കിൽ സ്വാഭാവികമായി ഗവർണർ ഒപ്പിടണം. ഈ സാഹചര്യത്തിലാണ് നിർണായകമായ ഒരു ഇന്റർവ്യൂ ന്യൂസ് 18 എഡിറ്റർ പ്രദീപിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയത്.
അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമായി അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ VC-യുടെ വിഷയത്തിലും യൂണിവേഴ്സിറ്റി നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും അദ്ദേഹം തന്റെ നിലപാടുകൾ ആവർത്തിച്ചു. എന്തായാലും തന്റെ അധികാരങ്ങൾ, ഗവർണർ എന്ന നിലയിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള അധികാരങ്ങൾ അത് ഭരണഘടന അനുവദിച്ച് നൽകിയതാണ്. തന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുക അല്ലെങ്കിൽ തന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാരിന് അധികാരമില്ല. താൻ രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ്. തന്നെ ബില്ല് ഒപ്പിടുമോ എന്നുള്ള ചോദ്യത്തിന് വിശദമായി പഠിച്ച ശേഷം സ്വാഭാവികമായി UGC നിയമവും മറ്റ് നിയമങ്ങളും ഇവിടെയുണ്ട്. ആ നിയമങ്ങളെല്ലാം വിശദമായി പഠിച്ച ശേഷം മാത്രമേ ബില്ലിൽ ഒപ്പിടൂ എന്ന് ഗവർണർ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ന്യൂസ് 18 നടത്തിയിരുന്നു. എന്തായാലും ബില്ല് ഗവർണർക്ക് അയച്ച് ഉടൻ എന്തായാലും ബില്ല് പാസ്സായി പോകില്ല എന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നു. ഇതോടൊപ്പമാണ് ലോകായുക്ത ബില്ലിലും അത് വളരെ ഇത്തരത്തിൽ ഗവർണർ വെറുതെ ഒപ്പിട്ട് കൊടുക്കില്ല എന്നുള്ള വ്യക്തത വരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരാമർശമുണ്ടായത്. കൂടാതെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെയും മറ്റു യൂണിവേഴ്സിറ്റികളുടെയും നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിലപാട് ആവർത്തിച്ചിരിക്കുന്നു. KK രാഗേഷിന്റെ ഭാര്യയുടെ നിയമനം അത് അഴിമതിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അഴിമതിയും സ്വജനപക്ഷവും അത് നടന്നിരിക്കുന്നു. KK രാഗേഷിന്റെ ഭാര്യയ്ക്ക് റിസർച്ച് സ്കോർ വളരെ കുറവാണെന്ന് പ്രഥമ ദൃഷ്ടിയെ തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് അത് താൻ റദ്ദാക്കിയത്, തനിക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ, താൻ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ എന്നിവയെല്ലാം അത്തരം ആരോപണങ്ങളെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ്. താൻ രാഷ്ട്രീയത്തിനെതിരല്ല, പക്ഷേ രാഷ്ട്രീയക്കാരുടെ പ്രവൃത്തികൾക്കാണ് താനെതിരെ. രാഷ്ട്രീയക്കാർ നിരന്തരമായി ചെയ്യുന്ന തെറ്റുകൾ അത് താൻ വീണ്ടും തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കും. സർവകലാശാല ഭേദഗതി ബില്ലും ഇനി എന്തായാലും സ്വാഭാവികമായി അടുത്ത നടപടി എന്ന് പറയുന്നത് ഭേദഗതി ബില്ലുകൾ ഇനി ഗവർണറുടെ അടുത്തെത്തുക എന്നുള്ളതാണ്. അതിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ള സൂചന കൂടിയാണ് അദ്ദേഹം നൽകിയത്. കൂടാതെ ഇർഫാൻ ഹബീബ് വിഷയത്തിൽ VC-യുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം വീണ്ടും തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇതിലെന്തായാലും പോലീസിൽ കേസ് കൊടുക്കേണ്ടത് രാജ്ഭവനല്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവൻ ഇത്തരത്തിലൊരു ക്രിമിനൽ നടപടി ഉണ്ടായിട്ട് ഇർഫാൻ ഹബീബ് ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് രാജ്ഭവൻ പരാതി നൽകിയില്ല അല്ലെങ്കിൽ ക്രിമിനൽ നടപടിയുമായി മുന്നോട്ട് പോയില്ല എന്നുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത് കണ്ണൂർ VC-യെ നിരന്തരമായി നിയമം ലംഘിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് താൻ ക്രിമിനൽ എന്ന് വിളിച്ചത്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടായിരുന്നു കണ്ണൂർ VC-യെ താൻ നിയമിച്ചത്. മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കണ്ട് തന്റെ നാടായതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന നൽകണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. ആ സാഹചര്യത്തിലായിരുന്നു അത് അംഗീകരിച്ചുകൊണ്ട് കണ്ണൂർ VC-യെ നിയമിച്ചത്. പക്ഷേ നിയമനത്തിന് ശേഷം അദ്ദേഹം നിരന്തരമായി നിയമം ലംഘിച്ചു എന്നും ഗവർണർ പറഞ്ഞു. ഇത് കൂടാതെയാണ് മന്ത്രി KN ബാലഗോപാൽ തന്നെ നേരിട്ട് വന്ന് കണ്ടിരുന്നു. ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കൂടിക്കാഴ്ച. അതിൽ താൻ KN ബാലഗോപാൽ വളരെ വിനയത്തോടുകൂടി തന്നോട് അഭ്യർത്ഥിച്ചു തന്റെ നോമിനിയെ ഗവർണറുടെ നോമിനിയും ആക്കണമെന്നുള്ള ആവശ്യം താൻ അംഗീകരിച്ചു എന്നും ഈ ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഏതായാലും തന്റെ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒട്ടും പുറകോട്ടില്ല എന്ന് ഗവർണർ വ്യക്തമാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നു. അതായത് അഴിമതി നടക്കുന്നു കേരള സർവകലാശാലയിലടക്കം. തന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങളുമായാണ് അദ്ദേഹം ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയുമായി സംസാരിച്ചത്. ഇടവേള. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലനാളാ.
മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ. സിന്ദൂരം ചാർത്തുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടു. കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഭിന്നതകളെ തുടർന്നാണ് രാജി. പാർട്ടിയിൽ റിമോട്ട് കൺട്രോൾ ഭരണമാണെന്നും എല്ലാം തീരുമാനിക്കുന്നത് മുതിർന്ന രാഹുൽ ഗാന്ധിയാണെന്നും രാജിക്കത്തിൽ ഗുലാം നബി ആസാദ് പറയുന്നു. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഭാരത് ജോഡോ മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി രാജ്യ പര്യടനത്തിന് ഇറങ്ങുകയാണ്. കോൺഗ്രസ് ചോഡോ, ആ തരത്തിൽ ഗുലാം നബി ആസാദ് ഈ ഘട്ടത്തിൽ തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? തീർച്ചയായും, അതായത് മറ്റന്നാൾ ഈ പ്രവർത്തക സമിതി ചേരാനിരിക്കെ കൂടിയാണ്, നിർണായകമായ യോഗം ചേരാനിരിക്കെ കൂടിയാണ് ഇപ്പോൾ മുതിർന്ന നേതാവായിട്ടുള്ള ഗുലാം നബി ആസാദിന്റെ രാജി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. വളരെ രൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജിക്കത്ത് സോണിയാഗാന്ധിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. അതായത് സോണിയാഗാന്ധിക്ക് നൽകിയ രാജിക്കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ പക്വതയില്ലാതെ പല കാര്യങ്ങളിലും പെരുമാറുകയും ചെയ്തു, രാഷ്ട്രീയ ഇടം BJPക്ക് വിട്ടു നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്തു. അത്തരത്തിൽ പാർട്ടിക്ക് തിരിച്ചു വരാനാകാത്ത വിധത്തരത്തിലേക്കുള്ള ഒരു കാര്യം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത്തരത്തിൽ കോൺഗ്രസിനെ തകർക്കുന്ന ഒരു ശ്രമമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പാർട്ടിയിൽ ഒരു റിമോട്ട് കൺട്രോൾ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. കൂടാതെ മുതിർന്ന നേതാക്കളെ, അതായത് പരിചയസമ്പന്നരായിട്ടുള്ള നേതാക്കളെ എല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടി ഈ ഒരു പുതിയ ഉപജാപക വൃന്ദത്തെ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം കൈക്കൊള്ളുകയും ചെയ്തു. ഈ ഉപജാപക വൃന്ദത്തിന്റെ fighting the BJP on issues of महंगाई, on issues of berozgari, and on issues of polarization. The entire Congress party organization in the last couple of weeks has been involved in preparing for the Mengai Par Halla Bol rally at Ramlila Maidan on September 4th, which will be addressed by Sri Rahul Gandhi ji. 22 press conferences have been scheduled across the country on the 29th of this month.
The Bharat Jodo Yatra launch will take place on the 7th of September from Kanyakumari. Finalization of that launch is also മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. ജമ്മു കാശ്മീരിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഇത്തരത്തിൽ പാർട്ടിയെ ഒന്ന് പുനഃക്രമീകരിക്കാൻ പുനരുജ്ജീവിപ്പിക്കാനുള്ള തീവ്ര ശ്രമം നടക്കുമ്പോൾ ഗുലാം നബിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകാൻ നേതൃത്വത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? രഞ്ജിത്ത്, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുലാം നബി ആസാദിന്റെ ഈ ഒരു രാജി വലിയ കനത്ത പ്രഹരം തന്നെയാണ് കണക്കാക്കപ്പെടേണ്ടത്. അതായത് 2020 മുതലാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നത കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്നത്. G23 നേതാക്കളെല്ലാം തന്നെ ഈ നേതൃത്വത്തിനെതിരെ തിരിയുകയും ഒപ്പം തന്നെ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതായത് നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് മുന്നിൽ ബദലാകാൻ കോൺഗ്രസിന് കൂടുതൽ ശക്തി പ്രാപിക്കണമെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളടക്കം കേൾക്കണമെന്നുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ നേതൃസ്ഥാനങ്ങളിലിരിക്കുന്നവർ ഇവരുടെ ഈ മുതിർന്ന നേതാക്കളുടെ ആശയങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളൊന്നും തന്നെ കേൾക്കുന്നില്ല. അവരെ പല സുപ്രധാന യോഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നു, സുപ്രധാന ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുന്നു. അതായത് മുൻകാലങ്ങളിലൊക്കെ വിമർശിക്കാനും ഒപ്പം തന്നെ ചില കാര്യങ്ങൾ പറയാനും കോൺഗ്രസിൽ ജനാധിപത്യ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് 2014 ശേഷം ഇല്ലാതായിരിക്കുന്നു. BJP സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വലിയ രീതിയിൽ മാറ്റങ്ങൾ കോൺഗ്രസിനുണ്ടാകുകയും ചെയ്തു. അതായത് 2014 മുതൽ 2022 വരെ നോക്കുമ്പോൾ ഏകദേശം 4 തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഭരണം കൈകാര്യം ചെയ്യുന്നത്. അത്തരത്തിലൊരു തരം താഴ്ന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ G20 നേതാക്കളിൽ നിന്ന് 6ാമത്തെ നേതാവ് കൂടിയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഗുലാം നബി ആസാദിന്റെ രാജി അല്പസമയത്തിന് മുമ്പ് തന്നെ സോണിയാഗാന്ധിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു, അല്ലെങ്കിൽ രാജിക്കത്തിൽ പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. അതായത് പല കാര്യങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല. അദ്ദേഹം പുതിയ ഒരു ഉപജാപക വൃന്ദത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ ഉപജാപക വൃന്ദത്തിന്റെ പ്രതികരണങ്ങളും ഒപ്പം തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമാണ് പാർട്ടിയിൽ നടപ്പിലാക്കുന്നത്. അതുമൂലമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കോൺഗ്രസ് തകരാൻ കാരണമായിട്ടുള്ളത്. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ മാറ്റിയെടുത്തു. അതിന്റെ കാരണക്കാരനായിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഈ ഒരു രാജിക്കത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ പാർട്ടിയെ ഒരു റിമോട്ട് കൺട്രോൾ മോഡാക്കി മാറ്റി. അതായത് വളരെ കുട്ടിക്കളി എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാരും PAയുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയിൽ വരികയും പാർട്ടിയിൽ അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ മുതിർന്ന നേതാക്കളെയും പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല. കൂടാതെ കൂടിയാലോചനകൾ നടക്കുന്നില്ല. അതായത് മുൻകാലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ രാജ്യത്തുണ്ടായാൽ അത് ധ്രുവീകരിക്കുന്നതിന് വേണ്ടി പല കൂടിയാലോചനകൾ നടത്തും. പക്ഷേ നാളിതുവരെയായി അത്തരത്തിലൊരു കൂടിയാലോചനകൾ നടത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നു. അതായത് ഏകദേശം 50 വർഷത്തിന് മുകളിൽ നിന്ന് നീണ്ടുനിന്ന ഒരു രാഷ്ട്രീയ ജീവിതത്തിനാണ് അദ്ദേഹം, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയ ജീവിതത്തിന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വിടപറയൽ നടത്തിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഗുലാം നബി ആസാദിനെ പോലെ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് തന്റെ 50 വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നു. പ്രാഥമിക അംഗത്വം രാജിവെച്ചു, എല്ലാ പദവികളും രാജിവെക്കുന്നു. ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചാണ് കത്തെഴുതിന് അദ്ദേഹം ഇപ്പോൾ രാജി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എന്ത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരമാണത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും ഓണനാള.
പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പി പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ചരിത്ര നിയോഗവുമായി താഹിറ യുഎഇയിൽ നിന്ന് നാട്ടിലെത്തി. 2 വർഷം മുൻപ് കോവിഡ് ബാധിച്ച് മരിച്ച കന്യാകുമാരി സ്വദേശി രാജ്കുമാർ തങ്കപ്പന്റെ ചിതാഭസ്മവുമായാണ് കോഴിക്കോട് സ്വദേശിനി താഹിറ കല്ലുമുറിക്കൽ എത്തിയത്. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ താഹിറ ഉച്ചയോടെ കന്യാകുമാരിയിലെത്തി ചിതാഭസ്മം കൈമാറും. ആദ്യമായാണ് യുഎഇയിൽ മരിച്ചയാളുടെ ചിതാഭസ്മം നാട്ടിലെത്തിക്കുന്നത്. 2020 മെയ്യിലാണ് കന്യാകുമാരി സ്വദേശി രാജ്കുമാർ തങ്കപ്പൻ യുഎഇയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഏറ്റെടുക്കാൻ ആരുമില്ലാതെ മൃതദേഹം യുഎഇയിൽ തന്നെ സംസ്കരിച്ചു. രാജ്കുമാറിന്റെ ചിതാഭസ്മം ഏറ്റുവാങ്ങിയത് സുഹൃത്തായ കോട്ടയം സ്വദേശി സിജോ പോൾ. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നാട്ടിൽ വരാൻ സിജോയ്ക്ക് കഴിഞ്ഞില്ല. സ്വന്തം താമസ സ്ഥലത്ത് സിജോ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചു. അമ്മയെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ട രാജ്കുമാറിന്റെ മക്കൾ അച്ഛൻ്റെ ചിതാഭസ്മമെങ്കിലും ഏറ്റുവാങ്ങണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതറിഞ്ഞാണ് യുഎഇയിൽ ആരോഗ്യ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന താഹിറ ഈ ദൗത്യം ഏറ്റെടുത്തത്. എല്ലാവർക്കും ഒരു പ്രശ്നം, ഇതെങ്ങനെ കൊണ്ടുപോകും, ബാക്കി പേപ്പർ വർക്കുകൾ ഇതിന് ഒരുപാടുണ്ട്. കാരണം 2 വർഷമായല്ലോ. ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ആണ് എന്നെ പിന്നെ അവനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ കുടുംബത്തിനും ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഏറെ സങ്കീർണമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് ഒടുവിൽ താഹിറ ചിതാഭസ്മവുമായി കന്യാകുമാരിയിലേക്ക് തിരിച്ചത്. ലുലു ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മേധാവി വി നന്ദകുമാർ ഇതിനുള്ള ചെലവ് വഹിച്ചു. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തയാളുടെ ചിതാഭസ്മവുമായി താഹിറ എത്തുമ്പോൾ കന്യാകുമാരിയിൽ കാത്തിരിക്കുകയാണ് രാജ്കുമാറിൻ്റെ പ്രിയപ്പെട്ടവർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 1 മാസത്തിലധികം നീണ്ട പ്രയത്നത്തിന് ഒടുവിലാണ് ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതെന്ന് കന്യാകുമാരി സ്വദേശി രാജ്കുമാർ തങ്കപ്പന്റെ താഹിറ പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കാൻ ഇന്ത്യൻ കൗൺസുലേറ്റിന്റെയും സുഹൃത്തുക്കളുടെയും വലിയ പിന്തുണയാണ് ലഭിച്ചത്. കോട്ടയം സ്വദേശിയായ സിജോ പോൾ 2 വർഷത്തോളം ചിതാഭസ്മം സൂക്ഷിച്ചു. ദൗത്യം ഏറ്റെടുക്കാനായതിൽ സന്തോഷമുണ്ടെന്നും താഹിറ ന്യൂസ് 18നോട് പറഞ്ഞു. വലിയ ദൗത്യമാണ് താഹിറ ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും താഹിറ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. മരിച്ച കന്യാകുമാരി സ്വദേശി രാജ്കുമാറിന്റെ ചിതാഭസ്മവുമായിട്ടാണ് താഹിറ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് യാത്ര തിരിക്കും. അവിടെ എത്തിയാണ് ഈ മരിച്ച രാജ്കുമാറിന്റെ മക്കൾക്ക് ചിതാഭസ്മം കൈമാറുക. ഏതായാലും ആ വലിയ ദൗത്യം ഏറ്റെടുത്ത താഹിറ ഇപ്പോൾ ന്യൂസ് 18നൊപ്പം ചേരുകയാണ്. അതായത് ഇത്തരത്തിലൊരു ദൗത്യത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്?
മരിച്ച രാജ്കുമാറിൻ്റെ മകള് വഴിയാണ് ചിതാഭസ്മം അവിടെ സൂക്ഷിച്ച വിവരം ഞാൻ അറിയുന്നത്. അപ്പം അവർ തന്ന നമ്പർ പ്രകാരം സിജോ പോൾ എന്ന വ്യക്തിയെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞു എന്നും എന്തുകൊണ്ടാണ് ചിതാഭസ്മം അവിടെ അവരുടെ കൂടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നും അത് നാട്ടിലെത്തിക്കാനുള്ള പേപ്പർ വർക്കുകളുടെ ബുദ്ധിമുട്ട് എന്താണെന്നും അവരിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ അവിടുത്തെ ഒരു ഗവൺമെൻറ് അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ്, ആരോഗ്യ പ്രവർത്തകയാണ്. കോവിഡ് സമയത്ത് ഏഷ്യൻ കൺട്രീസിൻ്റെ കെയർ കോർഡിനേറ്റർ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുമായിട്ടും വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അന്ന് കോവിഡൊക്കെ വന്ന് മരിച്ച ആളുകളുടെ ഡെഡ് ബോഡി എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു ധാരണയും, അതിനോടൊപ്പം ആ സമയത്താണ് ആദ്യമായിട്ടൊരു സാമൂഹ്യ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നതും. കാരണം കോവിഡാണല്ലോ നമ്മളെ ഒരു മനുഷ്യൻ എന്താവണം അല്ലെങ്കിൽ എന്താവരുത് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു കാലം കൂടിയാണെന്നാണ് ഞാനിപ്പോഴും ഇനിയും വിശ്വസിക്കാനും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഈ ഡെത്ത് പ്രൊസീജിയർ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന ഫോർമാലിറ്റീസ് എന്താണെന്ന് എനിക്കൊരു റഫ്ലി ഒരു ഐഡിയ ഉണ്ട്. പിന്നെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന പേപ്പേഴ്സ് എല്ലാം റിവ്യൂ ചെയ്തു. അതിൽ മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സും പിന്നീട് ഇന്ത്യൻ കോൺസുലേറ്റ്, ഇവരുടെ ഡെത്ത് രജിസ്റ്റർ ചെയ്തത് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലായിരുന്നു. അവിടെ അപ്രോച്ച് ചെയ്തപ്പോൾ ബാക്കി മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലായി. അതിനിടയ്ക്ക് ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു. കാരണം ചില സമയങ്ങളിൽ ചില അതോറിറ്റി അവരുടെ മാനേജ്മെൻറ്റ് ചേഞ്ച് ആവും. അപ്പോൾ ഇവരെ ക്രിമേറ്റ് ചെയ്ത ക്രിമിറ്റോറിയത്തിൻ്റെ മാനേജ്മെൻറ്റ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടൊരു നിമിഷം. കാരണം അവിടുന്ന് ഒഫീഷ്യലി ഇന്ന ആളുടെ മൃതദേഹം ഇന്ന സമയത്ത് ക്രിമേറ്റ് ചെയ്തു എന്ന് അവിടുന്ന് സൈൻ ആൻഡ് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളൊരു പേപ്പർ കിട്ടണം. അത് മാത്രമേ ഉള്ളൂ കോൺസുലേറ്റ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് അവരുടെ മാനേജ്മെൻറ്റ് മാറിയത് കാരണം അവർക്ക് ഓൾഡ് ഡോക്യുമെൻറ്റ്സ് റീഇഷ്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നീട് കാണാൻ ഇതൊരു സെൻസേഷൻ ആക്കണം എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലല്ല ഞങ്ങൾ ആദ്യം ഇതിനെ അപ്രോച്ച് ചെയ്തത്. ഏതെങ്കിലും ഒരാൾ ദുബായിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ടേക്ക് വരുമ്പോൾ ഈ ന്യൂസ് കണ്ടിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് അവരെ കൊണ്ട് നമ്മളിത് കൊണ്ടു കൊടുപ്പിക്കുക എന്നായിരുന്നു. കാരണം എനിക്കും ലീവൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, സിജോക്ക് തീരെ ലീവ് കിട്ടാനും ചാൻസ് കുറവായിരുന്നു. ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതിൽ സംതൃപ്തിയുണ്ടെന്ന് രാജ്കുമാർ തങ്കപ്പന്റെ മകൻ അക്ലീൻ രാകുൽ ന്യൂസ് 18നോട് പറഞ്ഞു. UAEയിൽ ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ തയ്യാറായ താഹിറയുടേത് വലിയ സഹായമെന്നും അക്ലീൻ ന്യൂസ് 18നോട് പറഞ്ഞു. 2020 துபாய்க்கு வேலைக்கு போன அப்பா அங்கேருந்து தவறிட்டார் கொரோனானால். அப்போ அங்கேருந்து எங்களால் இங்கே பாடி கொண்டு வர முடியல, கொரோனா ஸ்டேஜ்னால அங்கேருந்து கொடுக்கவும் இல்லை. இப்போ அங்கே வச்சு எல்லாமே பண்ணிட்டாங்க. அப்போ எங்களுக்கு இங்கே இருந்து நான் பண்ண வேண்டியது அங்கே சிஜோபால்னு ஒருத்தர் அங்கே இருந்து பண்ணார். அப்பா ஒரு அநாத ஆசிரமத்தில் படித்த அதே இதில் அவர் படித்த ஒரு ஆள் தான் இந்த சிஜோபாலுங்கிறவர். இப்போ அவர் அங்கேருந்து பண்ணிவிட்டு அவரால் இங்கே வர முடியாத சுச்சுவேஷன், அதனால் சாம்பலை இங்கே கொண்டு வரவும் முடியல. அப்போது 2 வருஷம் ஆனதுனால எங்களுக்கும் அப்பாவும் பார்க்க முடியல, சாம்பலாச்சு இங்கே வரணும்னு நினச்சிட்டு இருந்தோம். அப்போ இங்கே தெரிஞ்சவங்க கிட்ட எல்லாம் பேசி சோசியல் மீடியாவில் இதை பற்றி போட்டப்போ இங்கே கேரளாவை சேர்ந்த தாகிரான்னு ஒரு அக்கா அங்கே வேலை பார்த்துட்டு இருந்தாங்க. அவங்க சோசியல் ஒர்க்கரும், அதனால அவங்கள காண்டாக்ட் பண்ணி ஆஷை வாங்கிட்டு அடுத்து இப்போ இங்கே கொண்டு வந்துட்டுருக்காங்க. இன்றைக்கி மத்தியானத்துக்குள்ளே கொண்டு வந்துடுன்னு சொல்லியிருக்காங்க. அப்புறம் இங்கே அம்மாவோட கலரை இருக்குது, அதுக்கு பக்கத்துலேயே அப்பாவோட ஆஷ் வச்சு கலரை கட்டலான்னு சொல்லிட்டு பார்த்துட்டு இருந்தோம். இது எங்களுக்கு ஒரு பெரிய உதவி. இப்போ இருக்க இந்த நிலைமையில் யாருமே இது பண்ண மாட்டாங்க. அது இந்த கொரோனாவில் இருந்ததுனாலேயே அங்கே வச்சிருக்க கூட நிறைய பேர் பயப்பட்டாங்க. ஆனால் இவங்க தைரியமாக எடுத்துகிட்டு வரேன்னு சொன்னது எங்களுக்கு ரொம்ப சந்தோஷமாக இருக்குது. ഇടവേള. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലനാളാ.
പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുന്നേ. തലശ്ശേരിയിൽ നിന്ന് നാടുവിട്ട വ്യവസായ ദമ്പതികൾ തിരിച്ചെത്തി. നാടുവിട്ടത് നഗരസഭയുടെ ക്രൂരത മൂലമാണെന്ന് പാനൂർ ചാമ്പാട് സ്വദേശി രാജ് കബീർ പറഞ്ഞു. തലശ്ശേരിയിൽ ഇവർ നടത്തുന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ നഗരസഭ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കത്തെഴുതി വെച്ച ശേഷം നാടുവിട്ടത്. ഇന്ന് രാവിലെയാണ് ഇരുവരെയും കോയമ്പത്തൂരിൽ നിന്ന് കണ്ടെത്തിയത്. നഗരസഭയുടെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഹലോ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. നഗരസഭയുടെ വിഷയങ്ങളിൽ നമ്മൾ തലശ്ശേരി നഗരസഭയെ തള്ളി വ്യവസായ മന്ത്രി പി രാജീവ് രംഗത്ത് വന്നു. ചില ഉദ്യോഗസ്ഥർ സംശയത്തിന്റെ കണ്ണട ഉറപ്പിച്ചു വെക്കുന്നു. ഇതിലൂടെ കുഴപ്പങ്ങളാണ് ആദ്യം നോക്കുന്നത്. അത് മാറ്റി വിശ്വാസത്തിന്റെ കണ്ണട വെക്കണമെന്ന് മന്ത്രി പറഞ്ഞു. തലശ്ശേരിയിലേത് ഒറ്റപ്പെട്ട സംഭവമാണ്. സംരംഭങ്ങളിൽ ചെറിയ കുറവുണ്ടെങ്കിൽ പരിഹരിക്കണം. രാജ് കബീറിന് ഫർണിച്ചർ വ്യവസായം തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ അവിടെ പോയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ പൊതുവെ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെന്ന് നോക്കണം, എന്തെല്ലാം ഗുണമുണ്ടെന്ന് ആദ്യം നോക്കണം. പിന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയണം. ചിലപ്പോൾ ഒരു കെട്ടിടം പണിതു, ഒരു 2 സെന്റിമീറ്റർ ആയിരിക്കും വ്യത്യാസം. വളരെ സൂക്ഷ്മമായി നോക്കിയാൽ ചിലപ്പോൾ 2 സെന്റിമീറ്റർ. എന്നാൽ വിശ്വാസത്തിന്റെ കണ്ടു വെച്ച് നോക്കിയാൽ ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല. ഇത് പിടിക്കണ പോലെ ഇരിക്കും. ചെറുതൊക്കെയാണ്, വലിയ തട്ടിപ്പടുന്നവരുണ്ടാവും അപൂർവമായിട്ട്. പക്ഷെ പൊതുവെ സംരംഭകരെ അനുകൂലമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇടവേള. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂനനാള.
ആടിപ്പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുന്നേ. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും പൂലനാള. പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുന്നേ. നമസ്കാരം. വാർത്തയിൽ ഇന്ന് പ്രധാന വാർത്തകൾ. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് India's pride, my pride. VKC Pride. Celebrate hard work. It should be clear to one and all. My directions to me can come only from Honorable President of India. And my powers are defined by the Constitution. Who are they to curtail my powers? They are my government. സർവകലാശാലകൾക്കെതിരെ ഗവർണർ. നിയമനങ്ങളിൽ സ്വജനപക്ഷപാതം, വ്യാപക അഴിമതി, അധികാരം വെട്ടിക്കുറയ്ക്കാൻ സർക്കാരിന് അവകാശമില്ല. കടുത്ത വിമർശനം ന്യൂസ് 18 അനുവദിച്ച പ്രത്യേകാഭിമുഖത്തിൽ. കടവീസി നിരന്തരം നിയമലംഘനം നടത്തുന്നയാൾ. ക്രിമിനൽ പരാമർശം ഈ പശ്ചാത്തലത്തിൽ ധനമന്ത്രി ദൂതനായി എത്തിയെന്നും ഗവർണറുടെ വെളിപ്പെടുത്തൽ. I am naming him. Finance Minister comes to Raj Bhavan. Sri K. Balagopal? Finance Minister, I don't remember exactly when. With the request, he is a very nice person. He is a gentleman.
And he very politely requested me, very politely. He was not exceeding, I'm not complaining against him. He's a very nice person, thorough gentleman. And he very politely requested me that if I can consider, for my nominee, if I can consider this man who is vice chairman of the planning committee. കോൺഗ്രസിന് കനത്ത പ്രഹരം നൽകി ഗുലാം നബിയും കോൺഗ്രസ് വിട്ടു. എല്ലാ പദവികളും രാജിവെച്ചു. രാജിക്കത്തിൽ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം. വിഴിഞ്ഞം സമരത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ക്രമസമാധാനം ഉറപ്പാക്കാൻ സർക്കാരിന് നിർദ്ദേശം. 7 ദിവസമായി നിർമ്മാണമില്ലെന്ന് അദാനി ഗ്രൂപ്പ്. സമരം 11ാം ദിവസം. നാടുവിട്ടത് നഗരസഭയുടെ ക്രൂരത മൂലമെന്ന് തലശ്ശേരിയിലെ ദമ്പതികൾ. ഇപ്പോഴും ആശങ്ക മാറിയിട്ടില്ല. കോയമ്പത്തൂരിലെ ദമ്പതികൾ തലശ്ശേരിയിൽ നഗരസഭയെ തള്ളി പി രാജീവ്. അത് പഞ്ചായത്ത് മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവരത് ഗൗരവമായിട്ട് പരിശോധിക്കുന്നുണ്ടാവും. വിഭാഗീയതയിൽ മുങ്ങി സിപിഐ പാലക്കാട് ജില്ലാ സമ്മേളനം. ജില്ലാ കൌൺസിലിലേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും നടന്നത് വാശിയേറിയ മത്സരം. പാനലിന് പുറത്തുനിന്ന് മത്സരിച്ച 4 പേർക്ക് ജയം. കെ പി സുരേഷ് രാജ് ജില്ലാ സെക്രട്ടറി. ചരിത്ര നിയോഗവുമായി താഹിറ കേരളത്തിൽ. രാജ്കുമാർ തങ്കപ്പന്റെ ചിതാഭസ്മം കന്യാകുമാരിയിലെത്തി കൈമാറും. ദൌത്യം ഏറ്റെടുക്കാനായതിൽ സന്തോഷമെന്ന് താഹിറ. നന്ദി പറഞ്ഞ് രാജ്കുമാറിന്റെ മകൻ. വ്യാപക ATM തട്ടിപ്പ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ 11 ATMകളിൽ നിന്ന് കവർന്നു. കളമശ്ശേരിയിലെ ATMിൽ നിന്ന് നഷ്ടപ്പെട്ടത് 1,4 ലക്ഷം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണ ഇന്ന് വിരമിക്കും. അവസാന സിറ്റിംഗ് തത്സമയം സംപ്രേഷണം ചെയ്ത് സുപ്രീം കോടതി. ലൈവ് സ്ട്രീമിംഗ് ചരിത്രത്തിലാദ്യം. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് അനുവദിച്ച എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ സർവകലാശാലകൾക്കെതിരെ തുറന്നടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലകൾ ഭരണത്തിലിരിക്കുന്നവരുടെ സ്വന്തക്കാർക്ക് നിയമനം നൽകാനുള്ള വേദിയാകുന്നുവെന്ന ഗൌരവമുള്ള വിമർശനമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രിയ പോലീസിന് യോഗ്യതയെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ്. രാഷ്ട്രീയത്തിനെതിരല്ല, എന്നാൽ രാഷ്ട്രീയ നേതാക്കളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമെന്നും ഗവർണർ ന്യൂസ് 18നോട് പറഞ്ഞു. What has led me to stay the appointment? Prima facie appears that the allegation is right. Okay. And if finally it is proved it is right, who is going to benefit? The man who had, this candidate who was, they were proposing to appoint, she had 154 marks in the ranking. She had the research score. She had not research score. She did not have the required teaching experience. And who will benefit from this? The man who had secured 641 marks, and his research and his publications are more than double, but he has been given low marks in the interview. Even on that score, research has been given 7 with so many publications, and one who has only few publications has been given 6 marks. And in other things, this candidate has been given much more than was given to others. A candidate with 340 research, what you said? Research score, who had 340 research, he was given only 3 or 4 marks. So if this irregularity or this illegality comes to an end, who will BJP? The man who has secured 641 is not choice of the BJP.
കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിരന്തരം നിയമലംഘനം നടത്തിയതുകൊണ്ടാണ് ക്രിമിനൽ എന്ന് വിളിക്കേണ്ടി വന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ന്യൂസ് 18നോട്. കണ്ണൂർ വിസിക്കെതിരെ നടപടികൊള്ളും, ചരിത്രകാരൻ ഇർഫാൻ ഹബീബിനെതിരെ നടപടിയെടുക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും ഗവർണർ. Whatever law provides, I have no personal agenda, but I was, although I had already stayed the appointment, but the case is so patent, open and shut case, that even High Court is stayed. 3 months before, or 4 months maybe, 3 months possibly, the Vice Chancellor, why I call this Vice Chancellor, that he has a criminal mindset, why I call him? He habitually breaks the law. He constituted, the provision of the act is so clear. Vice Chancellor will nominate the members, and he misled the syndicate into exercising that power. Somebody aggrieved. I was not even aware. Somebody aggrieved, went to the High Court, and High Court set aside his order. തന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് ഗവർണർ. താൻ രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ്. ധനമന്ത്രി KN ബാലഗോപാൽ ദൂതനായി വന്നിരുന്നുവെന്നും ഗവർണർ വെളിപ്പെടുത്തി. കോടിയേരിക്ക് ഗവർണർ പരോക്ഷ മറുപടിയും നൽകി. As and when Kerala University finally decides to nominate somebody as their nominee, he can join them, but committee will be constituted today itself. If I had not done that, you think this is then series of articles in papers. Governor's powers are going to be curtailed. Governor's powers come by virtue of the provisions of the Constitution. The direction to the governor can come from Honorable President of India. Here they think they can direct the Rajbhavan, they can control the Rajbhavan. I appoint somebody on my staff and they make a secretary to write to the Rajbhavan. Who is he to give me, who is the government to give me directions? What happened ultimately? They had to remove that officer. He's back? He is back only after that, because I knew even on that day, I just wanted to send a message. I knew even on that day, the officer was innocent. Okay. I knew very well that the officer had nothing to do with it. He was made to write. How can he refuse to write anything which political masters ask him? He's an administrative officer. So ultimately they came to me after 3 months that we are winding already. If you allow, we can again post him. I said, I have no ill will against him. No